കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹോദരൻ നെവിലെ. ഇന്ന് രാത്രിയിൽ വീണ്ടും ഇവിടെ ആയിരിക്കുന്നതിൽ അധികം സന്തോഷമുണ്ട്. സ്വല്പം ചെറിയതായ ഒരു തൊണ്ടയടപ്പുണ്ട്. ഒരുവിധം നീണ്ട ഒരു സന്ദേശമായിരുന്നു ഇന്ന് രാവിലത്തേത്. എന്നിരുന്നാലും അത് ഇവിടെ വെച്ചായിരുന്നതിൽ എനിക്ക് തീർച്ചയായും സന്ദോഷമുണ്ട്. ഞാനത് സ്വയമായും അത് കൊണ്ടുവരുന്നതിൽ കൂടെയും ആനന്ദിക്കുകയും കൂടാതെ അത് കേട്ട നിങ്ങളും ആനന്ദിക്കുന്നു എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഈ കാര്യങ്ങളാണ് ക്രിസ്തുവിന്റെ സേവകനെ പണിയുന്നത് എന്നത് മറക്കരുത്. അതെപ്പോഴും ഓർമ്മ വയ്ക്കുക. നോക്കൂ, ആദ്യം വിശ്വാസവും അതിനുശേഷം വീര്യവും. ഇപ്പോൾ ഓർക്കുക, ആത്മാവിനാൽ ഈ കാര്യങ്ങൾ പ്രവൃത്തിയിലാകാത്തതുവരെയും പരിശുദ്ധാത്മാവിന് ദൈവത്തിന്റെ മന്ദിരത്തെ ശിരോവസ്ത്രം ചെയ്യാൻ കഴിയുകയില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഒരു കാര്യമല്ല. ആ വക കാര്യങ്ങളാണ് ക്രിസ്തുവിന്റെ ശരീരത്തെ നിർമ്മിക്കുന്നത്. നോക്കൂ, ഈ വക കാര്യങ്ങൾ. ഇപ്പോൾ അത് മറക്കരുത്. അതായത് ആദ്യം നിങ്ങളുടെ വിശ്വാസവും പിന്നെ വീര്യവും പിന്നെ പരിജ്ഞാനവും, അങ്ങനെ ഓരോന്നും ക്രിസ്തുവിന്റെ പൂർണ്ണമായ വളർച്ചയെത്തിയ ശരീരം വെളിപ്പെടുന്നത് വരെ അതിനോടുകൂടെ കൂട്ടിക്കൊണ്ടിരിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം പരിശുദ്ധാത്മാവ് അതിന്മേൽ വന്നിട്ട് അതിനെ ഒറ്റ ശരീരമായി മുദ്രയിടുന്നു. ഈ കാര്യങ്ങൾ ആവശ്യമായിരിക്കണം. അതുകൊണ്ട് യേശു പറഞ്ഞു, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. നോക്കൂ, ഫലങ്ങൾ. നിങ്ങളുടെ ഉള്ളിൽ ഈ കാര്യങ്ങളെ വഹിക്കാതെ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയുകയില്ല. അതിനുശേഷം ലൗകികത്വവും അഭക്തിയും അങ്ങനെ ഓരോന്നും നിങ്ങളിൽ നിന്ന് പോയി കഴിയുമ്പോൾ, എല്ലാ അവിശ്വാസങ്ങളും പുറത്താക്കപ്പെടുകയും ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും നീങ്ങിക്കഴിയുകയും ചെയ്യുമ്പോൾ അവിടെ വേറൊന്നുമില്ല, എന്നാൽ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായിരിക്കും. അതിനുശേഷം എഫെസ്യരുടെ പുസ്തകം 4:30 പറയുന്നത് പ്രകാരം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ വീണ്ടെടുപ്പ് വരെയും മുദ്രയിട്ടിരിക്കുന്നത്. ദൈവരാജ്യത്തിലേക്ക് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. അത് മറക്കരുത്. അത് മനസ്സിനുള്ളിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ ഈ കാര്യങ്ങൾ ആദ്യം എടുക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെടുകയും ആ ശിരോവസ്ത്രം നമ്മെ അവന്റെ ശരീരത്തിലേക്ക് മുദ്രയിടുകയും ചെയ്യുന്നു. ശരി, ഇപ്പോൾ ഷിക്കാഗോയിലുള്ള സഹോദരൻ ലിറ്റിലിന് വേണ്ടി ഒരു അപേക്ഷ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സഹോദരൻ ലിറ്റിലിന്റെ ഭർത്താവ് ഒരു വാഹനാപകടത്തിൽപ്പെട്ടിട്ട് മരണാവസ്ഥയിൽ കിടക്കുന്നു. കൂടാതെ എഡിറ്റ് റൈറ്റ്, വളരെ നാളുകളെ നമുക്കറിയാവുന്ന ഇവിടെയുള്ള ഈ പ്രിയ സഹോദരിയും വളരെ തീരെ സുഖമില്ലാതെ അവളുടെ വീട്ടിലായിരിക്കുന്നു. അവർ ഈ അപേക്ഷകൾ സഭയിൽ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഈ അപേക്ഷകൾക്കായി പ്രാർത്ഥിക്കാൻ കഴിയും. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് നമ്മുടെ തലകളെ വണങ്ങാം. ഞങ്ങളുടെ വിലയേറിയ സ്വർഗീയ പിതാവേ, ഞങ്ങൾ വിശ്വാസത്താൽ ദൈവത്തിന്റെ സിംഹാസനത്തിന് ചുറ്റും കൂടിക്കൊണ്ട് ഈ അപേക്ഷകൾക്കായി ദൈവിക കരുണയെ ചോദിക്കുന്നു. സഹോദരൻ ലിറ്റിൽ ഒരു കാർ അപകടത്താൽ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ദൈവമേ, അദ്ദേഹത്തെ സഹായിക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന്റെ കിടക്കയുടെ സമീപത്തായിട്ട് അദ്ദേഹത്തെ ഞങ്ങളുടെ അടുക്കിലേക്ക് തിരികെ കൊണ്ടുവരണമേ. കൂടാതെ പ്രിയപ്പെട്ട എഡിത്ത് റൈറ്റിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവ് അവളുടെ കിടക്കയുടെ സമീപത്തായിട്ട് അവളുടെ ആരോഗ്യത്തെ വീണ്ടും അവളിലേക്ക് യഥാസ്ഥാനപ്പെടുത്തണമേ. പിതാവേ, ഈ കാര്യങ്ങളെ അനുവദിക്കണമേ. അവിടെ നീ കാര്യങ്ങൾ വാഗ്ദത്തം ചെയ്തിരിക്കുകയും അവയെ ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഇന്ന് രാവിലെ ഞങ്ങൾ ചിന്തിച്ചിരുന്നത് പോലെ, അതായത് ദൂരം നിനക്ക് യാതൊന്നും അർത്ഥമാക്കുന്നില്ല. അവിടെ നീ വലിയ ലോകത്തിന്റെ ഒരു വലിയ ഭാഗം പോലെ വേറൊന്നാകുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് സർവ്വവ്യാപിയും സർവശക്തനും അനന്തവുമാകുന്നു. അതുകൊണ്ട് അവിടുന്ന് ഈ അപേക്ഷകളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രിയിൽ വീണ്ടും ഇവിടെ ആയിരിക്കുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. വളരെ ചൂടാണെന്ന് എനിക്കറിയാം. ഇത് 3 തുടർച്ചയായിട്ടുള്ള യോഗങ്ങളാണ്. നിങ്ങളിൽ ചിലർക്ക് രാവിലെയും ഇപ്പോഴും ഇടയ്ക്ക് 500 മൈലോളം വണ്ടി യാത്ര ഓടിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നാളെ തുടങ്ങി എനിക്ക് 1400 മൈലോളം ഡ്രൈവ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു മഹത്തായ സമയമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് നിങ്ങളോടുകൂടിയും നിങ്ങളെ സന്ദർശിക്കുന്നതിൽ കൂടിയും ഒരു മഹത്തായ സമയമായിരിക്കുന്നു. ഒരു കാര്യം മാത്രമേ ഞാൻ അപേക്ഷിക്കുന്നുള്ളൂ. മുറിയുടെ സൗകര്യം കൊണ്ട് ധാരാളം പേർക്ക് തിരികെ പോകേണ്ടി വന്നു. ഇടനാഴികകൾ അധികമായിട്ട് നമുക്ക് നിറയ്ക്കാൻ പറ്റുകയില്ല. അഗ്നിശമന വകുപ്പുകാർ അതിനുവേണ്ടി ഇപ്പോഴും അവിടെ നിൽക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി വലിയൊരു പള്ളി കിട്ടുന്നതിന്റെ ശ്രമത്തിലാണ്. അങ്ങനെ നാം അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇരിക്കാനുള്ള മുറികൾ കിട്ടാൻ കഴിയും.
ഈ ടാബർനക്കലിലേക്ക് എപ്പോഴും ഏത് സമയവും നിങ്ങൾ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഞങ്ങൾക്കൊരു മതമില്ല, എന്നാൽ ക്രിസ്തുവും, ഒരു നിയമമില്ല, എന്നാൽ സ്നേഹവും, ഒരു പുസ്തകമില്ല, എന്നാൽ ബൈബിളുമാണ്. ഇവിടെ ഞങ്ങളുടെ പാസ്റ്റർ സഹോദരൻ ഓർമൻ നിവൈലയാകുന്നു. ഞങ്ങളുടെ ഇവിടെയുള്ള ഈ സഭയിൽ വളരെയധികം ആളുകൾ പല സ്ഥാപിത സംഘടനകളിൽ നിന്ന് കടന്നുവന്ന് ഒരു കൂടാരത്തിൽ ഒരുമിച്ച് കൂടുന്നു. നിങ്ങൾ ഇവിടേക്ക് കടന്നുവന്ന് ദൈവത്തെ നിങ്ങളുടെ സ്വന്തം പ്രേരണയ്ക്കനുസരിച്ച് ആരാധിക്കുന്നു. നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് എപ്പോഴും സന്തോഷമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുമ്പോഴൊക്കെയും കടന്നു വരിക. നിങ്ങളെ സ്വീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് എപ്പോഴും സന്തോഷമുണ്ട്. അടുത്ത പ്രാവശ്യം എനിക്കറിയാവുന്നിടത്തോളം നിങ്ങളോടുകൂടെ ആയിരിക്കാൻ കഴിയുന്നത് സഭയുടെ പണി തീർന്നതിന് ശേഷമായിരിക്കും. അതിനുശേഷം സഭാഘട്ടങ്ങളെ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതേ തുടർന്ന് അവസാനത്തെ 7 മുദ്രകളെയും, വെളിപാട് പുസ്തകത്തിലുള്ള അവസാനത്തെ 7 മുദ്രകളെ അതിനെ പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും രോഗികളും പീഡിതരുമായി ധാരാളം പേർ ഇവിടെ കടന്നു വരാറുണ്ട്. അങ്ങനെയുള്ള ഈ യോഗങ്ങളുടെ സമയത്താണ് ദർശനങ്ങൾ ആവശ്യമായിരിക്കുന്നത്. കൂടാതെ പ്രത്യേകമായുള്ള കൂടിക്കാഴ്ചകളും ജനങ്ങൾക്ക് വരാറുണ്ട്. ഞാൻ അതിൽ കടന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് അവർ തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് കിട്ടാൻ കഴിയുകയില്ല. കൂടാതെ നിങ്ങൾക്കറിയാമോ, അതിനുശേഷം എനിക്ക് സംസാരിക്കാൻ തന്നെ പ്രയാസമാണ്. നമ്മുടെ രോഗശാന്തിക്കായുള്ള പ്രചാര പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അതായത് മിസ്റ്റർ ബാക്സ്റ്റർ അല്ലെങ്കിൽ ആരെങ്കിലും സാധാരണയായി പ്രസംഗിക്കാറുണ്ട്. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി കടന്നു വരുന്നു. എന്തുകൊണ്ടെന്നാൽ അത് സ്വല്പം കഠിന ശ്രമം ആവശ്യമുള്ളതാണല്ലോ. കുറച്ചു സമയത്തിന് മുമ്പ് ഞാൻ കുറച്ച് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ചെറിയ കുട്ടിയെ കണ്ടുമുട്ടി. എന്തോ ഒന്ന് അവന്റെ പുറകിൽ ഏതോ രീതിയിൽ വളർന്നുകൊണ്ടിരുന്നു. ഞാൻ കടന്നു വരുമ്പോൾ അത് എടുത്തു കളയപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ കണ്ടിരുന്നു. ആ കുട്ടിക്ക് ഇതുപോലെ വികലാംഗനാകേണ്ടി വരികയില്ല. അത് സുഖപ്പെടാൻ പോകുന്നു. തീർച്ചയായും അതങ്ങനെയാകുന്നു. നോക്കൂ, എനിക്കതറിയാം. നോക്കൂ, എനിക്കത് ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസവും ദൈവത്തിൽ വിശ്വസിക്കേണ്ടതും ആവശ്യമായിരിക്കുന്നു. നിങ്ങളിൽ വളരെയധികം പേരും എനിക്ക് അപരിചിതരാണ്. കൂടാതെ പല കർത്തൃസേവകരും. എനിക്ക് പിശക് പറ്റിയില്ലെങ്കിൽ ഇത് സഹോദരൻ ക്രൈസ് ആകുന്നു. അത് ശരിയാണോ? സഹോദരൻ ക്രൈസ്, ഞാൻ ആ സമർപ്പണ ശുശ്രൂഷയിൽ അവിടെ വന്നു ചേരാൻ പറ്റാഞ്ഞതിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ചിലപ്പോൾ ഒരു വീക്കെൻഡ് മീറ്റിംഗിന് വേണ്ടി ഞാൻ അവിടേക്ക് വരാനിടയുണ്ട്. അത് ബ്ലൂമിംഗ്ടണിൽ വെച്ചാണ്. നിങ്ങൾ സുഖമായിരിക്കുന്നുവോ? കൊള്ളാം. നിങ്ങളിൽ ചിലർ കർത്തൃസേവകരാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളൊരു സേവകനാണോ? അതെ സാറേ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സേവകരായിട്ട് എത്ര പേർ ഈ കെട്ടിടത്തിലുണ്ട്? നിങ്ങളുടെ കൈകളെ ഉയർത്തുന്നതിൽ കൂടി കാണട്ടെ. കൊള്ളാം, അത് നന്നായിരിക്കുന്നു. നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നതിൽ വളരെയധികം ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ദൈവം എല്ലായ്പ്പോഴും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരത്തെ ഇറങ്ങാൻ കഴിയും. ഇന്ന് രാത്രിയിൽ അവരിൽ ചിലർ ജോർജിയയിലേക്കും ടെന്നസിയിലേക്കും ന്യൂയോർക്കിലേക്കും അങ്ങനെ എല്ലായിടത്തേക്കും പോകുന്നു. വളരെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക. നിങ്ങൾക്ക് ഉറക്കം വരികയും വഴിയിലുള്ള പാർപ്പിട സൗകര്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നുമില്ലെങ്കിൽ വഴിയരികിൽ വണ്ടി നിർത്തിയിട്ട് ഉറങ്ങുക. ഞാൻ അതുപോലെയാണ് ചെയ്യുക. വഴിയിൽ നിന്ന് ദൂരെ വണ്ടി നിർത്തിയിട്ട് ഉറങ്ങും. നിങ്ങൾക്ക് ഉറക്കം വരുമ്പോൾ വണ്ടി ഓടിക്കരുത്. അത് ശരിയായ ഒരു കാര്യമല്ല. അത് നിങ്ങളെയല്ല, മറ്റേയാളെയാണ് നിങ്ങൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഓർക്കുക. നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം. മറ്റേയാൾ എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് അയാളെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അതിനെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എപ്പോഴും ഉണർന്നിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിരിക്കണം. ഇന്ന് രാത്രിയിലേക്ക് വായിക്കുന്നതിനായുള്ള വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ പുസ്തകത്തിൽ നിന്നും വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നാം വായിക്കുന്നതും പരാമർശിക്കുന്നതുമായി ചെറിയ വേദഭാഗങ്ങൾ നാം എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്നതിന് ഒരു അടിസ്ഥാനമിടുന്നതിന് വേണ്ടിയാണ്. കൂടാതെ എല്ലായ്പ്പോഴും ഞാൻ ഒരിക്കലും ഒരു പ്രാവശ്യം പോലും എന്റെ എന്നേക്കുമുള്ള ഓർമ്മയിൽ ഈ പ്രസംഗപീഠത്തിലേക്ക് വെറുതെ എന്തെങ്കിലും ഒന്ന് പറയുന്നതിന് വേണ്ടി ഞാൻ ഇതുവരെയും കടന്നു വന്നിട്ടില്ല. ഞാൻ എപ്പോഴും എന്തെങ്കിലും ഒന്ന് ജനങ്ങളെ അത് സഹായിക്കും എന്ന് തോന്നുന്നതുവരെയും ഞാൻ പ്രാർത്ഥനയിലും വായനയിലും ശ്രദ്ധിക്കുന്നതിലും കാത്തിരിക്കുന്നതിലും ശ്രമിക്കുന്നു. എനിക്ക് സഹായിക്കാൻ കഴിയുന്നില്ല എങ്കിൽ എനിക്കിവിടെ നിന്നിട്ട് യാതൊരു ആവശ്യവുമില്ല. അത് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നതിന് വേണ്ടിയാകുന്നു. ഇന്ന് രാത്രിയിൽ ഈ കൂട്ടത്തിന്റെ ഒരു വലിയ ഭാഗം രാവിലെ തൊട്ട് തന്നെ പുറപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. അവരിൽ പലർക്കും അവരുടെ വീടുകളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് അത് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 45 മിനിറ്റ് സംസാരിക്കുന്നതിനായി ഞാൻ ശ്രമിക്കുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് വിശുദ്ധ യോഹന്നാൻ അതിന്റെ 16-ാം അധ്യായത്തെ ആധാരമാക്കിയിരിക്കുന്നു. 16-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം തൊട്ട് നമുക്ക് തുടങ്ങിയിട്ട് 15-ാം വാക്യം വരെ തുടരാം. Nevertheless, I tell you the truth. It is expedient for you that I go away. For if I go not away, the Comforter will not come unto you. But if I depart, I will send him unto you. And when he is come, he will reprove the world of sin, and of righteousness, and of judgment. Of sin, because they believe not on me.
എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായകൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ ഇനിയും വളരെ നിങ്ങളോട് പറയുവാനുണ്ട്. എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിയില്ല. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എന്നെ മഹത്വപ്പെടുത്തും. എനിക്കുള്ളതിൽ നിന്നെടുത്തിട്ട് നിങ്ങൾക്ക് അറിയിച്ചു തരും. പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്. അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്നും എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത്. ഇതിന്റെ 13-ാം വാക്യത്തിൽ പറയുന്നു, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. എന്താകുന്നു സത്യം? അത് വചനമാകുന്നു. അവൻ സ്വയമായി ഒന്നും സംസാരിക്കാതെ താൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. താൻ കേൾക്കുന്നത് അവൻ സംസാരിക്കും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അവൻ തന്നെയായിരിക്കും ഈ കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നത്. എബ്രായർ അതിന്റെ 4-ാം അധ്യായത്തിൽ ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിച്ചറിയുന്നതുമാകുന്നു. താൻ കേൾക്കുന്നത് അവൻ സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യും. എന്താണത് ചെയ്യാൻ പോകുന്നത്? പരിശുദ്ധാത്മാവ് അവൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വരും. അടുത്ത കുറച്ചു നേരത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ വഴികാട്ടി, അതായത് ഒരു വഴികാട്ടി എന്ന ഈ വാക്കിലേക്ക് തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് കാടുകളിൽ കുറച്ചധികം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായി നിങ്ങൾക്കറിയാമല്ലോ. ഒരു വഴികാട്ടി എന്നാൽ ആരോ ഒരുവൻ നിങ്ങളെ ചുറ്റുപാടും കാണിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാൻ പാടില്ലാത്തപ്പോൾ നിങ്ങൾക്ക് ഒരു വഴികാട്ടി ആവശ്യമായിരിക്കുന്നു. ഞാൻ വേട്ടയ്ക്ക് പോകുന്നതിലും കൂടാതെ ലോകം ചുറ്റുന്നതിലും പരിചിതനായിരിക്കെ എനിക്ക് വഴികാട്ടികളെ കണ്ടുമുട്ടാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ സ്വയമേ തന്നെ കൊളറാഡോയിൽ ഒരു വഴികാട്ടിയായിരുന്നു. എനിക്ക് ആ ദേശത്തെ അറിയാവുന്നതിനാലും കൂടാതെ അവിടുത്തെ കൃഷികളും മറ്റും അറിയാവുന്നതുകൊണ്ട് കൊളറാഡോയിൽ ഒരു വഴികാട്ടിയാകാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. ഒരു വഴികാട്ടിക്ക് വഴിയെക്കുറിച്ച് അറിയേണ്ടിയിരിക്കുന്നു. അവൻ എവിടേക്ക് പോകുന്നുവെന്നും എന്താണ് ചെയ്യുന്നതെന്നും വഴിയിൽ നിങ്ങളെ എങ്ങനെ സംരക്ഷിക്കണമെന്നും ഒരു വഴികാട്ടിക്ക് അറിയേണ്ടിയിരിക്കുന്നു. നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടത് അവന് നോക്കേണ്ടിയിരിക്കുന്നു. ഒരു വഴികാട്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാകുന്നു. അവൻ ഒരു വഴികാട്ടിയാണെങ്കിൽ ഒരു സംസ്ഥാനമാണ് അവനെ തെരഞ്ഞെടുക്കുന്നത്. നിങ്ങളൊരു കാട്ടുപ്രദേശത്തേക്ക് പോകാൻ തുടങ്ങുകയും ഒരുപക്ഷെ അങ്ങോട്ട് പോകുന്നതിൽ പരിചയവുമില്ലെങ്കിൽ ഒരു വഴികാട്ടിയെ കൂടാതെ നിങ്ങൾ പോകുന്നത് ശരിയായ കാര്യമല്ല. വ്യക്തമായി പറഞ്ഞാൽ ചില സ്ഥലങ്ങൾ നിങ്ങൾക്കൊരു വഴികാട്ടിയെ കൂടാതെ പോകാൻ കഴിയുകയില്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കാനഡ അതിലൊന്നാണ്. നിങ്ങൾക്ക് വിനോദങ്ങൾക്കും മറ്റുമുള്ള അനുമതിക്ക് വേണ്ടി വഴികാട്ടി ഒപ്പിടേണ്ടിയിരിക്കുന്നു. അദ്ദേഹം സ്വയം തന്നെ ഒപ്പിടുകയും നിങ്ങൾക്ക് വേണ്ടി ഉത്തരവാദിയുമാകുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് അവന്റെ ഉത്തരവാദിത്തമാകുന്നു. അവന് നിങ്ങളെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് തിരികെ വരാനുള്ള വഴി അറിയാൻ വയ്യാത്ത സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ അയക്കരുത് എന്നുള്ളത് അവന് തീർച്ചയാക്കേണ്ടിയിരിക്കുന്നു. അഥവാ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ തന്നെയും ആ ദേശത്തെക്കുറിച്ച് അവൻ അത്രമാത്രം നല്ലവണ്ണം അറിയേണ്ടിയിരിക്കുന്നു. അതിനാൽ ഏത് സമയവും അവന് നിങ്ങളെ തെരഞ്ഞുകൊണ്ടുവരാൻ കഴിയും. ഈ കാര്യങ്ങളെല്ലാം അവൻ അറിയേണ്ടിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം അവനൊരു വഴികാട്ടിയായിരിക്കാൻ കഴിയുകയില്ല. അല്ലെങ്കിൽ ഒരു വഴികാട്ടിയുടെ അനുമതി പത്രം അവന് കിട്ടുകയില്ല. ഈ കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് നേരത്തെ നിർണയിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ വിളിച്ചിട്ട് എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ട് ഇരിപ്പിടങ്ങളും മറ്റും സംവരണം ചെയ്യേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ സ്ഥലമില്ലാതെ ആകയാൽ നിങ്ങളെ കൊണ്ടുപോകാൻ കഴിയാതെയും നിങ്ങൾക്ക് കുറച്ചു സമയത്തേക്ക് വഴി മാറ്റിവെക്കേണ്ടിയും ഈ ഭൂമിയിലുള്ള വഴികാട്ടിയുടെ കാര്യത്തിൽ ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ വഴികാട്ടിയോടുകൂടി നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ടി വരികയില്ല. അവൻ എല്ലായ്പ്പോഴും തയ്യാറായിരിക്കുന്നു, എപ്പോഴും തയ്യാറായിരിക്കുന്നു. ഈ പറഞ്ഞ ഒരുക്കങ്ങളൊന്നും ചെയ്യാതെ നിങ്ങൾ ഇതിനു മുമ്പ് ഒരിക്കലും പോയിട്ടില്ലാത്ത വിജന പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ നിർണയിക്കുകയാണെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടിട്ട് മരിച്ചു പോകും. ഈ വൻകാടുകളിൽ നിന്നും രക്ഷപ്പെട്ട് വെളിയിൽ വരാൻ നിങ്ങൾക്ക് 1% ഭാഗ്യം മാത്രമേ ഉള്ളൂ. അതും അഥവാ അതൊരു ഇടതിങ്ങിയ കാടല്ല എങ്കിൽ നിങ്ങൾക്ക് 1% ഭാഗ്യം രക്ഷപ്പെടാനുണ്ടായിരിക്കാം. എന്നാൽ അതൊരു തിങ്ങി നിറഞ്ഞ കാടാണെങ്കിൽ നിങ്ങൾക്ക് തിരികെ വരാനുള്ള ഒരു അവസരം പോലും ഉണ്ടാകുകയില്ല. അതിന് വേറെ യാതൊരു വഴിയുമില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ സ്വയം മരണത്തിന്റെ പാത കണ്ടെത്തിയിരിക്കുന്നു. അതിനുശേഷം നിങ്ങൾ നശിച്ചു പോകുന്നു.
അവിടെ നിങ്ങൾക്കൊരു വഴികാട്ടിയില്ലെങ്കിൽ, ആ ദേശത്തെക്കുറിച്ചും എങ്ങനെയാണ് തിരികെ എത്തിച്ചേരുന്നത് എന്നും അറിയാവുന്ന ഒരു വഴികാട്ടിയില്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകും. കഴിഞ്ഞ വർഷം ട്യൂസോൺ അരിസോണയിൽ വെച്ചുണ്ടായ വിദ്യാർത്ഥി സേവകരെ കുറിച്ചുള്ള പത്രലേഖനം നിങ്ങളിൽ അധികം പേരും വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. എങ്ങനെയാണ് സ്വയം സംരക്ഷണം എടുക്കേണ്ടിയെന്ന് അവരെ പരിശീലിപ്പിക്കപ്പെട്ടിരുന്നു. എന്നിട്ടും അവർ സ്കൗട്ട്സ് ആയിരുന്നു. അവർ സാധാരണ രീതിയിൽപ്പെട്ട സ്കൗട്ട്സ് അല്ലായിരുന്നു, എന്നാൽ തികച്ചും പരിശീലിപ്പിക്കപ്പെട്ട സ്കൗട്ട്സ് ആയിരുന്നു. അവർ ആ മലകളുടെ മുകളിലേക്ക് ഒരു യാത്ര പുറപ്പെട്ടു. അവിടെ ഒരു ഹിമസംപാതം വരികയും പ്രകൃതിയുടെ അവസ്ഥ മാറുകയും ചെയ്തു. അവർ സ്വയം അവരെ തന്നെ വഴി കാണാതെ കണ്ടെത്തുകയും അവരെല്ലാം നശിക്കുകയും ചെയ്തു. അതെന്തുകൊണ്ടാണെന്നാൽ പതിവായ ഒരു ദിനചര്യയിൽ എന്തോ ഒരു മാറ്റം വന്നു ചേരുകയും എങ്ങനെയാണ് അതിൽ നിന്നും രക്ഷപ്പെടേണ്ടതെന്ന് അവർക്കറിയാൻ വയ്യാതെയും വന്നു. ആ മലയിൽ എത്ര കുട്ടികൾ മരിച്ചുവെന്ന് ഇപ്പോൾ ഞാൻ ഓർക്കുന്നില്ല. അവർക്ക് ഹെലികോപ്റ്ററുകളും പൗരസേനയും നാഷണൽ ഗാർഡ്സും സന്നദ്ധ സേവകരുടെ സഹായങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും എന്നാൽ അവർ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. അവർക്ക് സ്വയം അവരെ തന്നെ സംരക്ഷിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അവരെല്ലാവരും ആ മഞ്ഞിൽ നശിച്ചുപോയി. എന്തുകൊണ്ടെന്നാൽ അവർ കിഴക്കോട്ടാണോ പടിഞ്ഞാറോട്ടാണോ തെക്കോട്ടാണോ വടക്കോട്ടാണോ അല്ലെങ്കിൽ മുകളിലോട്ടാണോ അല്ലെങ്കിൽ താഴോട്ടാണോ എങ്ങനെയാണെന്ന് അവർക്കറിയാൻ പറ്റിയില്ല. എല്ലാം കണ്ടാൽ ഒരുപോലെയുള്ള സ്ഥലം പോലെ തോന്നി. ഒരു വഴികാട്ടിക്കറിയാം അവൻ എവിടെയാണെന്ന്. കാലാവസ്ഥ അവിടെ പരിഗണിക്കുന്നില്ല. അവനത് ചെയ്യുന്നതിന് വേണ്ടി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു. അവനറിയാം അവൻ എന്താണ് ചെയ്യുന്നതെന്ന്. അവൻ എല്ലാ കാര്യങ്ങളുമായി സുപരിചിതമാണ്. അവയെല്ലാം ഏത് രീതിയിൽ കാണപ്പെടുന്നുവെന്നും അവൻ അറിയുന്നു. അതുകൊണ്ട് ഇരുട്ടായിരിക്കുകയും ഒരു പ്രത്യേക വസ്തുവിനെ അവന് തിരിച്ചറിയാൻ കഴിയുകയും ചെയ്യും. ഉദാഹരണമായിട്ട് ഒരു വഴികാട്ടിയുടെ പഴയ സൂത്രം ഇതാ ഞാൻ പറയാം. നിങ്ങൾക്കറിയാമോ, അതായത് നിങ്ങൾ നക്ഷത്രങ്ങളെ നോക്കിയാണെങ്കിൽ നിങ്ങൾ ഏത് വഴിയിലാണ് നടക്കുന്നതെന്ന് ആർക്കും പറയാൻ കഴിയും. നിങ്ങൾ എപ്പോഴും ഒരൊറ്റ യഥാർത്ഥമായ നക്ഷത്രത്തെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഒരേ ഒരൊറ്റ യഥാർത്ഥമായ നക്ഷത്രമേ ഉള്ളൂ. അത് ധ്രുവ നക്ഷത്രമാണ്. നോക്കൂ, ഒരൊറ്റയൊന്ന് മാത്രം. അത് അതേ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. അത് ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ എന്നുള്ളതിനെ പ്രതിനിധാനം ചെയ്യുന്നു. മറ്റുള്ളതെല്ലാം വ്യതിചലിച്ചു പോയെന്നിരിക്കാം, എന്നാൽ അവൻ അതുപോലെ തന്നെ നിലകൊള്ളുന്നു. സഭകൾ നിങ്ങളെ ഈ വഴിക്ക് മാറ്റി വലിച്ചെന്നിരിക്കാം, അല്ലെങ്കിൽ ചിലർ നിങ്ങളെ ആ വഴിക്ക് മാറ്റി വലിച്ചെന്നിരിക്കാം, എന്നാൽ അവൻ അങ്ങനെ ചെയ്യുന്നില്ല. അവൻ എപ്പോഴും അനന്യൻ തന്നെ. ഇപ്പോൾ നിങ്ങൾക്ക് ധ്രുവനക്ഷത്രത്തെ കാണാൻ കഴിയാതെയും അത് മേഘാവൃതവുമാണെങ്കിൽ അതിനുശേഷം അത് പകൽ സമയമായിരുന്നാൽ തന്നെയും നിങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ മരങ്ങളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മരങ്ങളിൽ എപ്പോഴും പായൽ പിടിക്കുന്നത് മരത്തിന്റെ വടക്ക് ഭാഗത്തായിട്ടാണ്. കാരണം മരത്തിന്റെ തെക്ക് ഭാഗത്ത് വടക്ക് ഭാഗത്തേലും അധികം സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്. എന്നാൽ ഇരുട്ടാകുകയും നിങ്ങൾക്ക് പായൽ കാണാൻ പറ്റാതെയുമാകുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ കണ്ണടയ്ക്കുകയും ഒന്നും ചിന്തിക്കാതെയും ഇരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ അടച്ചിട്ട് ഒരു വഴുവഴുപ്പുള്ള മരത്തൊലിയോട് കൂടിയ വൃക്ഷത്തിന് ചുറ്റും നിങ്ങളുടെ കൈകളുടെ വിരലുകളെ തമ്മിൽ കൂട്ടിമുട്ടുന്നതുവരെ ഇതുപോലെ കൊണ്ടുവന്നിട്ട് വളരെ പതിയെ ആ മരത്തിന് ചുറ്റും ഓടിച്ചു കൊണ്ടുവരിക. മരത്തൊലി വളരെ തിങ്ങിയായിട്ടുള്ള സ്ഥാനത്തെത്തുമ്പോൾ ഇളക്കുക. അത് വടക്ക് ഭാഗമായിരിക്കും. കാറ്റടിക്കുന്നതിൽ കൂടെയും മറ്റും നിങ്ങൾക്ക് തെക്കോട്ടാണോ അല്ലെങ്കിൽ വടക്കോട്ടാണോ പോകുന്നതെന്ന് പറയാൻ കഴിയും. അങ്ങനെ വളരെ ധാരാളം കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു വഴികാട്ടിക്ക് അറിയേണ്ടിയിരിക്കുന്നു. വെറും സാധാരണപ്പെട്ട ഒരു വ്യക്തി അവിടെ വന്നിട്ട് പറയും, ഞാനിതിൽ യാതൊരു വ്യത്യാസവും കാണുന്നില്ല എന്ന്. നോക്കൂ, വഴികാട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പരിശീലിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഈ കുട്ടികളെല്ലാം വളരെ നല്ല സ്കൗട്ട്സ് ആയിരുന്നു. അവർക്ക് കുരുക്ക് കെട്ടിടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നിരിക്കാം, കല്ലുകൊണ്ട് തീയുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ വെളിയിൽ കടന്നു വരേണ്ടിയ വഴി അറിഞ്ഞിരിക്കുക, അതാണ് ആശയം. അവർക്ക് വെളിയിൽ കടന്നു വരാനുള്ള വഴി അറിയില്ലായിരുന്നു. ആ കാരണത്താൽ അവരെല്ലാം നശിച്ചുപോയി. എന്തുകൊണ്ടെന്നാൽ അവർ ഒരു വഴിയാട്ടി അവരുടെ കൂടെ കൊണ്ടുപോയില്ല. 2 വർഷങ്ങൾക്ക് മുമ്പ് കൊളറാഡോയിൽ ഒരു നിർവിചാരിയായ പിതാവ് ഏകദേശം 6-7 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചുകുട്ടിയുമായി മലമുകളിലേക്ക് പോവുകയായിരുന്നു. ആദ്യമായിട്ട് മാനിനെ വേട്ടയാടുന്നതിന് വേണ്ടി ഈ കുട്ടിയെ കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ അവർ ആ മലയുടെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി തന്റെ ഡാഡിയോട് പറഞ്ഞു, ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു, എന്റെ പുറത്ത് കയറിക്കോ, നാം ഇതുവരെയും അത്രയും മുകളിലായിട്ടില്ല, മാനുകൾ ഇതിലും ഉയരത്തിലാണ്. അങ്ങനെ ആ മനുഷ്യൻ പോയിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം ഒരു നാഗരിക മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് എങ്ങനെയാണോ വേട്ട ചെയ്യേണ്ടിയെന്നോ അല്ലെങ്കിൽ എവിടെയാണോ പോകേണ്ടതെന്നോ അറിയില്ലായിരുന്നു. ഏതൊരു മനുഷ്യനും എന്തെങ്കിലും ഈ കാടുകളെ കുറിച്ച് അറിയാമെങ്കിൽ, അതായത് അവർക്കറിയാം മാനുകൾ എത്രയും അധികം ഉയരത്തിൽ താമസിക്കാറില്ല. അവ മുകളിലേക്ക് പോകാറില്ല. ആടുകൾ മുകളിലേക്ക് പോകാറുണ്ട്, എന്നാൽ മാനുകൾ മുകളിലേക്ക് പോകാറില്ല. അവയ്ക്ക് താഴെ എന്തെങ്കിലും അവയ്ക്ക് തിന്നാനോ മേയ്ക്കാനോ ഉള്ളിടത്തേക്ക് മാത്രമേ അവ പോവുകയുള്ളൂ. എന്നാൽ ഈ മനുഷ്യൻ വിചാരിച്ചു, എവിടെയെങ്കിലും ആ മുകളിലുള്ള പാറയിലെങ്ങാനും ചെന്ന് പറ്റാൻ കഴിഞ്ഞാൽ എനിക്കൊരു വലിയ ആൺമാനിനെ കണ്ടെത്താൻ പറ്റും. അദ്ദേഹം അങ്ങനെ ഒരു പടം, അതായത് ഒരു പാറയുടെ മേൽ ആൺമാനുകൾ നിൽക്കുന്നത് കണ്ടിരുന്നു. പുള്ളി വിചാരിച്ചു അതുകൊണ്ട് അവിടെയായിരിക്കും ഇവയെ കിട്ടുന്നതെന്ന്. ഈ വക മാസികളിൽ കാണുന്നത് എന്താണ് വായിക്കുന്നതെന്നതിന് ശ്രദ്ധ കൊടുക്കരുത്. നിങ്ങൾക്കൊരു പേടിപ്പിക്കുന്ന സ്വപ്നമുണ്ടായിരിക്കാം. ഒരു കാര്യം മാത്രമേ ഇവിടെ ചെയ്യേണ്ടിയിരിക്കുന്നുള്ളൂ. നിങ്ങൾ എവിടെയാണെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ ഒരു വഴികാട്ടി അവിടെ കൂടെ എടുക്കുക.
അങ്ങനെ ആ പിതാവ് പെട്ടെന്നായിരുന്നു അവിടെ മലയുടെ മുകളിൽ ഒരു മഴ വന്നത്, പെട്ടെന്നുള്ളതായ ഒരു മഴ വന്നത്. അങ്ങനെ ഈ മനുഷ്യൻ വളരെ താമസിച്ചിരുട്ടുന്നത് വരെ വേട്ട ചെയ്യുകയും തിരികെ പോകാനുള്ള വഴി കണ്ടുപിടിക്കാൻ കഴിയാതെ വന്നു. അങ്ങനെ മലയുടെ മുകളിൽ കാറ്റടിക്കാൻ തുടങ്ങുകയും അദ്ദേഹം സ്വയം എളുപ്പത്തിൽ നീങ്ങാനും തുടങ്ങി. നിങ്ങൾ അതിൽ പിടിക്കപ്പെട്ടാൽ എങ്ങനെയാണ് അതിനെ അതിജീവിക്കേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് അതിജീവിക്കേണ്ടതെന്ന് അറിഞ്ഞിരിക്കേണ്ടത് വേറൊരു കാര്യമാണ്. ഞാൻ മരത്തിന്മേൽ ചാടിക്കയറുകയും അതിൽ നിന്ന് നിരങ്ങിയിറങ്ങുകയും വീണ്ടും ചാടിക്കയറുകയും നിരങ്ങിയിറങ്ങുകയും അതുപോലെ മുകളിലോട്ടും താഴോട്ടും ജീവനെ നിലനിർത്തുന്നതിനായി ചെയ്തിട്ടുണ്ട്. ഓരോ വശത്തും 4 അടി ഉയരത്തിൽ മഞ്ഞായിരിക്കുമ്പോൾ മരക്കം ഒടിച്ചെടുത്തിട്ട് അത് താഴെ വിരിച്ചിടും. അത്രമാത്രം വിശപ്പ് കൊണ്ട് അതിൽ നിൽക്കാൻ പോലും കഴിയുകയില്ല. ഈ പഴയ മരക്കമ്പുകളെ ഒടിച്ചെടുത്തിട്ട് അതിൽ തീ കത്തിച്ചിട്ട് അതിന് താഴെയുള്ള മഞ്ഞിനെ ഉരുക്കിക്കളയും. അതിനുശേഷം രാവിലെ 1 മണിക്കോ അല്ലെങ്കിൽ 2 മണിക്കോ ഈ കമ്പുകളെ മാറ്റിയിട്ട് ആ ചൂടുള്ള സ്ഥലത്ത് ജീവനെ നിലനിർത്തുന്നതിനായിട്ട് കിടക്കും. എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഈ മനുഷ്യൻ എന്താണ് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ലായിരുന്നു. അദ്ദേഹത്തെ നയിക്കുന്നതിനായിട്ട് കൂടെ ആരും ഉണ്ടായിരുന്നില്ല. തന്റെ സ്വന്തം കുട്ടി അത് തണുത്ത് മരിക്കുന്നതുവരെയും തന്റെ മാറോട് ചേർത്ത് പിടിച്ചിരുന്നു. ബുദ്ധിയില്ലായ്മയായിരുന്നു അത്. അദ്ദേഹം തന്റെ കൂടെ ഒരു വഴികാട്ടി എടുത്തിരുന്നെങ്കിൽ അവൻ എന്ത് തന്നെ സമയമായിരുന്നാലും അതൊന്നും പരിഗണിക്കാതെ ആ മലയുടെ മുകളിൽ നിന്നും അദ്ദേഹത്തെ താഴെ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നേനെ. എന്നാൽ ഇരുട്ടാകുന്നതുവരെയും അദ്ദേഹം കാത്തിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് തന്റെ വഴി കാണാൻ കഴിയാതെ വന്നു. ഇന്നത്തെ ക്രിസ്ത്യാനികൾക്കുള്ള കുഴപ്പം അതാണ്. അവർ ഇരുട്ടായി കഴിയുന്നതുവരെയും കാത്തിരിക്കുകയും അതിനുശേഷം ഒരു വഴികാട്ടിയില്ലാതെ ഒറ്റപ്പെട്ട അവസ്ഥയിൽപ്പെടുകയും ചെയ്യുന്നു. ഒരു വഴികാട്ടി. നിങ്ങൾ എപ്പോഴെങ്കിലും കാണാതെ പോയ ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്കാർക്കെങ്കിലും എപ്പോഴെങ്കിലും കാണാതെ പോയ ഒരു വ്യക്തിയെ തിരികെ കൊണ്ടുവരാനുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥയാണത്. ഒരു മനുഷ്യൻ വഴിതെറ്റി കഴിയുമ്പോൾ താൻ എന്താണ് ചെയ്യുന്നതെന്നറിയാതെ പരിഭ്രാന്തനായി പോകുന്നു. കാട്ടിൽ നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യനെ ഞങ്ങൾ പിടിച്ചു. അവനൊരു ഇടയനായിരുന്നു. എന്നാൽ അവൻ തെറ്റായ സ്ഥാനത്തെത്തിയിട്ട് വഴിതെറ്റിപ്പോവുകയും ചുറ്റിക്കറങ്ങുകയുമായിരുന്നു. എന്നാൽ 3 ദിവസത്തിന് ശേഷം അവനെ കിട്ടിയപ്പോൾ അവനൊരു കാട്ടുമനുഷ്യനെ പോലെ തനിക്ക് കഴിയാവുന്നതിലും ഒച്ചത്തിൽ ഒരു കാട്ടുമനുഷ്യനെ പോലെ ഒച്ച വെച്ചുകൊണ്ട് ഓടുകയായിരുന്നു. അവന്റെ അധരങ്ങൾ കടിക്കപ്പെട്ടിരുന്നു. അവൻ അവന്റെ തോക്കെടുത്തിട്ട് വലിച്ചെറിഞ്ഞു കളഞ്ഞു. അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അവന് തന്നെ അറിയില്ലായിരുന്നു. അവന്റെ സ്വന്തം സഹോദരൻ അവനെ പിടിച്ചിട്ട് കെട്ടിയിടേണ്ടി വന്നു. അവന്റെ സ്വന്തം സഹോദരൻ അവന്റെ അടുക്കൽ ചെന്നപ്പോൾ അവനൊരു മൃഗത്തെ പോലെ പൊരുതുകയും അവനെ കടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അവൻ എവിടെയാണെന്ന് പോലും അവൻ അറിയില്ലായിരുന്നു. എന്തുകൊണ്ടാണത്? അവന് വഴിതെറ്റിയിരിക്കുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ വഴിതെറ്റി കഴിയുമ്പോൾ അവൻ ഒരു സംഭ്രമിക്കപ്പെട്ട അവസ്ഥയിലാകുന്നു. അവൻ അങ്ങനെ ഒരു സ്ഥിതിയിലാണെന്ന് അവൻ അറിയില്ല. എന്തുകൊണ്ടെന്നാൽ അവന്റെ വഴിതെറ്റിയിരിക്കുന്നതായി ഈ അവസ്ഥ അവനിൽ വേവലാതി ഉണ്ടാക്കുകയും അവൻ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ അവൻ പ്രവർത്തിക്കുന്നതെന്നോ അവൻ അറിയില്ല. ഇതുപോലെയാണ് ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്നും വഴിതെറ്റി കഴിയുമ്പോൾ അവൻ സാധാരണ ചെയ്യാത്ത കാര്യങ്ങളെ അവൻ ചെയ്യാൻ തുടങ്ങും. ഒരു മനുഷ്യൻ ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള കാര്യങ്ങളെ അവൻ ചെയ്യും. ദൈവത്തിൽ നിന്നും വഴിതെറ്റിയ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും വഴിതെറ്റിയ ഒരു സഭയോ, ദൈവത്തിൽ നിന്നും തെറ്റിപ്പോയ ഒരു സഭ, ദൈവത്തിന്റെ ബൈബിളിലെ പ്രമാണത്തിൽ നിന്നും തെറ്റിപ്പോയ ഒരു സഭ ചിലപ്പോൾ ദൈവത്തിന്റെ ജീവനുള്ള സഭയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളെ ചെയ്യും. അവർ ബങ്കോ കളിക്കുന്നതിൽ കൂടെയും ഭാഗ്യക്കുറിയിൽ കൂടെയും ചൂതുകളിയിൽ കൂടെയും അങ്ങനെ അവർക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ രീതിയിൽ കൂടെയും അവർ പൈസ ഉണ്ടാക്കും. അങ്ങനെ എന്ത് വേണമെങ്കിലും പഠിപ്പിക്കുകയും എന്തെങ്കിലും കിട്ടുന്നതിന് വേണ്ടി അവരുടെ പള്ളിയിലെ വലിയ കാശ് കൊടുക്കുന്നവരുടെ പുറകിൽ തടവുകയും അങ്ങനെ വലുതും ചെയ്യും. 4-5 വട്ടം വിവാഹിതരായവരെ അവരുടെ ആവശ്യങ്ങളെ നിറവേറുന്നതിനായി ഭരണസമിതിയിൽ ചുമതലക്കാരായിടും. നിങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറുന്നതിന് വേണ്ടി ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അത് ദൈവത്തോടുള്ള നിങ്ങളുടെ ചുമതല നിർവഹിക്കുന്നതിൽ കൂടെയാണ്. എഴുന്നേറ്റിട്ട് സത്യത്തെ തുറന്നു പറയുക. വഴിതെറ്റിയിരിക്കുന്നു. വഴിതെറ്റിപ്പോയ ഒരു മനുഷ്യൻ സംഭ്രമാവസ്ഥയിലായിരിക്കുന്നു. അവനൊരു ഭ്രാന്തനാകുന്നു. ഒരു വഴികാട്ടിക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്നും എന്താണ് ചെയ്യേണ്ടതെന്നുമുള്ള അറിവുണ്ട്. ദൈവം എല്ലായ്പ്പോഴും തന്റെ ജനങ്ങൾക്കായി ഒരു വഴികാട്ടി അയച്ചിട്ടുണ്ട്. ദൈവം ഒരിക്കലും അതിൽ തെറ്റിയിട്ടില്ല. അവനൊരു വഴികാട്ടിയെ വിടുന്നു. എന്നാൽ നിങ്ങൾക്ക് ആ വഴികാട്ടിയെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്കതിനെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അവൻ പറയുന്നതായ വഴിയിൽ കൂടി നിങ്ങൾക്ക് പോകേണ്ടിയിരിക്കുന്നു. നിങ്ങളൊരു കാട്ടിലെത്തുകയും നിങ്ങളുടെ വഴികാട്ടി പറയുകയാണ്, നമുക്ക് ഈ വഴിയിൽ പോകാം. എന്നിട്ട് നിങ്ങൾ വേറൊരു വഴിയിൽ കൂടി പോകാൻ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ വഴിതെറ്റിപ്പോകാനിടയും. നമ്മെ വഴികാട്ടുന്നതിനായി ദൈവം ഒരു വഴികാട്ടി അയച്ചിരിക്കുന്നു. നമുക്ക് ആ വഴികാട്ടിയെ പിന്തുടരേണ്ടിയിരിക്കുന്നു. നാം എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതൊരു കാര്യമല്ല. അത് കണ്ടാൽ എത്ര ഉചിതമായാലും അല്ലെങ്കിൽ പരിഹാസ്യമായാലും അതിനെ വിഭജിക്കുവാൻ നാം അധീനപ്പെട്ടവരല്ല. അത് വഴികാട്ടി ഒന്ന് മാത്രമാകുന്നു. ദൈവം പഴയ നിയമത്തിൽ പ്രവാചകന്മാരെ വിട്ടിരുന്നു. അവർ വഴികാട്ടികളായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ വചന പ്രവാചകന്റെ അടുക്കലെത്തുന്നു. അവർ വഴികാട്ടികളായിരുന്നു. അവർ ജനങ്ങൾക്ക് നിർദ്ദേശങ്ങളെ കൊടുക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ യെശയ്യാവിനെയും ഉസിയാവിനെയും പോലെ നാം കണ്ടിരുന്നു.
അവർ നിർദ്ദേശിക്കപ്പെട്ടവരും അവർ ജനങ്ങൾക്ക് നിർദ്ദേശങ്ങളെ കൊടുത്തിട്ട് അവരെ നയിച്ചിരുന്നു. ഇപ്പോൾ ദൈവം എല്ലായ്പ്പോഴും തന്റെ വഴികാട്ടികളെ അയച്ചിരുന്നു. ഒരു വഴികാട്ടിയില്ലാതെ ഒരിക്കലും അവനായിട്ടില്ല. ഇന്ന് വരെയുള്ള എല്ലാ കാലഘട്ടങ്ങളിലും ദൈവത്തിന് ഈ ഭൂമിയിൽ തന്നെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് എല്ലാ കാലഘട്ടങ്ങളിലും ആരോ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അവർ വഴികാട്ടിയെ വിട്ടുകളയുന്നു, ഉത്തരമിട്ടിരിക്കുന്നു എന്ന് നാം അതിനെ വിളിക്കുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ പരീശന്മാരെ കുരുടന്മാരായ വഴികാട്ടികളെ എന്ന് വിളിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കുരുടന്മാരായ വഴികാട്ടികൾ ആത്മീക കാര്യങ്ങളോട് അന്ധരായിരിക്കുന്നു. നോക്കൂ, അവർ വഴികാട്ടികളാകേണ്ടിയിരിക്കുന്നു, ജനങ്ങളെ രക്ഷയിലേക്ക് വഴി നടത്തേണ്ടിയ വഴികാട്ടികളായിരിക്കുന്നു. എന്നാൽ യേശു പറഞ്ഞു, നിങ്ങൾ കുരുടന്മാരാകുന്നു. കൂടാതെ അവൻ പറഞ്ഞു, അവരെ വിടുവിൻ, അവർ കുരുടന്മാരായ വഴികാട്ടികളത്രേ. കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴുകയില്ലയോ? ഓ, ഈ കുരുടന്മാരായ വഴികാട്ടികളാൽ, ഈ കുരുടന്മാരായ വഴികാട്ടികളാൽ ഈ ലോകം എത്രമാത്രം ദുഷിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളെ നിങ്ങളുടെ സ്വന്തം അറിവിൽ ആശ്രയിപ്പിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ നിങ്ങളുടെ സ്വന്തമായ അറിവിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായ വിചാരങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യനിർമ്മിതമായ വിചാരങ്ങളിലോ ആശ്രയിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ഒരു വഴികാട്ടി അയക്കുകയും അത് ദൈവത്തിന്റെ നിയമിക്കപ്പെട്ട വഴികാട്ടിയുമാകുന്നു. അങ്ങനെ നിങ്ങൾ ഓർത്തിരിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ഇവിടെ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് തരും. ഈ കാര്യസ്ഥൻ അവൻ വരുമ്പോൾ നിങ്ങളെ എല്ലാ സത്യത്തിലേക്കും വഴി നടത്തും. ദൈവത്തിന്റെ വചനമാകുന്നു സത്യം. വചനം ക്രിസ്തുവാകുന്നു. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. അവൻ വചനമാകുന്നു. ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ജഡമായിട്ട് നമ്മുടെ ഇടയിൽ വസിച്ചു. അങ്ങനെ പരിശുദ്ധാത്മാവെന്ന ആ വാസ്തവത്തിൽ സത്യമായ ആ വഴികാട്ടിയെ നാം പിന്തുടരുകയാണെങ്കിൽ അവന് നമ്മോട് അവൻ കണ്ടിരിക്കുന്നതെല്ലാം പറയേണ്ടിയിരിക്കുന്നു. അവൻ കേട്ടിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ കാര്യങ്ങളെ കാണിക്കേണ്ടതായും ഇരിക്കുന്നു. ആമേൻ. അവിടെയാണ് നിങ്ങൾ. വരാനുള്ള കാര്യങ്ങളെ അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇന്നത്തെ സഭകൾ അവനെ ത്യജിച്ചു കളയുമ്പോൾ നമുക്ക് എങ്ങനെ സ്വർഗത്തിൽ പോകുന്ന കാര്യം പ്രതീക്ഷിക്കാൻ കഴിയും? പരിശുദ്ധാത്മാവ് ഒരു വഴികാട്ടിയായിട്ട് നമുക്ക് വേണ്ടി അയച്ചപ്പോൾ, പരിശുദ്ധാത്മാവ് ഒരു വഴികാട്ടിയായി നമ്മെ വഴി നടത്താൻ തന്നിരിക്കുമ്പോൾ, നാം ചില കർദിനാളിനെയും ചില ബിഷപ്പിനെയും ചില പൊതുവെയുള്ള അധ്യക്ഷരെയും അല്ലെങ്കിൽ അതുപോലെ ആരെങ്കിലും നമ്മെ നയിക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവ് എപ്പോഴും വചനത്തിൽ നിന്ന് സംസാരിക്കുന്നു. എനിക്ക് വളരെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾക്കിപ്പോഴത് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ അവൻ വരുമ്പോൾ അവൻ നിങ്ങളെ അതിലേക്ക് വഴി നടത്തും. ആ കാരണത്താലാണ് മുദ്രകൾ വരുന്നത്. ഏഴാമത്തെ മുദ്ര നിവൃത്തിയാകുമ്പോൾ ദൈവത്തിന്റെ മർമ്മം നിവൃത്തിയാകും. ദൈവം ആരാകുന്നുവെന്നറിയാനും അവൻ എന്താകുന്നുവെന്നും എങ്ങനെ അവൻ ജീവിക്കുന്നുവെന്നും അവന്റെ പ്രകൃതവും അവന്റെ അസ്തിത്വവും എല്ലാം അറിയും. ആ സമയമാകുമ്പോഴേക്കും നിങ്ങൾ ഇവിടെ എത്തേണ്ടിയിരിക്കുന്നു. നോക്കൂ, നമ്മെ പൂർണ്ണ വളർച്ചയെത്തിയ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമാക്കി കൊണ്ടുവരുന്നു. ഒരു സഭ, അത് ക്രിസ്തുവിന്റെ രക്തത്തിൽ കഴുകപ്പെട്ടതാകുന്നു. അത് കാശ് കൊടുത്ത് വാങ്ങിയതല്ല. യേശു ക്രിസ്തുവിന്റെ രക്തം അതിന്റെ വിലയെ കൊടുത്തിരിക്കുന്നു. ഒരു വഴികാട്ടി, അത് ദൈവത്തിന്റെ നിയമിക്കപ്പെട്ട വഴികാട്ടിയാകുന്നു. ഇപ്പോൾ നാം ഒരു കാട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയും എവിടെയോ നമ്മുടെ വഴിയോടടുക്കുകയും ചെയ്യുന്നു. ഒരു വഴികാട്ടിയെ കൂടാതെ നമുക്ക് എത്തിച്ചേരാൻ പറ്റുകയില്ല. വേറൊരു വഴികാട്ടി അതിന് പകരമായി ആരെങ്കിലും ശ്രമിക്കാൻ ധൈര്യപ്പെടട്ടെ. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവൻ നിങ്ങളെ ആ നിരയിൽ നിന്നും എടുത്തു കളയും. ഈ വഴികാട്ടിക്ക് ആ വഴി അറിയാം. ആ വഴിയുടെ ഓരോ ഇഞ്ചും അവനറിയാം. നിങ്ങളുടെ ഹൃദയങ്ങളുടെ എല്ലാ വിചാരങ്ങളും അവനറിയാം. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും അവനറിയാം. നിങ്ങൾ ആരാണെന്നും എന്താണ് ചെയ്തിരിക്കുന്നതെന്നും നിങ്ങളെക്കുറിച്ചെല്ലാം അവനറിയാം. അവൻ ദൈവത്തിന്റെ വഴികാട്ടിയായ പരിശുദ്ധാത്മാവാകുന്നു. അവൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളെ വെളിപ്പെടുത്തും. അവൻ കേട്ട കാര്യങ്ങളെ നിങ്ങളോട് പറയും. നിങ്ങൾ പറഞ്ഞതായ നിങ്ങളുടെ വാക്കുകളെ തിരിച്ചു പറയാൻ കഴിയും. ആമേൻ. അത് നിങ്ങൾ എന്തായിരുന്നെന്നും നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്നും നിങ്ങൾ എവിടെ പോകുന്നുവെന്നും പറയും. ഒരു വഴികാട്ടി ഒരു ശരിയായിട്ടുള്ള വഴികാട്ടിയാകുന്നു. അവൻ നിങ്ങളെ എല്ലാ സത്യത്തിലേക്കും വഴി നടത്തും. അവന്റെ വചനം സത്യമാകുന്നു. എന്തെങ്കിലും മനുഷ്യനിർമ്മിതമായ മതസംഹിതയോടുകൂടി ആമേൻ പറയുവാൻ പരിശുദ്ധാത്മാവ് ഒരിക്കലും നിങ്ങളെ ഇടയാക്കുകയില്ല. അത് ദൈവത്തിന്റെ വചനത്തെ മാത്രമേ ആമേൻ കൊണ്ട് ഊന്നിപ്പറയുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ അത് അങ്ങനെയാകുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏതെങ്കിലും വേറൊരു വഴിക്ക് നയിക്കുകയില്ല. ഇതൊരു വിചിത്രപരമായ കാര്യമാകുന്നു. അതായത് നാം എല്ലാവരും, നമ്മുടെ ഈ വലിയ സ്ഥാപിത സഭാ സംഘടനകളും മറ്റെല്ലാം, നമ്മിൽ ഓരോരുത്തരും നാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നുവെന്ന് അവകാശപ്പെടുന്നു. അതിലെല്ലാം കൂടി നോക്കിയാൽ പകലും രാത്രിയും പോലത്തെ വ്യത്യാസങ്ങൾ നമുക്കുണ്ട്. എന്നാൽ പൗലോസ്
എന്ന ആ പരീശൻ അനനിയാസ് അവനെ സ്നാനപ്പെടുത്തിയിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ അവൻ 3 വർഷക്കാലത്തോളം അറേബ്യയിൽ പോയി പഠിച്ചിട്ട് 14 വർഷങ്ങളോളം എന്തിനെങ്കിലും വേണ്ടി ഒരിക്കലും ഒരു സഭയുമായിട്ട് അവൻ കൂടിയാലോചന നടത്തിയില്ല. അവൻ യെരുശലേമിലുള്ള സഭയുടെ തലവനായ പത്രോസിനെ കണ്ടുമുട്ടിയപ്പോൾ അവർ രണ്ടുപേരും ഉപദേശങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു. എന്തുകൊണ്ടാണത്? അതേ പരിശുദ്ധാത്മാവാകുന്നു. അവിടെ പത്രോസ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയിരുന്നു. പൗലോസും അതുപോലെ തന്നെ ആരും തന്നോട് പറയാതെ ചെയ്തിരുന്നു. അവിടെ പത്രോസ് പരിശുദ്ധാത്മ സ്നാനവും ശുദ്ധീകരണവും മറ്റു പലതും പഠിപ്പിച്ചിരുന്നു. പൗലോസും അത് തന്നെ ഓരോ സഭകളോടും കൂടിയാലോചന നടത്താതെ ചെയ്തിരുന്നു. എന്തുകൊണ്ടെന്നാൽ അതൊരേ വഴികാട്ടി തന്നെയായിരുന്നു. ഈ സത്യങ്ങളെ ജനങ്ങളിൽ നിന്ന് നിരസിക്കുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കാൻ പറ്റും? സഭ എങ്ങനെ ക്രമപ്പെടുത്തണമെന്നുള്ളതിനെ കുറിച്ച് എന്ത് പത്രോസ് പഠിപ്പിച്ചുകൊണ്ടിരുന്നുവോ പൗലോസും അതേ ഉപദേശം തന്നെയായിരുന്നു കൊടുത്തിരുന്നത്. എന്തുകൊണ്ടെന്നാൽ അവരുടെ വഴികാട്ടി ഒരേയാളായിരുന്നു. ഒരു വഴികാട്ടി ഒരാളെ ഈ വഴിക്കും വേറൊരാളെ വേറൊരു വഴിക്കും, ഒരാളെ കിഴക്കോട്ടും ഒരാളെ പടിഞ്ഞാറോട്ടും അയക്കുകയില്ല. അവൻ നിങ്ങളെ ഒരുമിച്ച് കാത്തു സൂക്ഷിക്കും. നാം ഒത്തൊരുമയിലായിരിക്കാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുകയാണെങ്കിൽ നാം ഒന്നായിരിക്കും. നമ്മെ തെറ്റായ വഴിയിലേക്ക് വലിക്കുന്ന സാത്താനെ നാം അനുവദിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മെ എല്ലാ സത്യത്തിലേക്കും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവെന്ന ദൈവത്തിന്റെ വഴികാട്ടിയായ ഒരേ ആത്മാവിനാൽ ഒരേ ഹൃദയത്തോടും ഒരു മനസ്സോടും ഒത്തൊരുമയോടും കൂടിയവരായിരിക്കാൻ നമുക്ക് പറ്റും. എന്നാൽ അതിനുവേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ വഴികാട്ടിയെ പിന്തുടരേണ്ടിയിരിക്കുന്നു. അതെ സാർ, നിക്കോദിമസിനെ ശ്രദ്ധിക്കൂ. അവൻ ബുദ്ധിയുള്ളവനായിരുന്നിട്ടും അവനൊരു വഴികാട്ടി ആവശ്യമായിരുന്നു. അവൻ ഏകദേശം 80 വയസ്സോളം പ്രായമേറിയ ഒരു ഉപദേഷ്ടാവായിരുന്നു. അവൻ പരീശന്മാരിൽ ഒരുവനും അല്ലെങ്കിൽ സാൻഹെഡ്രിൻ കോർട്സിന്റെയോ ഭരണസമിതിയുടെയോ പുരോഹിത സമാജത്തിലെയോ ഒരുവനായിരുന്നു. അവൻ അവരുടെ ഒരു മഹാൻ വ്യക്തിയും ഇസ്രായേലിൽ ഒരു ഉപദേഷ്ടാവും അതിലൊരു ഗുരുവുമായിരുന്നു. ഒരു ഉപദേഷ്ടാവായ ഗുരു, അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അവന് വ്യവസ്ഥയെക്കുറിച്ച് അറിയാമായിരുന്നു. എന്നാൽ വീണ്ടും ജനിക്കതിന്റെ ആവശ്യം വന്നപ്പോൾ അവനൊരു വഴികാട്ടി ആവശ്യമായിരുന്നു. അവൻ അതിനുവേണ്ടി വിശക്കുകയായിരുന്നു. അവിടെ എന്തോ ചിലത് വ്യത്യസ്തമായിരിക്കുന്നു എന്ന് അവൻ അറിഞ്ഞിരുന്നു. ആ രാത്രിയിൽ ക്രിസ്തുവിനോട് കൂടി ഉണ്ടായ അവന്റെ ആശയപ്രകടന രീതി അതിനെ വെളിത്തെളിയിക്കുന്നു. അവന്റെ കൂടെയുള്ള മറ്റുള്ളവരുടെയും മനോഭാവം ഇതിനെ തെളിയിക്കുന്നു. എന്നാൽ അവരിലാർക്കും അവനിൽ ഉണ്ടായിരുന്നത്രയും ധീരതയില്ലായിരുന്നു. അവൻ ചെയ്തതുപോലെ ചെയ്യാൻ അവരിലാർക്കും കടന്നു വരാൻ കഴിഞ്ഞിരുന്നില്ല. നിങ്ങൾക്കറിയാമോ, ജനങ്ങൾ നിക്കോദിമോസിനെ അവൻ രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ കടന്നു വന്നതിനെ കുറ്റം വിധിക്കാറുണ്ട്. അവനവിടെ എത്തിച്ചേർന്നു. എന്നാൽ എനിക്കറിയാം, ചില ആളുകൾ രാത്രിയിലും അല്ലെങ്കിൽ പകലായാലും അവർ എഴുന്നേൽക്കുക പോലും ചെയ്യില്ല. എന്നാൽ അവൻ അവിടെ എത്തിച്ചേർന്നു, കാരണം അവനൊരു വഴികാട്ടി ആവശ്യമായിരുന്നു. അവൻ പറഞ്ഞു, റബ്ബി, ഞങ്ങൾ ന്യായാധിപ സംഘത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവ് വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. അവനതെങ്ങനെ അറിയാം? അവൻ നീതീകരിക്കപ്പെട്ടിരുന്നു. ഈ പുതിയ ജന്മത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. അവൻ നേരെ ശരിയായിട്ടുള്ള ഒരുവന്റെ അടുക്കൽ തന്നെ പോയി. എന്തുകൊണ്ടെന്നാൽ യേശുവിനെ അവന്റെ വഴികാട്ടിയായി ദൈവം തെളിയിച്ചിട്ട് കാണിച്ചിരുന്നു. അവൻ പറഞ്ഞത് എന്താണെന്ന് ശ്രദ്ധിക്കൂ. റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവെ വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഇടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. ജീവനുള്ള ഒരു ദൈവം അവന്റെ ഉള്ളിലായിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവായിരുന്നു അത്. അവൻ എന്താണ് സാക്ഷ്യപ്പെടുത്തിയത്? ഞാനല്ല ഈ പ്രവൃത്തികളൊക്കെയും ചെയ്യുന്നത്, എന്റെ ഉള്ളിൽ വസിക്കുന്ന എന്റെ പിതാവാണ് ഇതൊക്കെയും ചെയ്യുന്നത്. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും ഔവണ്ണം തന്നെ ചെയ്യുന്നു. എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. വേറൊരു രീതിയിൽ പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവം അവനെ കാണിച്ചിരുന്നു. അവൻ പോയിട്ട് അതിനെ അതുപോലെ പ്രവർത്തിക്കുമായിരുന്നു. ദൈവം അവനോട് പ്രവർത്തിക്കാൻ പറയുന്നത് വരെയും അവൻ യാതൊന്നും ചെയ്തിരുന്നില്ല. ആമേൻ. അതാകുന്നു അതിന്റെ പരമാർത്ഥമായ തുറന്ന സത്യങ്ങൾ. ആത്മാവത് ചെയ്യിക്കുന്നതുവരെ, നമ്മെ പ്രേരിപ്പിക്കുന്നതുവരെയും നാം കാത്തിരിക്കുകയാണെങ്കിൽ അതാകുന്നു യാഥാർത്ഥ്യം. അതിനുശേഷം സമ്പൂർണ്ണമായി ക്രിസ്തുവിലായിരിക്കുക. അവന് നിങ്ങളെ അവൻ എന്നോട് ചെയ്യുന്നത് പോലെ ഉന്തിത്തള്ളിക്കൊണ്ടിരിക്കേണ്ടി വരികയില്ല. എന്നാൽ അവന്റെ ആദ്യത്തെ തലകുലുക്കലിൽ തന്നെ നിങ്ങൾ തയ്യാറാകുകയും യാതൊന്നിനും നിങ്ങളെ നിർത്താൻ കഴിയാതെയും വരുന്നു. എന്തുകൊണ്ടെന്നാൽ അത് ദൈവത്തിന്റെ ഇഷ്ടമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. അവനൊരു വഴികാട്ടി ആവശ്യമായിരുന്നു. അവനൊരു തെളിയിച്ച് കാണിക്കപ്പെട്ട വഴികാട്ടിയായിരുന്നു. ഈ വഴികാട്ടിയാൽ അവൻ നയിക്കപ്പെടാൻ കഴിയുമായിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ ദൈവത്താൽ പ്രേരിക്കപ്പെട്ട വഴികാട്ടിയാണെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ സേവ ചെയ്തിരുന്നതായ ആചാരമര്യാദകൾ ചിലപ്പോൾ പരീശന്മാരുടെയും സാധുക്യരുടെയും എന്തു തന്നെയായിരുന്നാലും അവൻ അറിയാമായിരുന്നു. ആ മതസംഹിതകളൊക്കെയും അവൻ അതുവരെയും സേവിച്ചു. യാതൊന്നും സംഭവിച്ചായി അവൻ കണ്ടില്ല. എന്നാൽ ഇവിടെ ഇതാ ഒരു മനുഷ്യൻ രംഗത്ത് വന്നിട്ട് ബൈബിളിലെ വാഗ്ദത്തം ചെയ്തപ്പെട്ട മശിഹ ഞാനാകുന്നു എന്ന് പറയുന്നു. അതിനുശേഷം അവൻ തിരിഞ്ഞു നിന്നുകൊണ്ട് ദൈവത്തിന്റെ അതേ പ്രവൃത്തികളെ ചെയ്യുന്നു. യേശു പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തികളെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കേണ്ട. എന്നാൽ നിങ്ങൾക്ക് എന്നിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഞാൻ ചെയ്യുന്ന അതേ പ്രവൃത്തികളെ വിശ്വസിക്കുക. എന്തുകൊണ്ടെന്നാൽ ആ പ്രവൃത്തികൾ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. എങ്കിൽ നിക്കോദിമോസിന് ഇങ്ങനെ പറയാൻ കഴിഞ്ഞാൽ, അതായത് റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന് ഉപദേഷ്ടാവായിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവം തന്നോട് കൂടെ ഇല്ലാതെ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറയാൻ കഴിഞ്ഞാൽ യാതൊരു അത്ഭുതവുമില്ല. നോക്കൂ, അവനൊരു കാര്യത്തിന്റെ ഗുരുവായിരുന്നിട്ടും അവനൊരു വഴികാട്ടി ആവശ്യമായിരുന്നു.
അവന്റെ സഭയുടെ ഒരു ഗുരുവായിരുന്നു അവൻ. He had dignity. അവന് പ്രതാപമുണ്ടായിരുന്നു, അവന് ഉന്നത സ്ഥാനങ്ങളുണ്ടായിരുന്നു, അവനൊരു മഹാൻ വ്യക്തിയായിരുന്നു. രാജ്യത്തെങ്ങു നിന്നുമുള്ള ജനങ്ങൾ അവനെ ആദരിച്ചിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. But when it comes, എന്നാൽ വീണ്ടും ജനിക്കേണ്ടിയിരിക്കുന്നു എന്നതിന്റെ കാര്യം വന്നപ്പോൾ അവനൊരു വഴികാട്ടി ആവശ്യമായിട്ട് വന്നു. അതുപോലെയാണ് നമ്മളും. അതെ, നമുക്കും ഒരു വഴികാട്ടി ആവശ്യമായിരിക്കുന്നു. Cornelius, കോർണലിയോസ് ഒരു മഹാനായ വ്യക്തിയും ഒരു ആദരണീയ പുരുഷനുമായിരുന്നു. അവൻ സഭകളെ നിർമ്മിച്ചിരുന്നു. അവൻ യഹൂദന്മാരെ ആദരിച്ചിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവരുടെ മതം ശരിയായിട്ടുള്ളതാണെന്ന് അവൻ അറിയാമായിരുന്നു. and he paid on. അവൻ ദാനം കൊടുത്തും എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു വരുന്നു. But when the Holy Ghost comes, something had been added എന്നാൽ to the church. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എന്തോ ഒന്ന് സഭയോട് ചേർക്കപ്പെട്ടു. അവനൊരു വഴികാട്ടി ആവശ്യമായി വന്നു. ദൈവം പരിശുദ്ധാത്മാവിനെ അവനായിട്ട് അയച്ചു. He said, പത്രോസ് എന്ന വ്യക്തിയിൽ കൂടി അവൻ അതിനെ അയച്ചു. എന്നാൽ ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നു. ദൈവം ആ വഴികാട്ടിയെ പത്രോസിൽ കൂടി ഉപയോഗിച്ചു. അവൻ അതിനെ ഉപയോഗിച്ചു. എന്തുകൊണ്ടെന്നാൽ അവൻ കൊർന്നലിയോസിനെ ശരിയായ വഴിയിൽ കൊണ്ടുവരുന്നു. അങ്ങനെ ഈ വാക്കുകളെ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അന്യജാതികളുടെ മേൽ വന്നു. അപ്പോൾ അവൻ ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് ചോദിച്ചു. നോക്കൂ, ഇപ്പോൾ പത്രോസല്ല, ആ വഴികാട്ടിയാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അവർ ഒരു കൂട്ടം അന്യജാതികളായിരുന്നു. അതവൻ അശുദ്ധവും വൃത്തികെട്ടതുമായിരുന്നു. അവൻ പോകാൻ പോലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ ഞാൻ നിന്നെ അയക്കുന്നു എന്ന് വഴികാട്ടി പറഞ്ഞു. വഴികാട്ടിക്ക് നിങ്ങളുടെ മുഴുവൻ നിയന്ത്രണവും കിട്ടിക്കഴിയുമ്പോൾ, നിങ്ങളെ വഴി നടത്താൻ നിങ്ങൾ അവനെ അനുവദിക്കുമ്പോൾ, നിങ്ങൾ വിചാരിക്കാത്ത കാര്യങ്ങൾ പോലും നിങ്ങൾ ചെയ്യും. oh, how wonderful it is. ഓ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നത് എത്ര അത്ഭുതകരമായിരിക്കുന്നു. He is the അവനാകുന്ന വഴികാട്ടി. All right. അത് ശരി. അവൻ പത്രോസിൽ കൂടെ സംസാരിച്ചിട്ട് അവൻ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നാമെ പോലെ തുടക്കത്തിൽ പരിശുദ്ധാത്മാവ് ലഭിച്ചവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ നമുക്ക് കഴിയുകയില്ല. അങ്ങനെ അവർ അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി. ഇപ്പോൾ ആരാണ് അത് ചെയ്യുവാൻ അവനെ നയിച്ചത്? അവന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ വഴികാട്ടിയായിരുന്നു. യേശു അവരോട് പറഞ്ഞിരുന്നില്ലേ, എന്ത് പറയേണ്ടുവെന്ന് വിചാരപ്പെടരുത്. Because it's not you that എന്തുകൊണ്ടെന്നാൽ പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ വസിക്കുന്ന നിങ്ങളുടെ പിതാവത്രേ, അവനാണ് പറയുന്നത്. ആമേൻ. the eunuch coming down ഷണ്ടൻ യെരുശലേമിൽ നിന്ന് മടങ്ങി വരികയായിരുന്നു. and ആ സമയത്ത് ദൈവത്തിന് തന്റെ വഴികാട്ടിയായ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലുണ്ടായിരുന്നു. and he had a man down there that's filled with this. ഈ വഴികാട്ടിയാൽ നിറയപ്പെട്ട ഒരു വ്യക്തി അവിടെ അവനുണ്ടായിരുന്നു. അവനൊരു പ്രാസംഗികൻ പോലും ആയിരുന്നില്ല. അവനൊരു സഭാ ശുശ്രൂഷകനെ പോലെ ഒരുവനായിരുന്നു. And he was അവൻ അവിടെ രോഗികളെ സൗഖ്യമാക്കിയും ഭൂതങ്ങളെ പുറത്താക്കിയും ഒരു വലിയ ഇളക്കമുണ്ടാക്കിയിട്ട് ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. 100ഓളം ആളുകൾ അവന് ചുറ്റും കൂടിയിരുന്നു. അത് വളരെ ധാരാളമായിരുന്നു. നമുക്ക് ഈ വഴിയെ തിരികെ പോകാം എന്ന് വഴികാട്ടി അവനോട് പറഞ്ഞു. he didn't dispute with his അവന്റെ വഴികാട്ടിയുമായിട്ട് അവൻ തർക്കിച്ചില്ല. നിങ്ങളുടെ വഴികാട്ടിയുടെ വചനവുമായിട്ട് ഒരിക്കലും തർക്കിക്കരുത്. അവനെ പിന്തുടരുക. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടാനിടയാകും. and remember when you leave കൂടാതെ നിങ്ങൾ അവനെ വിടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായ രീതിയിലാകുന്നു എന്നുള്ളത് ഓർക്കുക. അതുകൊണ്ട് നമുക്ക് വഴികാട്ടിയോട് കൂടെ അടുത്തിരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. on the road അങ്ങനെ വഴിയിൽ വെച്ച് അവൻ ഫിലിപ്പോസിനോട് പറഞ്ഞു, ഈ കൂട്ടത്തെ വിട്ടിട്ട് നിർജ്ജനമായ ആ മരുഭൂമിയിലേക്ക് പോകുക. ഞാൻ നിന്നെ അവിടെ അയക്കുകയും ഞാൻ അവിടെ ചെന്നെത്തുമ്പോൾ അവിടെ ആരും ഉണ്ടായിരിക്കുകയും ചെയ്യും. here come a ഇതാ ഒറ്റയ്ക്കൊരു ഷണ്ടൻ വരുന്നു. അവൻ എത്യോപ്യയിലെ റാണിയുടെ ഒരു മഹാനായ വ്യക്തിയായിരുന്നു. so he was അവൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചുകൊണ്ടുവരികയായിരുന്നു. വഴികാട്ടി അവനോട് പറഞ്ഞു, തേരിനോട് അടുത്ത് നടക്ക. നീ വായിക്കുന്നത് എന്താണെന്ന് ഗ്രഹിക്കുന്നുവെന്ന് അവൻ ചോദിച്ചു. he said how ഒരുത്തൻ എന്നെ വഴികാട്ടി തരാതെ എങ്ങനെ അത് ഗ്രഹിക്കാൻ കഴിയുമെന്ന് അവൻ പറഞ്ഞു. ഓ ദൈവമേ! Philip had the guy എന്നാൽ ഫിലിപ്പോസിന് ആ വഴികാട്ടി ഉണ്ടായിരുന്നു. and he started from അവൻ അതേ the തിരുവെഴുത്തിൽ നിന്ന് തുടങ്ങി ക്രിസ്തുവിനെ അവനോട് സുവിശേഷിച്ചു. ആമേൻ. ഒരു വഴികാട്ടി. ഒരു മതസംഹിതയെക്കുറിച്ചല്ല പറഞ്ഞത്. അവൻ അവനോട് വഴികാട്ടിയായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. and he baptized him. എന്നിട്ട് അവൻ അവനെ വെള്ളത്തിൽ സ്നാനപ്പെടുത്തി. Sure it was. തീർച്ചയായും അതങ്ങനെയായിരുന്നു. ഓ, ഞാനത് എത്രമാത്രം ഇഷ്ടപ്പെടുന്നു. പുറപ്പാട് പുസ്തകം 13:21 ഇസ്രായേൽ മിസ്രൈമിൽ നിന്നും വാഗ്ദത്തം ചെയ്യപ്പെട്ട ദേശത്തേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ അവർ ഇതിനു മുമ്പ് ഒരിക്കലും ആ വഴിയിൽ കൂടി യാത്ര ചെയ്തിട്ടില്ലെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. It's only 40 miles. അത് 40 മൈൽ ദൂരം മാത്രമായിരുന്നു. എന്നിരുന്നിട്ടും അവരോടുകൂടെ പോകാൻ എന്തോ ഒന്ന് അവർക്ക് ആവശ്യമായിരുന്നു. അവർ അവരുടെ വഴി തെറ്റിപ്പോയെന്നിരിക്കാം. അതുകൊണ്ട് ദൈവം അവർക്കൊരു വഴികാട്ടിയായി അവർ അയച്ചു. പുറപ്പാട് പുസ്തകം അതിന്റെ 13:21 ഇതുപോലെ എന്തോ പറയുന്നു. I send my angel before വാഗ്ദത്ത you ദേശത്തേക്ക് നിങ്ങളെ വഴി നടത്താനും to keep you വഴിയിൽ നിങ്ങളെ സൂക്ഷിക്കാനും അഗ്നിസ്തംഭത്തിൽ കൂടെ ഞാൻ എന്റെ ദൂതനെ നിങ്ങൾക്ക് മുമ്പായി അയക്കുന്നു. and the children of Israel ഇസ്രായേൽ മക്കൾ രാത്രിയിൽ അഗ്നിസ്തംഭത്തിലും പകൽ മേഘസ്തംഭത്തിലും കൂടെയായിരുന്ന വഴികാട്ടിയെ പിന്തുടർന്നു. when it stopped അത് നിന്നപ്പോൾ അവർ നിന്നു. അവൻ യാത്ര പുറപ്പെട്ടപ്പോൾ അവരും യാത്ര പുറപ്പെട്ടു. അവരെ ആ ദേശത്തിനടുത്ത് വരെ അവൻ കൊണ്ടുവന്നപ്പോൾ ആ ദേശത്തിലേക്ക് കടക്കുവാൻ അവർ യോഗ്യതയുള്ളവരായിരുന്നില്ല. അപ്പോൾ വീണ്ടും അവൻ അവരെ മരുഭൂമിയിലേക്ക് തിരികെ നയിച്ചു. അവൻ അവരോടുകൂടെ പോയിരുന്നില്ല. അതുതന്നെയാകുന്നു ഇന്നത്തെ സഭയും.
നോഹയുടെ സമയത്ത് ദൈവം ദീർഘക്ഷമയോടെ കാത്തിരുന്നത് പോലെയാണ് ദൈവം ഇന്ന് ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നതിൽ സംശയമില്ല. സഭ ശരിയായി തിരുത്തപ്പെടുകയും ക്രമത്തിലാക്കപ്പെടുകയും ചെയ്തിരുന്നുവെങ്കിൽ അത് എപ്പോഴേ പോയി കഴിഞ്ഞിരുന്നേനെ. But he has to lead us around. എന്നാൽ അവന് നമ്മെ ചുറ്റുമായി 4 ദിക്കിലും നടത്തേണ്ടിയിരിക്കുന്നു. Little of Israel know when they were shouting. മിസ്രൈമ്യരുടെ പടയാളികൾ ചാകുന്നതും അവരുടെ കുതിരകൾ മുങ്ങിപ്പോകുന്നതും ഫറവോന്റെ രഥങ്ങൾ കീഴ്മറിഞ്ഞു വീഴുന്നതും കണ്ട് അവർ ആർത്തു വിളിക്കുമ്പോൾ അവർക്ക് വിജയം കിട്ടിയിരിക്കുന്നുവെന്ന് ഇസ്രായേലിന് അല്പം മാത്രമേ അറിയുന്നിരുന്നുള്ളൂ. മോശെ ആത്മാവിൽ പാടുകയും മിരിയം ആത്മാവിൽ നൃത്തം ചെയ്യുകയും ഇസ്രായേലിലെ സ്ത്രീകൾ ചെങ്കടലിന്റെ തീരത്ത് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പാടിക്കൊണ്ട് നൃത്തം ചെയ്തുകൊണ്ട് ഓടുമ്പോൾ അവർ പാലും തേനും കുടിക്കുന്ന സമയത്ത് നിന്നും കുറച്ച് ദിവസം മാത്രമേ ആയിരുന്നുള്ളൂ. അത് 40 വർഷം ദൂരത്താണെന്ന് അവർ അല്പം മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിനും അവന്റെ വഴികാട്ടിക്കുമെതിരായി പിറുപിറുക്കാൻ തുടങ്ങിയിരുന്നു. നാം നമ്മയും അതേ രീതിയിൽ തന്നെ കണ്ടെത്തുന്നു. ഇവിടുത്തെ യോഗത്തിന് ശേഷം ഞാൻ ഷ്രീവ്പോർട്ടിലേക്ക് പോകുന്നു. 50 വർഷങ്ങൾക്ക് മുമ്പ് ലൂസിയാനയിൽ ഒരു കൃതജ്ഞത കൊടുക്കുന്ന ദിവസം പരിശുദ്ധാത്മാവ് അവിടേക്ക് കടന്നു വന്നു. ആ സമയത്തിന് ശേഷം എങ്ങനെ സഭ വീണു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഇതിനെ തിരിച്ചറിയുന്നുണ്ടോ? അതായത് റോമൻ കത്തോലിക്ക സഭ അതിന്റെ തുടക്കത്തിൽ ഒരു പെന്തിക്കോസ്റ്റൽ സഭയായിരുന്നു. അതൊരു സത്യമാണ്, അത് ശരിയാണ്. അതൊരു പെന്തിക്കോസ്റ്റൽ സഭയായിരുന്നു. എന്നാൽ ഈ പശ പിടിച്ച പദവിയുള്ള ഉദ്യോഗസ്ഥന്മാർ അതിലേക്ക് കടന്നു വന്നിട്ട് ദൈവത്തിന്റെ വേദവാക്യങ്ങളെ അവരുടെ പാരമ്പര്യമായ ആചാരങ്ങളിലേക്ക് മാറ്റി അവരുടെ സിദ്ധാന്തങ്ങളും മറ്റും അതിനോട് ചേർത്തു. ഇപ്പോൾ അവർക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത് നോക്കുക. വേദഭാഗത്തിന്റെ ഒരു തരി പോലും അതിലെങ്ങുമില്ല. അവരെന്തോ ചിലതിനു വേണ്ടി വേറെ എന്തോ പകരമായി എടുത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിന് പകരമായി ഒരു കഷ്ണം റൊട്ടിയെടുത്തു. അവർ മൂക്കുന്നതിന് വേണ്ടി തളിക്കുന്നത് പകരമായി എടുത്തിരിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന് പകരമായിട്ട് പിതാപുത്രൻ പരിശുദ്ധാത്മാവിനെ എടുത്തിരിക്കുന്നു. നമുക്ക് വേണ്ടി അരുളപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ മഹത്തായ വചനങ്ങൾക്ക് പകരം അവർ ഈ കാര്യങ്ങളൊക്കെയും എടുത്തിട്ട് വേദപുസ്തകത്തിലെ ഉപദേശങ്ങളിൽ നിന്നും വളരെ വളരെ വളരെയധികം ദൂരത്തായിരിക്കുന്നു. 50 വർഷങ്ങൾക്ക് മുമ്പ് ലൂസിയാനയിൽ പെന്തിക്കോസ്ത് വന്നു. അതിനെയും 200 വർഷങ്ങൾ കൂടി നിൽക്കുകയാണെങ്കിൽ കത്തോലിക്ക സഭ ഇന്നായിരിക്കുന്നതിൽ നിന്നും അധികം ദൂരത്തായിരിക്കും. കഴിഞ്ഞ 50 വർഷങ്ങളിൽ അത് വന്നുകൊണ്ടിരുന്ന അതേ രീതിയിൽ തുടരുകയാണെങ്കിൽ, കാരണം അവർ എപ്പോഴും ഇടപെടാതെ അതിനോട് ചേർത്തുകൊണ്ടേയിരിക്കുന്നു. പഴയ രീതിയിലുള്ള പ്രാസംഗികരൊക്കെയും പോയി കഴിഞ്ഞിരിക്കുന്നു. തെരുവ് യോഗങ്ങൾ അങ്ങനെ ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും കേൾക്കുന്നില്ല. എല്ലാമായിട്ട് നമുക്കുള്ളത് ഒരു കൂട്ടം ഹോളിവുഡ് അതിനോട് ചേർക്കപ്പെട്ടതാണ്. മുടി കത്തിരിച്ച സ്ത്രീകൾ, നിക്കറുകൾ ധരിച്ച് മുഖത്ത് ചായം തേച്ച് അങ്ങനെയെല്ലാമായിട്ട് അവരെ തന്നെ സ്വയം ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നു. ഒരു ഗിറ്റാർ എടുത്തുകൊണ്ട് ചില റെക്കികൾ ഇവിടെ മേലോട്ടും താഴോട്ടും ഓടുകയും സ്ത്രീകൾ ഇറുകിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്, അതായത് അത് കണ്ടാലൊട്ടും വസ്ത്രങ്ങൾ ധരിച്ചിട്ടില്ലാത്തതുപോലെ പുറമെ വെറും തൊലി മാത്രമായിട്ട് പ്ലാറ്റ്ഫോമിന് ചുറ്റും കുലുങ്ങിക്കൊണ്ടും പ്ലാറ്റ്ഫോമിൽ മേലോട്ടും താഴോട്ടും ഓടിക്കൊണ്ടും ചെവി വരെ കത്തിരിച്ച മുടി തൂക്കിക്കൊണ്ട് നൃത്തം ചെയ്യുന്നു. ഇവിടെയുള്ള പുതിയ രീതിയിലുള്ള ദേശത്തെ മാന്യ സ്ത്രീയുടേതുപോലെ മുടി വെട്ടിയിട്ട് അതിനെ ക്രൈസ്തവത എന്ന് വിളിക്കുന്നു. നമുക്ക് ആവശ്യമായിരിക്കുന്ന എന്താണെന്നാൽ ഒരു പഴയ രീതിയിലുള്ള ദൈവത്താൽ അയക്കപ്പെട്ട തിളച്ചു പൊങ്ങുന്ന ഒരു മതമാണ്. അത് സഭയിൽ നിന്നും ലൗകികതയെ തിളപ്പിച്ച് വെളിയിലാക്കും. സകല കറയും കത്തിച്ചു കളയുന്നത് പരിശുദ്ധാത്മാവിനെ തീയിലേക്കും നമുക്ക് തിരികെ കടന്നു വരേണ്ടത് ആവശ്യമായിരിക്കുന്നു. അത് പഴയ രീതിയിലുള്ള പ്രസംഗത്തെ തിരികെ കൊണ്ടുവന്നിട്ട് സ്വർഗത്തെ ഉയർത്തിയും നരകത്തെ ചൂടാക്കുകയും തോക്കിന്റെ കുഴലിനെ നേരെയാക്കുകയും ചെയ്യും. ആ രീതിയിലുള്ള ഒരു പ്രസംഗമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. എന്നാൽ ഇന്ന് നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സഭ നിങ്ങളെ വോട്ട് ചെയ്ത് വെളിയിലാക്കും. ചിലപ്പോൾ നല്ല പ്രാസംഗികരുടെ സഭകളാൽ വഴിതെറ്റി നയിക്കപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് എനിക്കൊരു സഭാ സമുദായമില്ലാത്തത്. എനിക്കൊരൊറ്റ ആസ്ഥാനമേ ഉള്ളൂ, അത് സ്വർഗത്തിൽ നിന്നാണ്. അവൻ എവിടെയെല്ലാം അയക്കുന്നുവോ അവിടേക്ക് ഞാൻ പോകും. അവൻ എന്തെല്ലാം പറയുന്നുവോ അത് ഞാൻ ചെയ്യും. ഞങ്ങൾക്ക് യാതൊരു സഭാ സംഘടനയുമില്ല. ഈ സഭ എപ്പോഴെങ്കിലും ഒരു സഭാ സംഘടനയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റർ അവിടെ വെച്ച് തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു 5 മിനിറ്റ് പോലും ഞാൻ അതിനെ ചുറ്റും കൂടി തൂങ്ങി നടക്കുകയില്ല. സംഘടിക്കപ്പെട്ടതായ എല്ലാ സഭകളും എപ്പോഴെങ്കിലും അതിന്റെ വിത്തിലേക്ക് തിരികെ ചെന്നിരിക്കുന്നു. അങ്ങനെയല്ലാത്ത ഒന്നിനെ കുറിച്ച് എന്നോട് പറയൂ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വീണ്ടും ഉയർക്കപ്പെട്ട ഒന്നിനെ കുറിച്ച് എന്നോട് പറയൂ. പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നത് സഭയെ നയിക്കുന്നതിന് വേണ്ടിയാണ്, ചില മനുഷ്യരുടെ കൂട്ടത്തെയല്ല. പരിശുദ്ധാത്മാവ് എല്ലാ വിവേകവുമാകുന്നു. മനുഷ്യൻ പാരുഷ്യം നിറഞ്ഞിട്ട് അലക്ഷ്യമാകുന്നു. ദൈവം ഒരു വഴികാട്ടി അവർക്ക് അയക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ വഴികാട്ടി അവരെ ആ മാർഗത്തിൽ നയിക്കും. എത്ര നാൾ വരെയും അഗ്നിസ്തംഭത്തെ അവർ പിന്തുടർന്നിരുന്നുവോ അതുവരെയും എല്ലാം ശരിയായിരുന്നു. അവനവരെ വാഗ്ദത്ത ദേശത്തിന്റെ വാതിൽക്കൾ വരെയും നയിച്ചു. അതിനുശേഷം അവനെ സംബന്ധിച്ചിടത്തോളം അത്രയുമായിരുന്നു പോകേണ്ടിയിരുന്നത്. അതിനുശേഷം യോശുവ എന്ന യോദ്ധാവ് അവൻ അവരോട് ആ ദിവസം പറഞ്ഞ എന്താണെന്ന് ഓർക്കുക. നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. 3 ദിവസം കഴിഞ്ഞിട്ട് ദൈവം യോർദാനെ 2ആയി പിരിഞ്ഞിട്ട് നാം അതിൽ കൂടെ കടക്കാൻ പോവുകയാണ്. ഇപ്പോൾ അവൻ എന്താണ് പറഞ്ഞതെന്ന് വേദഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കുക. ഞാനിത് ഇഷ്ടപ്പെടുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ നിയമപ്പെട്ടകത്തിന്റെ പിന്നാലെ ചെല്ലണം, കാരണം ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. എന്തായിരുന്നു നിയമപ്പെട്ടകം? അത് വചനമായിരുന്നു. നിങ്ങളുടെ സ്ഥാപിത സഭാ സംഘടനകളുടെ വഴിയിൽ കൂടി നിങ്ങൾ ഇപ്പോൾ പോകരുത്. വചനത്തിന് തൊട്ട് പിന്നാലെ ചെല്ലണം, കാരണം നിങ്ങൾ ഈ വഴിക്ക് മുമ്പേ പോയിട്ടില്ലല്ലോ. സഹോദര, ഒരു ക്രിസ്തീയ സഭയ്ക്ക് എപ്പോഴെങ്കിലും അതിനെ സ്വയം പരിശോധിക്കേണ്ടതായ ആവശ്യമുണ്ടായിരിക്കുന്നുവെങ്കിൽ അതിപ്പോഴാണ്. നാം ഇപ്പോൾ റോമിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ വലിയ യോഗത്തിന്റെ സമയത്തായിരിക്കുന്നു.
വ്യത്യാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. സഭകളുടെ കൂട്ടുകെട്ട്, അതായത് ഈ സ്ഥാപിത സഭാ സംഘടനകളെല്ലാം കൂടി ഒത്തൊരുമിച്ച് കൂടിയിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിലുള്ള മൃഗത്തിന്റെ പ്രതിമയുണ്ടാക്കുന്നു. ഇന്ന് രാവിലത്തെ സന്ദേശത്തിൽ അവൻ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? നാം ഇവിടെ ആയിരിക്കുന്നു, എല്ലാം വാതിൽക്കലെത്തിയിരിക്കുന്നു, ജനങ്ങൾ ഇപ്പോഴും ഒരു മതസംഹിതയെ പിന്തുടരുന്നു. ഈ വചനത്തിന് പിന്നിലായിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. വചനം നിങ്ങളെ മറുഭാഗത്തെത്തിക്കും, കാരണം വചനം ക്രിസ്തുവാകുന്നു, ക്രിസ്തു ദൈവമാകുന്നു, ദൈവം പരിശുദ്ധാത്മാവാകുന്നു. വചനത്തിന് പിന്നിലായിരിക്കുക. ഓ അതെ സാറേ, ആ വഴികാട്ടിയോട് കൂടെ ആയിരിക്കുക, അവന്റെ തൊട്ട് പിറകിലായിരിക്കുക. അതിന്റെ മുമ്പിലാവരുത്, നീ അതിന്റെ പിറകിലായിരിക്കുക. അവൻ നിങ്ങളെ നയിക്കട്ടെ, നിങ്ങൾ അതിനെ നയിക്കരുത്. നിങ്ങൾ അതിനെ പോകാൻ അനുവദിക്കുക. യോശുവ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ വഴിയിൽ ഒരിക്കലും കടന്നുപോയിട്ടില്ലല്ലോ, ഈ വഴിയെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊന്നും അറിയില്ലല്ലോ. ഇന്നത്തെ കുഴപ്പം അതാകുന്നു. ആ വീതിയുള്ള വഴിയിൽ കൂടി നിങ്ങളെ നയിക്കുന്നതിന് വേണ്ടി ഒരു വഴികാട്ടിയെ നിങ്ങൾക്ക് ആവശ്യമില്ലാതായിരിക്കുന്നു. ഓ, നിങ്ങൾക്ക് എല്ലാ ഇടവഴികളും മറ്റെല്ലാം അറിയാം, പാപത്തിലേക്കുള്ള എല്ലാ വഴികളും നിങ്ങൾ അറിയുന്നു. വളരെ സമയം കൊണ്ട് നിങ്ങൾ അതിലായി കഴിഞ്ഞിരിക്കുന്നു. അതിനെക്കുറിച്ച് ആരെങ്കിലും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. എല്ലാ കുടുക്കഴിവുകളും നിങ്ങൾക്കറിയാമല്ലോ. അത് ശരിയാണ്, എല്ലാ പാപങ്ങളും അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്കറിയാമല്ലോ. എങ്ങനെയാണ് മോഷ്ടിക്കേണ്ടതെന്ന് നിങ്ങളോട് ആരും പറഞ്ഞിടേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കതറിയാമല്ലോ. എങ്ങനെയാണ് ശപിക്കേണ്ടതെന്ന് ആർക്കും നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾ അറിയുന്നു. ഈ ദുഷ്ടപ്രവൃത്തികൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആർക്കും നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം അതെല്ലാം മരത്തിലും മറ്റെല്ലായിടത്തും ഒട്ടിച്ചിരിക്കുന്നു. എന്നാൽ ക്രിസ്ത്യാനികളെ നിങ്ങൾ ഇത് ഓർത്തുകൊള്ളുക, നിങ്ങൾ മറികടന്നിരിക്കുന്നു. നിങ്ങൾ വേറൊരു ദേശത്തായിരിക്കുന്നു. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. നിങ്ങൾ ആ സ്വർഗീയ ദേശത്തായിരിക്കുന്നു. നിങ്ങൾ വാഗ്ദത്ത ദേശത്തിലായിരിക്കുന്നു. നിങ്ങൾക്ക് പോകാൻ കഴിയും. ഇവിടെ ചുറ്റുമുള്ള നിങ്ങളുടെ വഴി നിങ്ങൾ അറിയുന്നു. ഓ അതെ, ചില പ്രത്യേക ചീട്ടിന്റെ കൈകൾ വരുമ്പോൾ എങ്ങനെയാണ് നിൽക്കേണ്ടതെന്ന് നിങ്ങൾ അറിയുന്നു. ഡൈസ് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. അത് കറങ്ങുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നതെന്നും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. എന്നാൽ വിശുദ്ധിയും നീതിയും ദൈവത്തിന്റെ ശക്തിയും കുറിച്ച് അറിയേണ്ടി വരുമ്പോൾ, എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതെന്നും എന്താണ് അത് ചെയ്യുന്നതെന്നും അറിയണമെങ്കിൽ വചനം എന്ന വഴികാട്ടിയുടെ പിന്നിലായിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ ഇതിനു മുമ്പ് ഒരിക്കലും ഈ വഴി പോയിട്ടില്ല. നിങ്ങൾ പറഞ്ഞേക്കാം, ഞാനൊരു സാമർഥ്യമുള്ള മിടുക്കനായിരുന്നു, എനിക്ക് കോളേജിൽ നിന്നും 2 ബിരുദമൊക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളത് മറന്നു കളയുന്നതാണ് നല്ലത്. അതെ സാറേ, ഞാൻ വൈദിക പാഠശാലയിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങളതിനെ മറന്നു കളയുന്നതാണ് നല്ലത്. നിങ്ങൾ വഴികാട്ടിയുടെ പിന്നിലായിക്കൊണ്ട് അവൻ നിങ്ങളെ വഴി നടത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അവന് വഴി അറിയാം, നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ഈ വഴി ഇതിനു മുമ്പ് പോയിട്ടില്ല. നിങ്ങൾ പറഞ്ഞേക്കാം അവർ പോയിട്ടുണ്ടെന്ന്. അവർക്കുണ്ടെങ്കിൽ അത് നോക്കാം. യേശു പറഞ്ഞു, ഈ വഴിയിൽ കൂടി കടന്നുപോയിട്ടുള്ളവരെ ഈ അടയാളങ്ങൾ അവരെ പിന്തുടരും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, അന്യന്റെ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ പിടിച്ചെടുക്കും, അല്ലെങ്കിൽ മരണകരമായ എന്തെങ്കിലും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ധാരാളം പേർ അതിനെ നിരസിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നു. അത് പ്രചോദിക്കപ്പെട്ടതല്ലെന്ന് അതുപോലും പറയുന്നു. അവർ ഒരു വഴികാട്ടിയല്ല പിന്തുടരുന്നത്, അവർ മനുഷ്യനിർമ്മിതമായ ഒരു മതസംഹിതയാണ് പിന്തുടരുന്നത്. നിങ്ങൾ വചനത്തിന് പിന്നിലായിരിക്കുന്നതാണ് നല്ലത്, കാരണം നിങ്ങൾ ഈ വഴിയെ പോയിട്ടില്ലെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്നാൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. നിങ്ങൾ വിശുദ്ധിക്കായി വീണ്ടും ജനിച്ചിരിക്കുന്നു. ഇതിനു മുമ്പ് നിങ്ങൾ ആ വഴിയെ പോയിട്ടില്ല. നിങ്ങൾ ഈ വഴിയിൽ കൂടി കടക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വിശുദ്ധിയിൽ കൂടി കടന്നു വരേണ്ടത് ആവശ്യമായിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇതൊരു പുതിയ ദേശവും പുതിയ ജീവനും പുതിയ ആളുകളുമാകുന്നു. നിങ്ങൾ പള്ളിയിൽ വരികയും ആരെങ്കിലും എഴുന്നേറ്റിട്ട് ദൈവത്തിന് സ്തോത്രം ഹാലലൂയ എന്നൊച്ച വെക്കുന്നത് നിങ്ങൾ കേൾക്കും. നിങ്ങൾ പറയും, എന്റെ ദൈവമേ, എന്റെ സഭയിൽ ഒരിക്കലും അവർ ഇതുപോലെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇവിടുന്ന് വെളിയിലിറങ്ങി പോകുന്നതാണ് നല്ലത്. നോക്കൂ, സൂക്ഷിച്ചിരിക്കുക, വചനത്തിന് പിന്നിലായിരിക്കുക. ഇപ്പോൾ ആ വഴികാട്ടി നിങ്ങളെ വഴി നടത്തട്ടെ. അവൻ എല്ലാ സത്യത്തിലേക്ക് നിങ്ങളെ വഴി നടത്തുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞതിനനുസരിച്ച് നിങ്ങൾക്ക് സത്യങ്ങളെ വെളിപ്പെടുത്തുകയും ചെയ്യും. അവനത് നിങ്ങളെ കാണിച്ചു തരും. ആ സത്യമായ വഴികാട്ടി വരാനിരിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ബിഷപ്പിന്റെ അടുക്കൽ പോകേണ്ട ആവശ്യമില്ല, വഴികാട്ടിയുടെ അടുക്കൽ പോകുക. മറ്റാരുടെയും അടുത്ത് പോകേണ്ട ആവശ്യമില്ല, വഴികാട്ടിയുടെ അടുത്ത് ചെല്ലുക. അവനാകുന്നു നിങ്ങളെ വഴി നടത്താനായി അയക്കപ്പെട്ടിരിക്കുന്നത്. അവനാകുന്നു അതിനെ ചെയ്യുന്നത്. ദൈവം നിങ്ങൾക്കൊരു വഴികാട്ടി ചെയ്തിരിക്കുന്നു. ദൈവത്താൽ നിയമിക്കപ്പെട്ട വഴി എടുക്കുക. ഇന്നത്തെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, അതായത് ജനങ്ങൾ പള്ളിയിലേക്ക് വരികയും കുറച്ചു നേരം ഇരിക്കുകയും അവർക്ക് പരിചയമില്ലാത്ത എന്തെങ്കിലും ഒന്ന് നടക്കുകയും ചെയ്യുന്നു. അവിടെ ഒരു തണുത്ത ആചാരമുറപ്രകാരമുള്ള ഒരു സഭയിലെ ഒരു സ്ത്രീയെ ഞാൻ പ്രശംസിക്കുന്നു. ആ സ്ത്രീക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞതേ ഉള്ളൂ. ദൈവം ആ സ്ത്രീയെ സുഖപ്പെടുത്താൻ പോകുന്നു. അവർക്കിത് മനസ്സിലായിരുന്നില്ല. ഇതിനെക്കുറിച്ച് അവർ യാതൊന്നും അറിഞ്ഞിരുന്നുമില്ല. അവൾ അകത്തേക്ക് കടന്നു വന്നു. അവർക്ക് യാതൊന്നും അറിയില്ലായിരുന്നു എന്നവൾ പറഞ്ഞു. എന്നാൽ ഞാൻ അവരോട് പറഞ്ഞു, കടന്നു വന്നിട്ട് എന്നെ കാണുക. അവൾ സമതവും ധൈര്യവുമില്ലാത്ത രീതിയിൽപ്പെട്ടവളായിരുന്നു. എന്നാൽ വഴികാട്ടി അവളോട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കാൻ പറഞ്ഞു. അവൾക്കത് കിട്ടി. അതാകുന്നു അത്. നോക്കൂ, അതെന്തുകൊണ്ടാണെന്നാൽ പരിശുദ്ധാത്മാവ് ഈ കാര്യങ്ങളിലേക്ക് നമ്മെ വഴി നടത്തുന്നത് കൊണ്ടാണ്. നോക്കൂ, ദൈവത്താൽ നിയമിക്കപ്പെട്ട ഒരു വഴിയുണ്ട്. നിങ്ങളെപ്പോഴെങ്കിലും ഈ താറാവുകൾ തെക്കോട്ട് പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ താറാവുകൾ അങ്ങ് ദൂരത്തായി എവിടെയുള്ള ഒരു കുളത്തിലാണ് ജനിച്ചത്. അതിപ്പോൾ ഓർക്കുക, അതിന് കിഴക്കോ പടിഞ്ഞാറോ തെക്കോ വടക്കോ യാതൊന്നും അറിയില്ല. എന്നാൽ കാനഡയിലെ മലകളിൽ എവിടെയുള്ള ആ കുളത്തെക്കുറിച്ചല്ലാതെ അതിന് യാതൊന്നും അറിയുകയില്ല.
അത് ആ കുളത്തിൽ നിന്നും ഒരിക്കലും ദൂരത്തായിട്ടില്ല, എന്നാൽ അതൊരു മാർഗദർശകനായി ജനിക്കപ്പെട്ടു. ആ ആൺതാറാവ് ഒരു തലവനായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. ആദ്യമായി എന്താണ് സംഭവിച്ചതെന്നാൽ, ഒരു രാത്രിയിൽ ആ മലയുടെ മുകളിൽ നിന്നൊരു വലിയ മഞ്ഞുകട്ട അവിടേക്ക് വന്നു. എന്താണ് സംഭവിച്ചത്? ഒരു തണുത്ത കാറ്റ് അവിടേക്ക് വീശാൻ തുടങ്ങി. ആ താറാവ് വിറച്ചും കൊണ്ട് മമ്മി എന്താണിതെന്ന് പറയുന്നത് എനിക്ക് സങ്കല്പിക്കാൻ കഴിയുന്നു. ആ താറാവ് കുഞ്ഞൊരിക്കലും ആ തണുത്ത കാലാവസ്ഥ ഇതിനു മുമ്പ് ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. അവൻ ചുറ്റുപാട് നോക്കാൻ തുടങ്ങി. അവൻ കുളത്തിന്റെ പക്കത്ത് ചുറ്റും നോക്കാൻ തുടങ്ങി. അത് മഞ്ഞുകട്ടയാൻ തുടങ്ങിയിട്ട് കുളത്തിലേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു. അവന് യാതൊന്നും അറിയില്ലായിരുന്നു. എന്നാൽ പെട്ടെന്ന് അവൻ ആ താറാവ് കൂട്ടത്തിന്റെ വഴികാട്ടിയായി ജനിച്ചിരുന്നു. അതവനെ തട്ടുമ്പോൾ അവൻ ആ കുളത്തിന്റെ നടുവിലേക്ക് നേരെ എടുത്തു ചാടും. നിങ്ങളതിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിക്കൂ. ഞങ്ങളതിനെ പ്രചോദനമെന്ന് വിളിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്കതിനെ അത് വെറും ജന്മവാസനയെന്നോ അതെന്തു തന്നെയായിരുന്നാലും വിളിക്കാം. അവൻ നേരെ ആ കുളത്തിന്റെ നടുവിലേക്ക് പോയിട്ട് ആ ചെറിയ ചുണ്ട് മുകളിലേക്ക് ഉയർത്തിയിട്ട് ഹോങ് 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 എന്ന് ഉച്ച വെച്ചുകൊണ്ട് പോകും. കൂടാതെ ആ കുളത്തിലുള്ള സകല താറാവുകളും നേരെ അവന്റെ നടുക്കിലേക്ക് വരും. എന്തുകൊണ്ടാണത്? അവന്റെ ആ ഒച്ച വയ്ക്കുന്ന രീതിയിൽ കൂടെ അവർക്ക് അവരുടെ നായകനെ തിരിച്ചറിയാൻ കഴിയുന്നു. കാഹളം തെളിവില്ലാത്ത നാദം കൊടുത്താൽ പടയ്ക്ക് ആറൊരുങ്ങും. ശരി, കാഹളം തെളിവില്ലാത്ത നാദം കൊടുക്കുകയാണെങ്കിൽ ആർക്ക് പടയ്ക്കൊരുങ്ങാൻ കഴിയും? ആ ചെറിയ താറാവ് തെളിവില്ലാത്ത ശബ്ദമുണ്ടാക്കുകയാണെങ്കിൽ പറക്കാൻ വേണ്ടി ആർ തയ്യാറാവും? ആ താറാവ് അതിന്റെ ചെറിയ ചുണ്ട് ഉയർത്തിയിട്ട് ഹോങ് 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 എന്ന് ശബ്ദമുണ്ടാക്കുമ്പോൾ എല്ലാ താറാവുകളും അവന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നു. ഹോങ് 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 എന്ന് ഉച്ചവെച്ചുകൊണ്ട് അവരെല്ലാം ഇവിടെയായിരിക്കുന്നു. ആ കുളത്തിന്റെ നടുവിൽ ഒന്നിനുമേൽ ഒന്നായി ചാടി മറിഞ്ഞുകൊണ്ട് അവിടെ അവർക്കൊരു വലിയ ഉത്സവമായിരുന്നിരിക്കും. കുറച്ചു നേരത്തിന് ശേഷം അത് മുന്നോട്ട് പോകുന്നതിന് അവരെ തോന്നിപ്പിക്കും. കാരണം അവൻ അവിടെ മിടേണ്ടിയിരിക്കുന്നു. അവൻ തന്റെ ചിറകുകളെ താഴ്ത്തിയിട്ട് ആ കുളത്തിൽ നിന്ന് പറഞ്ഞിട്ട് 4 അല്ലെങ്കിൽ 5 പ്രാവശ്യം അവിടെ ചുറ്റിയിട്ട് നേരെ ലൂസിയാനയിലേക്ക് അവന് പോകാൻ കഴിയുന്നിടത്തോളം അവൻ പോകും. ബാക്കിയുള്ള എല്ലാ താറാവുകളും അവന്റെ തൊട്ട് പിറകിലായിട്ട് ഹോങ് 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 എന്ന് ഉച്ചവെച്ചുകൊണ്ട് ഇതാ വരുന്നു. എന്തുകൊണ്ടാണത്? അവനൊരു വഴികാട്ടിയാകുന്നു. ആമേൻ. താറാവുകൾക്ക് അവരുടെ വഴികാട്ടി അറിയാം, എന്നാൽ സഭയ്ക്ക് അതിന്റെ വഴികാട്ടി അറിയില്ല. അതെ, അവനറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. അലാസ്കയിൽ നിന്നുള്ള ആ പുഷ്ടിയായ പഴയ വാത്തുകളെ നോക്കൂ. അവിടെ ഒരു പഴയ ആൺവാത്ത് അവയെ നയിക്കുന്നതിന് വേണ്ടി എപ്പോഴുമുണ്ട്. ആ വാത്തുകൾക്ക് അവരുടെ ആൺവാത്തിനെ ശരിക്കും നല്ലതായി നോക്കേണ്ടിയിരിക്കുന്നു. ആൺവാത്ത് എന്താണ് പറയുന്നതെന്ന് അവർക്കറിയേണ്ടിയിരിക്കുന്നു. ഏകദേശം 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഒരാൺവാത്ത് അതെന്താണ് ചെയ്യുന്നതെന്ന് അതിനറിയില്ലായിരുന്നു. എന്നിട്ട് ഒരു കൂട്ടം വാത്തുകളെ നയിച്ചിട്ട് ഇംഗ്ലണ്ടിൽ കൊണ്ടെത്തിച്ചു. അതിനെക്കുറിച്ച് ലൂക്ക് മാഗസിനിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഇംഗ്ലണ്ടിലായിരിക്കുമെന്ന് അവർ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. എന്തുകൊണ്ടാണ്? അവർ അവരുടെ നായകനെ ശ്രദ്ധിച്ചിരുന്നില്ല. ആ പ്രായം ചെന്ന ആൺവാത്തൻ അവൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയില്ലായിരുന്നു. ഇപ്പോൾ അവിടെ ചെന്നെത്തിയിട്ട് തിരികെ വരാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നു. അതുതന്നെയാണ് ഇന്നത്തെയും ഒരു കൂട്ടം മുഴുവൻ വാത്തുകളുടെയും കാര്യം. അവ ഇപ്പോഴും ഒന്നിച്ചുകൂടുന്നു. ലുക്ക് മാഗസിനിൽ പറയുന്നു, അതായത് ഈ വാത്തുകൾ ഒന്നിച്ചുകൂടുകയും ഇംഗ്ലണ്ടിന് മുകളിൽ കൂടി ചുറ്റിപ്പറക്കുകയും ചെയ്യുന്നു. എന്നാൽ തിരികെ വന്നു പറ്റാൻ അവർക്കറിയില്ല. എനിക്കറിയാവുന്ന ചില വാത്തുകളുടെയും കാര്യം ഇതുപോലൊക്കെ തന്നെയാണ്. നിങ്ങൾക്കൊരു വലിയ ജനക്കൂട്ടവും വലിയ നീണ്ടു നിൽക്കുന്ന യോഗങ്ങളും ചില ഉണർവുകൾ അവിടേക്ക് കടന്നു വന്നിട്ട് കുറച്ചുനേരം പ്രസംഗിക്കുകയും അങ്ങനെയെല്ലാം ഉണ്ട്. എന്നാൽ നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. അവർ ഈ വാത്തുകളെ പോലെ ഒന്നിച്ചുകൂടി ചുറ്റിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കുള്ള ചില ആൺവാത്തുകൾ നിങ്ങളെ ഒരു സ്ഥാപിത സംഘടനയുടെ വെറുക്കൂത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. തിരികെ ദൈവത്തിന്റെ വചനത്തിലേക്കോ തിരികെ പരിശുദ്ധാത്മാഭിഷേകത്തിലേക്കോ അല്ല നയിക്കുന്നത്. അതിനുശേഷം അവർ അത്ഭുതപ്പെടുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ ദിവസങ്ങളിൽ ഒരു ഉണർവില്ലാത്തതെന്ന്. നിങ്ങൾക്ക് ആ തെളിവുള്ള ശബ്ദത്തെ കിട്ടേണ്ടിയിരിക്കുന്നു. ആ ശബ്ദം സുവിശേഷത്തിന്റെ കാഹളമാകുന്നു. അത് സുവിശേഷനാദത്തെ സംസാരിക്കുന്നു. എല്ലാ ദൈവവചനത്തെ സംസാരിക്കുന്നു. ഒരു മതവിശ്വാസത്തെയോ ഒരു സഭാ സംഘടനയോ അല്ലത്, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ബൈബിളാകുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. നോക്കൂ, അങ്ങനെ അവർ ഈ റോഡിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ഒരിക്കൽ ഒരു പഴയ ആൺവാത്ത് ഒരു കൂട്ടത്തെ മുഴുവൻ കൊന്നുകളഞ്ഞു. അവൻ എവിടേക്കാണ് പോകുന്നതെന്ന് സ്വയം തന്നെ അറിയാതെ ഇരുട്ടിൽ കൂടി പറന്നു പോകാൻ ശ്രമിച്ചു. അവിടെയുള്ള മലകളിൽ ചെന്ന് അവയെല്ലാം കൂടി ഇടിച്ചിട്ട് അവരിൽ ചിലത് ഭിന്നമായി പോകുകയും ചിലത് തട്ടി തകർന്നു പോവുകയും ചെയ്തു. തീർച്ചയായും അവർക്ക് അവരുടെ നിശ്ചിതമായ ശബ്ദത്തെ അറിയേണ്ടിയിരിക്കുന്നു. ആ പഴയ പാവം താറാവിന് ആ തെളിവുള്ള ശബ്ദമുണ്ടായിരിക്കുകയും അവർക്കെല്ലാം അത് അറിയുകയും ചെയ്യാമെങ്കിൽ അവർക്ക് ഒന്നിച്ചുകൂടി ഒരു ഉത്സവം ആകർഷിച്ചിട്ട് തെക്കോട്ട് പോകുവാൻ കഴിയും. എന്തിനാണ് അവർ അങ്ങോട്ട് പോകുന്നത്? അവിടെ തണുപ്പില്ലാത്തതിനാലാണ്. ഇപ്പോൾ ദൈവം ഒരു താറാവിന് എങ്ങനെയാണ് തണുപ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടിയെന്ന് അറിയാൻ അത്രമാത്രം ഗ്രഹണശക്തി കൊടുക്കുകയാണെങ്കിൽ സഭയ്ക്ക് കൊടുക്കാൻ വേണ്ടി അവൻ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു. ഒരു താറാവിന് അത് ജന്മവാസനയിൽ കൂടി ചെയ്യാൻ കഴിയുമെങ്കിൽ സഭയിലുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്തായിരിക്കും? അത് നമ്മെ പഴയ ആചാരമുറകളിൽ നിന്നും മതസംഹിതകളിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നും ഒരു മഹിമയേറിയ അത്ഭുതകരമായ പരിശുദ്ധാത്മാഭിഷേകത്തിലേക്ക് നമ്മെ നയിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അവിടെ വീര്യവും പരിജ്ഞാനവും സ്ഥിരതയും ഭക്തിയും പരിശുദ്ധാത്മാവും ഉണ്ടായിരിക്കും. ഒരു യഥാർത്ഥ വഴികാട്ടി അതിലേക്കായിരിക്കും നയിക്കുന്നത്. കാരണം അവൻ സുവിശേഷമല്ലാതെ വേറൊന്നും സംസാരിക്കുന്നില്ല, ദൈവത്തിന്റെ വചനം മാത്രം. തീർച്ചയായും നിങ്ങൾക്കൊരു വഴികാട്ടി വിദ്വാൻമാർ അവർക്ക് ദൈവത്തെക്കുറിച്ച് യാതൊന്നും അറിയില്ലായിരുന്നു.
അവർ മാജിക്ക് പ്രവർത്തിക്കുന്നവരും മാന്ത്രികരുമായിരുന്നു. They were over in the അവർ Orient. പൂർവ്വദിക്കിലുള്ളവരായിരുന്നു. നിങ്ങൾക്കറിയാമോ, ബൈബിൾ പറയുന്നു, ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്കുകൊണ്ട് അവനെ നമസ്കരിക്കാൻ വന്നിരിക്കുന്നു. അവർ പശ്ചിമദിക്കിൽ നിന്നുള്ളവരായിരുന്നു. അവർ കിഴക്കോട്ട് നോക്കിയിട്ട് അവന്റെ നക്ഷത്രം കണ്ടിരുന്നു. അല്ലെങ്കിൽ അവർ കിഴക്കായിട്ട് പടിഞ്ഞാറോട്ട് നോക്കിയിരുന്നു. We were in the east and saw his star. ഞങ്ങൾ കിഴക്കായിക്കൊണ്ട് പടിഞ്ഞാറ് അവന്റെ നക്ഷത്രം കണ്ടു. നോക്കൂ, ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടിരിക്കുന്നു. അവർ കിഴക്കായിരുന്നു. ഞങ്ങൾ കിഴക്കായിരുന്നപ്പോൾ ഞങ്ങൾ ആ നക്ഷത്രം കണ്ടിട്ട് അവനെ നമസ്കരിക്കാനായി വന്നിരിക്കുന്നു. ആ വിദ്വാൻമാർ യാത്ര പുറപ്പെടുന്നതിനുള്ള തയ്യാറെടുപ്പിനെ എനിക്ക് സങ്കല്പിക്കുവാൻ കഴിയും. അവരിൽ ഒരുവന്റെ ഭാര്യ അവനോട് പറയുന്നത് എനിക്ക് സങ്കല്പിക്കുവാൻ കഴിയും. എല്ലാം തയ്യാറാക്കഴിഞ്ഞിരിക്കുന്നുണ്ട്, എന്നാൽ നിങ്ങളുടെ വടക്ക് നോക്കി യന്ത്രം എവിടെയെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ പ്രാവശ്യം വടക്ക് നോക്കി യന്ത്രം ഉപയോഗിക്കുന്നില്ല. എങ്കിൽ ആ മലകൾക്കപ്പുറത്ത് എങ്ങനെ നിങ്ങൾക്ക് എത്തിച്ചെല്ലാൻ പറ്റും? അവർക്ക് ടൈഗ്രിസ് നദി കുറുകെ കടന്നിട്ട് സമഭൂമിയിൽ കൂടി കടന്നു വരേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഓർക്കുക. അതുകൊണ്ടാണ് അവർ കൊട്ടകത്തിന്മേൽ 2 വർഷത്തോളം യാത്ര ചെയ്യേണ്ടിയിരുന്നത്. എങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ വടക്ക് നോക്കി യന്ത്രം പോലും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇല്ല. എങ്ങനെയാണ് പിന്നെ പോകുന്നത്? ഞാൻ ദൈവത്തിന് നൽകപ്പെട്ടിരിക്കുന്ന വഴിയിൽ കൂടി പോകാൻ പോകുന്നു. അങ്ങ് ദൂരെയായുള്ള ആ നക്ഷത്രം എന്നെ രാജാവിന്റെ അടുക്കലേക്ക് നയിക്കുവാൻ പോകുന്നു. അതാകുന്നു, ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടിട്ട് അവനെ നമസ്കരിക്കുന്നവരെ പടിഞ്ഞാറ് വരെയും അതിനെ പിന്തുടർന്നിരിക്കുന്നു. എവിടെയാകുന്നു അവൻ? അവർ ദൈവത്തിന് നിയമിക്കപ്പെട്ട വഴിയെ പിന്തുടർന്നു. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ അവർ അവിടെയുള്ള ഒരു കൂട്ടം മതസംഹിതയുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചു. They come into Jerusalem. അവർ യെരുശലേമിൽ വന്നിട്ട് അവനെവിടെ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിച്ചും കൊണ്ട് അവിടുത്തെ തെരുവുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ശരി, അത് കേന്ദ്രമായിരുന്നു, അത് യെരുശലേമായിരുന്നു. തീർച്ചയായിട്ടും ആ വലിയ സഭയ്ക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമായിരിക്കണം. എവിടെയാകുന്നു അവൻ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ കിഴക്കവന്റെ നക്ഷത്രം കണ്ടിട്ട് അവനെ ആരാധിപ്പാനെ വന്നിരിക്കുന്നു. എവിടെയാകുന്നു അവൻ? അവർ സോൻസോ പാസ്റ്ററിന്റെ അടുക്കലും സോൻസോ പുരോഹിതന്റെ അടുക്കലും ചെന്നു. അവരിൽ ആർക്കും ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ലായിരുന്നു. എന്തൊക്കെയായിരുന്നാലും യഹൂദന്മാരുടെ രാജാവായിട്ട് ഒരുവൻ പിറന്നിരിക്കുന്നു. അവൻ എവിടെ? അവർക്കറിയില്ലായിരുന്നു. എന്നാൽ അവിടെ ഒരു കൂട്ടം ഇടയന്മാർ മലയടിവാരത്തിലുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിന് നിയമിക്കപ്പെട്ട വഴിയെ പിന്തുടർന്നിരുന്നു. അങ്ങനെ അവർ അവിടെ താമസിക്കുകയും അവൻ അവരോട് പറഞ്ഞു, നാം എന്താണ് ചെയ്യേണ്ടതെന്നാൽ ഭരണസമിതിയുടെ യോഗം കൂടേണ്ടിയിരിക്കുന്നു. അങ്ങനെ അവർ ന്യായാധിപ സംഘത്തെ വിളിച്ചു കൂട്ടിയിട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഇല്ല, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. അത് തന്നെയാണ് ഇന്ന് നടക്കുന്നതും. അവർക്ക് ഈ വഴികാട്ടിയെക്കുറിച്ച് യാതൊന്നും അറിയില്ല. ഈ സുഖപ്പെടുന്നതും നിറയ്ക്കുന്നതും രക്ഷിക്കപ്പെടുന്നതും വീണ്ടും വരുന്നതുമായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് യാതൊന്നും അറിയില്ല. ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്ന് ഞങ്ങളോട് വഴികാട്ടി പറഞ്ഞിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ അവരുടെ മധ്യയായിരിക്കുന്നു. അവൻ ഹൃദയത്തിലെ വിചാരങ്ങളെ വിവേചിച്ചറിയുന്നവനാകുന്നു. അവർക്കതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. അവർ അതിനെ മെന്റൽ ടെലപ്പതി അല്ലെങ്കിൽ വേറെന്തോ വിളിക്കുന്നു. അതിനെക്കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് അവർക്കറിയില്ല. അങ്ങനെ നിങ്ങൾ നോക്കൂ, ആ വിദ്വാൻമാർ എന്നിവരെയും ഓർക്കുക. അവർ യെരുശലേമിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ആ നക്ഷത്രം അപ്രത്യക്ഷമായി. എപ്പോൾ വരെ നിങ്ങൾ മതസംഹിതകളാലും സ്ഥാപിത സഭാ സംഘടനകളാലും മനുഷ്യരാലും ദൈവത്തോട് നയിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ സഹായം നിങ്ങളെ വിട്ടുകളയും. എന്നാൽ അവർ ക്ഷീണിച്ചും തളർന്നും അവരെ വിട്ടപ്പോൾ, യഹൂദന്മാരുടെ മതസംഹിതകളെയും സഭാ സംഘടനകളെയും വിട്ടിട്ട് യെരുശലേമിന് വെളിയിൽ വന്നപ്പോൾ ആ നക്ഷത്രം വീണ്ടും പ്രത്യക്ഷപ്പെടുകയും അവർ വലിയ സന്തോഷത്താൽ ആനന്ദിക്കുകയും ചെയ്തു. അവർ വഴികാട്ടിയെ വീണ്ടും കണ്ടുമുട്ടി. അതെന്തായിരുന്നിരിക്കാം? ചില പഴയ തണുത്ത ആചാരമുറ പ്രകാരമുള്ള സഭയിൽ ചെന്നപ്പെട്ടതിന് ശേഷം ആളി കത്തുന്നതായ ഒരു സഭയിൽ തിരികെ വന്നു ചേരുക. ആ വഴികാട്ടി നയിക്കുന്നത് നോക്കൂ, എന്തൊരു വ്യത്യാസമാണ് അതിനുള്ളത്. അതെ, ഞങ്ങൾ കിഴക്കവന്റെ നക്ഷത്രം കണ്ടിട്ട് അവനെ നമസ്കരിപ്പാനായി വന്നിരിക്കുന്നു. യോശുവ അവരോട് പറഞ്ഞു, നിങ്ങൾ നിയമപ്പെട്ടകത്തിനെ പിന്തുടരണം. കാരണം ഈ വഴിക്ക് നിങ്ങൾ ഒരിക്കലും ഇതിനു മുമ്പ് വന്നിട്ടില്ലല്ലോ. ദൈവം ഒരിക്കലും ആ നിയമപ്പെട്ടകത്തെ ശരിയായിട്ടുള്ള സ്ഥലത്തല്ലാതെ വേറെ എങ്ങും പോകാൻ അനുവദിക്കില്ല. എല്ലാവരും അതിനെ പിന്തുടരുകയും അവൻ യോർദാൻ മറികടക്കുകയും ചെയ്തു. അതുതന്നെയാണ് പരിശുദ്ധാത്മാവിനാൽ ഇന്ന് നടക്കുന്നത്. നമുക്കറിയാവുന്ന ഒരേ ഒരു കാര്യം ഇത് പരിശുദ്ധാത്മാവാണോ അല്ലയോ എന്നത് അതിന്റെ പ്രകടനങ്ങൾ കാണുന്നതിൽ കൂടെയാണ്. ദൈവത്തിന്റെ വചനം തെളിയിച്ചിട്ട് പ്രകടിപ്പിക്കുന്നതിൽ കൂടെയാണ്. ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കൂട്ടം സഹോദരന്മാർ അവർക്ക് രക്തവും എണ്ണയും കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. അവർ ആ രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ശരിയായിരിക്കട്ടെ. എനിക്കതൊരു തെളിയിക്കലല്ല, അതൊരു വേദഭാഗത്തെ തെളിയിച്ച് കാണിക്കുന്നതായിരിക്കണം. നോക്കൂ, എപ്പോൾ വരെയും അത് ദൈവം എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനെ തെളിയിച്ച് കാണിക്കുന്നെങ്കിൽ അത് ശരിയാണ്. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയിരിക്കുന്നതിന്റെ കാരണം നിങ്ങളുടെ കൈവശം എണ്ണ കിട്ടിയിരിക്കുന്നതിലാണ്. ഇപ്പോൾ എനിക്ക് അതിനു വേണ്ടി പോകാൻ കഴിയുകയില്ല. നോക്കൂ, അതായത് എണ്ണയ്ക്ക് അതുമായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കൂടാതെ അവിടെ രക്തം സുഖപ്പെടുത്തുന്നതിനും രക്ഷിക്കപ്പെടുന്നതിനും വേണ്ടി പോകുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് എന്ത് സംഭവിച്ചു? ആ എണ്ണ സുഖപ്പെടുത്തുന്നുവെങ്കിൽ അവന്റെ അടിപ്പിണരുകൾക്ക് എന്ത് സംഭവിച്ചു? വചനത്തിന്റെ സത്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന വഴികാട്ടി അവിടെ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ശൂന്യതയിലെത്തുകയും എണ്ണപ്പെടുന്നതിന് വേണ്ടി തയ്യാറാകുകയും ചെയ്യുന്നു. അത് ശരിയാണ്, പറന്നു പോകുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്നു. അതെ സാറേ, അതെ. അതെന്തുകൊണ്ടാണ്? ആ ഒരു വഴികാട്ടി ഒരുവനാണ് അതിനെ യാഥാർത്ഥ്യമാക്കി തരുന്നത്. എന്റെ വശം ഒരു വേദഭാഗമുണ്ട്. ഞാൻ ഈ വേദഭാഗങ്ങൾ നിങ്ങൾക്ക് തരുന്നു. എന്നാൽ ഈ വേദഭാഗങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് 2 പത്രോസ് 1-ാം അധ്യായം 21-ാം വാക്യമാണ്. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ.
എങ്ങനെയാണ് പ്രവചനം വന്നത്? മനുഷ്യന്റെ ഇഷ്ടത്താലോ സഭാ സമുദായങ്ങളുടെ മതസംഹിതകളിൽ നിന്നോ അല്ല, എന്നാൽ ദൈവ ഇഷ്ടത്താൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ടത്രേ വന്നത്. അവൻ എല്ലായ്പ്പോഴും ദൈവത്തിന്റെ വഴികാട്ടിയാകുന്നു. അത് അഗ്നിസ്തംഭത്തിലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവാണ്. അത് ക്രിസ്തുവായിരുന്നുവെന്ന് ഏതൊരു മനുഷ്യനും അറിയാം. മോശ മിസ്രൈം വിട്ടു പോയിട്ട് മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എണ്ണുകയും ചെയ്തു. ക്രിസ്തുവായിരുന്നു അത്. അവർ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, നീ പറയുന്നു അത് നീയായിരുന്നുവെന്ന്. എങ്ങനെ നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ലല്ലോ, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുവോ? അവൻ പറഞ്ഞു, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട് എന്ന് പറഞ്ഞു. ഞാനായിരുന്നു അഗ്നിസ്തംഭത്തിൽ കൂടി കത്തുന്ന മുൾപടർപ്പിൽ മോശയെ കണ്ടുമുട്ടിയത്. അവൻ ദൈവം ജഡമായി തീർന്നതായിരുന്നു. ഒരു മൂന്നാമത്തെ വ്യക്തിയായിരുന്നില്ല, അതേ വ്യക്തി വേറൊരു ഉദ്യോഗത്തിലായിരുന്നു. 3 ദൈവങ്ങളല്ല, ശരിയായിട്ട് പറഞ്ഞാൽ ഒരു ദൈവത്തിന്റെ 3 ഉദ്യോഗസ്ഥാനങ്ങളാണ്. ഇപ്പോൾ വേദഭാഗത്തു നിന്നും ദൈവം എല്ലായ്പ്പോഴും നിയമിക്കുമ്പോൾ ഏറ്റവും നല്ലത് ഒരുക്കുന്നു. ദൈവം തന്റെ സഭയെ സുരക്ഷിതമാക്കുന്നതിന് ഒരു വഴി നിയമിച്ചപ്പോൾ അവൻ ഏറ്റവും നല്ലതായി വഴി നിയമിച്ചു. അവൻ ഏദൻ തോട്ടത്തിൽ ആദാമിനും ഹവ്വയ്ക്കും കൊടുത്തപ്പോൾ അവൻ അവർക്ക് എന്താണ് കൊടുത്തതെന്ന് വെച്ചാൽ അവന്റെ വചനമായിരുന്നു. നീ ഈ വചനത്തിന് പിന്നിലായിരിക്കുക, എങ്കിൽ നീ സുരക്ഷിതനായിരിക്കും. എന്നാൽ നീ അതിനകത്തു നിന്നും വെളിയിലായി കഴിഞ്ഞാൽ അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവം ഒരിക്കലും തന്റെ യുദ്ധതന്ത്രങ്ങളിൽ നിന്നും മാറിയിട്ടില്ല. സാത്താനും ഒരിക്കലും അവന്റെ നിന്നും മാറിയിട്ടില്ല. ആദാമിലും ഹവ്വയിലും അവൻ എങ്ങനെ കടന്നു ചെന്നോ അവൻ ഇന്നും അവരിൽ അതുപോലെ തന്നെ കടന്നു ചെല്ലുന്നു. എന്തുകൊണ്ട്? എങ്ങനെ? അതിനെ യുക്തിപൂർവ്വം ശ്രമിക്കുന്നു അവൻ. ഇപ്പോൾ ദൈവം അങ്ങനെ ചെയ്യുന്നില്ല എന്നത് യുക്തമാണ്. ഓ, ദൈവം പറഞ്ഞുവോ? സാത്താൻ പറഞ്ഞു. എന്നാൽ തീർച്ചയായിട്ടും ഒരു വിശുദ്ധനായ ദൈവം അങ്ങനെ ചെയ്യുകയില്ല. തീർച്ചയായും ദൈവം ചെയ്യും. എന്തുകൊണ്ടെന്നാൽ അവൻ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ് ജനങ്ങളും എന്ന് പറയുന്നത്. ഓ, ഇപ്പോൾ നിൽക്കൂ, നിങ്ങളിപ്പോൾ വിശ്വസിക്കില്ല. ഞാൻ പള്ളിയിൽ പോവുകയും എന്റെ ദശാംശം കൊടുക്കുകയും ഞാൻ ഇത് ചെയ്യുകയും അത് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ദൈവം എന്നെ തള്ളിക്കളയാൻ പോകുന്നുവോ? ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ അവന് ദൈവരാജ്യത്തെ മനസ്സിലാക്കാൻ പോലും കഴിയുകയില്ല. യാതൊരു ഒഴിവ് കഴിവുമില്ല. ഒരു പാവം പിടിച്ച് പ്രായം ചെന്ന മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പാവം ചെന്ന വയസ്സ് ചെന്ന സ്ത്രീ അവരുടേതൊരു നല്ല ജീവനായിരുന്നിരിക്കാം. ദൈവത്തെ എപ്പോഴെങ്കിലും കാണാനുള്ള ഒരേ ഒരു വഴി വീണ്ടും ജനിക്കുക മാത്രമാണ്. അവരെത്ര ചെറുതാണെന്നും എത്ര പ്രായം ചെന്നതാണെന്നും എത്ര ചെറുപ്പമാണെന്നോ അവരെന്ത് ചെയ്തെന്നോ അവരെത്ര വട്ടം പള്ളിയിൽ പോയിരുന്നെന്നോ എത്ര സംഘടനാ സഭകൾ അവർക്കറിയാമെന്നോ എത്ര മതസംഹിതകൾ അവർക്ക് കാണപ്പെടാമെന്നോ എന്നുള്ളതിന്റെ ഞാൻ കാര്യമാക്കുന്നില്ല. നിങ്ങൾക്ക് വീണ്ടും ജനിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആ തുടക്കത്തിന്റെ അടിസ്ഥാനം പോലുമില്ല. അത് വാസ്തവമായിട്ട് ശരിയാണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, നിങ്ങൾക്കൊരു വഴികാട്ടി ആവശ്യമായിരിക്കുന്നു. അവൻ നിങ്ങളെ സത്യത്തിലേക്ക് വഴി നടത്തും. സത്യം വചനമാകുന്നു. അവൻ നിങ്ങളെ വഴി നടത്തും. അതെല്ലാം ഇപ്പോഴും അങ്ങനെയായിരിക്കുന്നു. ദൈവത്തിന് ഒരിക്കലും യാതൊന്നും മാറ്റേണ്ട ആവശ്യമില്ല, കാരണം അവൻ അതിരറ്റവനാകുന്നു. കൂടാതെ എന്താണ് ഏറ്റവും നല്ലതെന്നും അവൻ അറിയുന്നു. അവൻ സർവജ്ഞനും സർവ്വവ്യാപിയും അവനെല്ലാമാകുന്നു. അത് ശരിയാണ്. ദൈവം അങ്ങനെയാകുന്നത് കൊണ്ട് അവന് മാറ്റമുണ്ടാക്കേണ്ട ആവശ്യമില്ല. അവൻ നയിക്കുന്നതായ വഴിയുടെ ഉറപ്പുകാരനും അവനാകുന്നു. പരിശുദ്ധാത്മാവെന്ന വഴികാട്ടിയാകുന്നു. അവൻ പഠിപ്പിക്കുന്ന അതേ വചനത്തെ ദൃഢീകരിക്കുന്നവൻ. ലൂക്കോസ് ആ വഴിയാട്ടിയാൽ നയിക്കപ്പെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാക്കപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്നും കഴിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. അങ്ങനെ അവരെല്ലായിടത്തേക്കും പോയി ആ വഴികാട്ടിയാൽ നയിക്കപ്പെട്ടു. നിങ്ങൾക്കറിയാമോ, വചനത്തെ അടയാളങ്ങളോടുകൂടി പ്രസംഗിച്ചു. എന്തായിരുന്നു അത്? ആ വഴികാട്ടി അത് സത്യമായിരുന്നുവെന്ന് തെളിയിക്കുകയായിരുന്നു. അതായിരിക്കുന്നു ദൈവത്തിന്റെ നയോപായം. ഈ രീതിയിലാണ് അത് ഇട്ടിരിക്കുന്നത്. അതവന്റെ പദ്ധതിയാകുന്നു. അവൻ അതിൽ നിന്ന് മാറാൻ കഴിയില്ല, കാരണം അവൻ നിത്യനാകുന്നു. ആമേൻ. അവൻ അതിൽ നിന്ന് മാറാൻ പറ്റുകയില്ല. അവൻ ദൈവമാകുന്നു. എനിക്ക് മാറാൻ കഴിയും, ഞാനൊരു മനുഷ്യനാകുന്നു. നിങ്ങൾക്ക് മാറാൻ കഴിയും, നിങ്ങളൊരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ ആകുന്നു. എന്നാൽ ദൈവത്തിന് മാറാൻ കഴിയുകയില്ല. ഞാൻ പരിമിതിയുള്ളവനാകുന്നു. എനിക്ക് തെറ്റ് ചെയ്യാനും തെറ്റ് പറയാനും നമുക്ക് എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും. എന്നാൽ ദൈവത്തിന് അങ്ങനെ ചെയ്തുകൊണ്ട് ദൈവമായിരിക്കാൻ പറ്റുകയില്ല. അവന്റെ ആദ്യത്തെ തീരുമാനം സമ്പൂർണ്ണമാകുന്നു. ദൈവം ഏത് രീതിയിൽ പ്രവർത്തിച്ച് ദൃശ്യമാക്കുന്നുവോ അതേ രീതിയിൽ തന്നെ അവൻ എപ്പോഴും പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു പാപിയെ രക്ഷിക്കുന്നതിന് വേണ്ടി അവനെ വിളിക്കുകയാണെങ്കിൽ അവൻ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവനെ രക്ഷിക്കുന്നു. വേറൊരു പ്രാവശ്യം ഒരു പാപി വരികയാണെങ്കിൽ അതേ രീതിയിൽ തന്നെ ദൈവത്തിന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അവൻ ആദ്യ സ്ഥാനത്ത് പ്രവർത്തിച്ചപ്പോൾ അവൻ തെറ്റായിട്ടാണ് പ്രവർത്തിച്ചത്. ആമേൻ. ഞാൻ അവനെ സ്നേഹിക്കുന്നു. അത് സത്യമാണെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് 53 വയസ്സ് പ്രായമായി. കഴിഞ്ഞ 33.5 വർഷങ്ങൾ കൊണ്ട് ഞാൻ ഈ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരിക്കലും പരാജയപ്പെട്ട് കാണാൻ ഞാൻ കണ്ടിട്ടില്ല. 7 വട്ടം ലോകം ചുറ്റുന്നതിൽ കൂടെ ഞാൻ അതിനെ പരീക്ഷിച്ചു കണ്ടിരുന്നു. എല്ലാ രീതിയിലുമുള്ള മതങ്ങളിലും മറ്റെല്ലാ കാര്യങ്ങളിലും 1 വട്ടം 1/2 കോടി ജനക്കൂട്ടത്തിലും അധികം പേരുടെ മുമ്പിൽ വെച്ച് അതൊരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ഞാൻ ചില പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിൽ നിന്നും പറയില്ല. ഞാൻ എന്റെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്നും സംസാരിക്കുന്നു. അതായത് ദൈവം തന്റെ സ്വന്തം വചനത്തിന് പിന്നിൽ നിൽക്കുകയും അതിനെ പാലിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിലുള്ള മതസംഹിത ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. എന്നാൽ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനത്തെ പിന്താങ്ങുന്നു. വിശുദ്ധ യോഹന്നാൻ അതിന്റെ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവൻ പറയുന്നു, അവൻ വചനമാകുന്നു, അവൻ വഴികാട്ടിയാകുന്നു.
ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, And the Word was made flesh and dwelt among വചനം ദൈവമായിട്ട് നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോസ്തല പ്രവർത്തികൾ 2:38 പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് പ്രാപിക്കേണ്ടതെന്ന് പറയുന്നതിനെ പത്രോസ് നയിക്കപ്പെട്ടു. us. He said, repent, every one of you. അവൻ പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, അതിനുശേഷം വഴികാട്ടി നിങ്ങളെ അവിടെ നിന്നും എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകും. അതെ, അതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടിയിരിക്കുന്നത്. ആദ്യം നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടുവീൻ. നിങ്ങളുടെ അവിശ്വാസം, അതായത് നിങ്ങൾ ഈ കാര്യങ്ങളെ അവിശ്വസിച്ചിരിക്കുന്നു. Repent and then be baptized. മാനസാന്തരപ്പെടുവീൻ, എന്നിട്ട് സ്നാനമേൽപ്പീൻ, അതിനുശേഷം വഴികാട്ടി നിങ്ങളെ വഴി നടത്തും. നോക്കൂ, അതാണ് നിങ്ങളുടെ കർത്തവ്യം. മാനസാന്തരപ്പെടേണ്ടത് നിങ്ങളുടെ കർത്തവ്യമാകുന്നു. സ്നാനപ്പെട്ടിരിക്കേണ്ടത് നിങ്ങളുടെ കർത്തവ്യമാകുന്നു. അതിനുശേഷം അത് വഴികാട്ടിയുടെ കർത്തവ്യമാണ് നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. നിങ്ങളെ വീര്യത്തിൽ നിന്ന് പരിജ്ഞാനവും, അതിൽ നിന്ന് ഇന്ദ്രിയ ജയവും, അവിടെ നിന്ന് സ്ഥിരതയും, തുടർന്ന് ഭക്തിയും, അതിൽ നിന്ന് സഹോദര പ്രീതിയിലേക്കും, അതിനുശേഷം പരിശുദ്ധാത്മാ നിങ്ങളെ മുദ്രയിടുന്നു. അതിനുശേഷം നിങ്ങൾ ദൈവത്തിന്റെ പൂർണ്ണ വളർച്ചയെത്തിയിട്ട് ഒരു യഥാർത്ഥ ദൈവപുരുഷനും ഒരു യഥാർത്ഥ ദൈവസ്ത്രീയുമായിട്ട് ക്രിസ്തുവിൽ നങ്കൂരമിട്ടിരിക്കുന്നു. I love that. ഞാനത് ഇഷ്ടപ്പെടുന്നു. ക്രിസ്തുവിൽ നങ്കൂരമിട്ടിരിക്കുന്നു. മർക്കോസ് 16 അധ്യായം എഴുതുന്നതിന് വേണ്ടി തീർച്ചയായും മർക്കോസ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടിരുന്നു. യോഹന്നാൻ വെളിപാട് പുസ്തകം എഴുതിയപ്പോൾ അവൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടിരുന്നു. അവൻ വഴികാട്ടിയാലും നയിക്കപ്പെട്ടിട്ട് പറഞ്ഞു, He was also ആരെങ്കിലും ഇതിനോട് കൂട്ടിയാൽ അല്ലെങ്കിൽ വല്ലതും നീക്കിക്കളഞ്ഞാൽ ജീവനുള്ള വൃക്ഷത്തിൽ നിന്ന് അവന്റെ അംശം നീക്കിക്കളയും. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വചനത്തിന് പകരം എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയും എന്നിട്ട് ഇപ്പോഴും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുവാൻ കഴിയുന്നത്? യാതൊരു ബുദ്ധിയും കാണുന്നില്ല. അതങ്ങനെയല്ലേ? ഇല്ല, യാതൊന്നും കാണിക്കുന്നില്ല. ഈ ജീവിതം മുഴുവൻ അവൻ എന്റെ വഴികാട്ടിയായിരുന്നു. അവൻ എന്നെ ജീവനിലേക്ക് വഴി നടത്തി. അവനാകുന്നു എന്റെ ജീവന്റെ അടുക്കലേക്ക് വഴി നടത്തിയതും അവൻ എന്റെ ജീവനുമാകുന്നു. അവനെ കൂടാതെ എന്നിൽ ജീവനില്ല. അവനെ കൂടാതെ എനിക്ക് യാതൊന്നിന്റെയും ആവശ്യമില്ല. അവൻ എന്റെ എല്ലാത്തിലും എല്ലാമാകുന്നു. എന്റെ പ്രയാസങ്ങളുടെ അവസരങ്ങളിൽ അവൻ എന്റെ അടുത്ത് നിൽക്കുന്നു. ഇന്നലെ അവൻ എന്നെ അനുഗ്രഹിച്ചു. ഇന്നവർ എന്നോട് അത് തന്നെ ചെയ്തു. എനിക്കെന്ത് പ്രതീക്ഷിക്കാൻ കഴിയും? എല്ലായ്പ്പോഴും അത് തന്നെ. അവന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. ആമേൻ. അതെ, അവനത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവനത് ചെയ്യും. അവൻ എന്റെ ജീവനാകുന്നു. അവൻ എന്റെ വഴികാട്ടിയാകുന്നു. എന്റെ എല്ലാമാകുന്നു. ഞാൻ അവനിൽ വിശ്വസിക്കുന്നു. എനിക്ക് വളരെ കഠിനമായ ചില പരീക്ഷകൾ ഉണ്ടായിരുന്നു. ഞാൻ എവിടെ പോയിരുന്നാലും അവനെ വിശ്വസിച്ചിരുന്നു. നിങ്ങളും അത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ സ്ത്രീകൾ വസ്ത്രം കഴുകാൻ പോകുന്നുവെങ്കിൽ അവനെ വിശ്വസിക്കുക. നിങ്ങൾ ടൗണിൽ പോകുകയാണെങ്കിൽ അവനെ വിശ്വസിക്കുക. ഒരു വട്ടം ഞാൻ ഓർത്തു, അതായത് കാടുകളെ പറ്റിയൊക്കെ അറിയാവുന്ന ഒരു നല്ല കാട്ടുമനുഷ്യനാണ് ഞാൻ. നിങ്ങൾക്കറിയാമോ, ധാരാളം വേട്ടയാടിയിരുന്നു ഞാൻ ഓർത്തു, ഞാൻ സമർത്ഥനാണ്. ആരും നിങ്ങൾക്ക് എന്നെ നഷ്ടപ്പെടുവാൻ കഴിയുകയില്ല. എന്റെ അമ്മ പകുതി ഇന്ത്യൻ ആയിരുന്നു. ഞാനത് ഇഷ്ടപ്പെടുന്നിരുന്നു. ഓ ദൈവമേ, നിങ്ങൾക്കെന്നെ കാടുകൾ നഷ്ടപ്പെടാൻ കഴിയുകയില്ല. ഞാൻ എവിടെയാണെന്ന് എനിക്കറിയാം. എന്റെ മധുവിധുവിന് ഞാൻ എന്റെ ഭാര്യയെ ചെറുതായെന്ന് ചതിച്ചതുപോലെയുണ്ട്. ഞാൻ അവളോട് പറഞ്ഞു, നിനക്കറിയാമോ പ്രിയെ, നമ്മൾ ഒക്ടോബർ 23 നമ്മുടെ വിവാഹം നടത്തുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും. തീർച്ചയായും കർത്താവിനോട് അത് ചെയ്യാനായി പറഞ്ഞിരുന്നു. അപ്പോഴായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയ മധുവിധുവിന് വേണ്ടി ഞാൻ കുറച്ച് പൈസ ഇതിനു വേണ്ടി ശേഖരിച്ചിട്ട് അവളെ നയാഗ്ര വെള്ളച്ചാട്ടം കാണിച്ചിട്ട് അവിടുന്ന് അതിരോണ്ടാക്കിലേക്ക് പോയിട്ട് ചെറുതായി വേട്ട ചെയ്തിട്ട് വരാമെന്ന് ഞാൻ ഓർത്തു. അങ്ങനെ ഞാൻ അവളെയും ബില്ലിയും എടുത്തു. ബില്ലി തീരെ കുഞ്ഞായിരുന്നു. എന്റെ ഭാര്യയെ ഹണിമൂണിന് വേണ്ടി കൊണ്ടുപോകേണ്ടിയായിരുന്നു. കൂടാതെ അതൊരു വേട്ടയ്ക്കുള്ള യാത്രയും കൂടിയായിരുന്നു. നിങ്ങൾക്കറിയാമോ? അങ്ങനെ ഞാൻ ഓർത്ത് അങ്ങനെ ചെയ്യുന്നത് അതൊരു നല്ല കാര്യമായിരിക്കും. അങ്ങനെ ഞാൻ അവളെ എടുത്തുകൊണ്ട് ഞാൻ വനപാലകനായ മിസ്റ്റർ ഡെൻഡൻ എഴുത്തിട്ടു. കൂടാതെ ഞങ്ങൾ ഹുരിക്കെയിൻ മൗണ്ടനിലേക്ക് പോകുകയായിരുന്നു. മിസ്റ്റർ ഡെൻഡൻ, എനിക്ക് ഈ ശരത്കാലത്തിൽ നിങ്ങളോടുകൂടെ കുറച്ച് കരടിയെ വേട്ടയാടാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നു എന്ന് ഞാൻ എഴുതിയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഓക്കെ ബില്ലി, കടന്നു വരിക. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചില പ്രത്യേക തീയതികളിൽ ഞാൻ മുകളിലുണ്ടായിരിക്കും. ഞാനും ഭാര്യയും ബില്ലിയും ഒരു ദിവസം മുമ്പ് തന്നെ അവിടെ എത്തിച്ചേർന്നു. അതുകൊണ്ട് ആ മുറി താഴ്ത്തു പൂട്ടിയിരുന്നു. അവിടെ കാട്ടിൽ തന്നെ ചാരിയിരിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ സഹോദരൻ ഫ്രെഡ് സോത്മാനും ഞാനും കൂടി കുറച്ച് നാളുകളായിട്ടില്ല അവിടെ നിന്നിരുന്നു. അദ്ദേഹം അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. പരിശുദ്ധാത്മാവ് ആ മഞ്ഞ പ്രകാശം ആ മുൾപടർപ്പിനുള്ളിൽ ചുറ്റി നീങ്ങിക്കൊണ്ടേയിരുന്നു. അവിടെ തന്നെ സഹോദരൻ ഫ്രെഡ് സോത്മാൻ നിന്നിരുന്നു. അവൻ പറഞ്ഞു, എന്റെ അടുത്തേക്ക് വരൂ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. നാളെ സൂക്ഷിക്കുക, അവർ നിനക്ക് വേണ്ടി ഒരു കെണി ഒരുക്കിയിട്ടുണ്ട്. ജാഗ്രതയോടിരിക്കുക എന്ന് പറഞ്ഞു. അത് ശരിയല്ലേ സഹോദരൻ ഫ്രെഡ്? ഞാൻ ഇതിനെക്കുറിച്ച് വെർമോണ്ടിൽ വെച്ച് 100 കണക്കിന് ആളുകളോട് ആ രാത്രിയിൽ തന്നെ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, ഒരു കെണി എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഞാനത് കാണാൻ പോകുകയാണ്. അത് എവിടെയാണെന്ന് എനിക്കറിയില്ല. അതിന്റെ അടുത്ത രാത്രിയിൽ തന്നെ അതവിടെ കടന്നു വന്നു. ഞാൻ പറഞ്ഞു, ഇവിടെയാകുന്നു ആ കെണി ഒരുക്കിയിരിക്കുന്നത്. അതെ, എന്നാൽ പരിശുദ്ധാത്മാവ് അതിൽ ഞാൻ എന്ത് ചെയ്യണമെന്നതിലേക്ക് എന്നെ നയിച്ചു. ഓ, അത് അതുപോലെ തന്നെ ശരിയായിരുന്നു. അതെന്തായിരുന്നുവെന്ന് നിങ്ങൾ അധികം പേർക്കും അറിയാം. അത് പറയുന്നതിന് എനിക്കിപ്പോൾ സമയമില്ല. എന്നാൽ ഞങ്ങൾ അവിടെ ആയിരിക്കുന്ന ആ സമയത്ത് ആ ദിവസം തൊട്ട് തണുക്കാൻ തുടങ്ങി. മിസ്റ്റർ ഡെൻഡൻ അടുത്ത ദിവസമേ വരുന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു, നിനക്കറിയാമോ പ്രിയെ, നമുക്ക് വീട്ടിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു വലിയ ആൺമുയലിനെ കിട്ടിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഞാൻ പറഞ്ഞു, നമുക്ക് കഴിയും. എനിക്ക് കുറച്ച് പൈസ ശേഖരിച്ചു വെക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ ഇപ്പോൾ വിവാഹം കഴിച്ചതല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് വേട്ടയ്ക്ക് പോകുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ തണുപ്പിനുള്ള ഇറച്ചി കിട്ടിയിരിക്കും. അവൾ പറഞ്ഞു, ശരി, പോയിക്കൊള്ളു ബില്ലി.
എന്നാൽ ഇതോർക്ക് ഞാൻ ഒരിക്കലും ഈ കാട്ടിൽ വന്നിട്ടില്ല എന്ന് അവൾ പറഞ്ഞു. അവൾ ഏകദേശം 25 മൈൽ ഉയരത്തിലുള്ള മലകളിലായിരുന്നു. നിങ്ങൾക്കറിയാമോ, അവൾ പറഞ്ഞു, എനിക്കിവിടെയുമായിട്ട് യാതൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ശരി, ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാൻ 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആ 3 കരടികളെ കൊന്നിരുന്നത് അത് ആ മലയുടെ ഏറ്റവും ഉയരത്തിൽ അവിടെ വെച്ചായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു വലിയ ആൺമുയലിനെയും കുറച്ച് കരടിയും വേട്ടിയിട്ട് കൊണ്ടുവരാം, അതുകൊണ്ട് നമുക്ക് നമ്മുടെ തണുപ്പിലേക്കുള്ള ഇറച്ചിയാകും. നിങ്ങൾക്കറിയാമോ, അത് കേൾവിക്ക് നല്ല കാര്യമായിരുന്നു. ഞങ്ങൾ ബ്ലാക്ക്ബെറീസ് പറിച്ചെടുത്തിട്ട് അതുകൊണ്ട് ആ തണുപ്പ് സമയത്തേക്കുള്ള കൽക്കരി വാങ്ങിച്ചു വെച്ചിരുന്നു. ഞാൻ പാറാവ് നടത്തിയതിനു ശേഷം ഒരു ദിവസം വൈകിട്ട് ഞാനും മേടയും കൂടി അത് പറിച്ചിട്ട് ബില്ലി കൊണ്ടുപോയി വിറ്റിട്ട് വന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ റൈഫിളും എടുത്തുകൊണ്ട് താഴേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞു, അവിടെ ഒത്തിരി മാനുകളുണ്ട്, ഒന്നിനെ ഞാൻ പിടിച്ചുകൊണ്ട് വരാം. ഞാൻ പറഞ്ഞു, നിനക്കറിയാമോ, എന്നിട്ട് ഞാൻ അവനെ പിടിക്കും, എന്നിട്ട് കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ ഞാൻ തിരികെ എത്തുമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, ഓക്കെ. അങ്ങനെ ഞാൻ യാത്ര പുറപ്പെട്ടപ്പോൾ ഒരുവിധം തണുപ്പായിരുന്നു. ന്യൂ ഹാംഷെയറിലുള്ള ആർക്കും, കൂടാതെ അവിടെ മുകളിലുള്ള ന്യൂ ഇംഗ്ലണ്ടിലുള്ളവർക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും മലകളിലുള്ളവരാർക്ക് മൂടൽമഞ്ഞ് വരുന്നുണ്ട് എന്നതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാൻ പോലും പറ്റില്ല, അത്രമാത്രം മൂടൽമഞ്ഞായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കൈ തന്നെ മുമ്പിൽ കാണാൻ പറ്റുകയില്ല. അതിനുശേഷം ഞാൻ അതെല്ലാം വെട്ടിമാറ്റിക്കൊണ്ട് താഴേക്ക് വന്നിട്ട് ആ കുന്നു പ്രദേശങ്ങളിലേക്ക് കടന്നുപോയി. ഞാനൊരു പുള്ളിപ്പുലി അവിടെ കണ്ടു. ഈ രാജ്യത്തിന്റെ ഈ ഭാഗത്തുള്ളവരായി നിങ്ങൾ അതിനെ പുള്ളിപ്പുലി എന്ന് വിളിക്കുന്നു. ഞങ്ങൾ പശ്ചിമ ദിക്കിലുള്ളവർ അതിനെ കൗകാർ എന്ന് വിളിക്കുന്നു. അവിടെ മുകളിലുള്ളവർ അതിനെ മലസിംഹം എന്ന് വിളിക്കുന്നു. എന്നാൽ എല്ലാം ഒരു മൃഗം തന്നെ. വാസ്തവത്തിൽ അതെന്താണെന്നാൽ അതൊരു അമേരിക്കൻ സിംഹമാകുന്നു. ഏകദേശം 9 അടി നീളവും 150-200 റാത്തൽ ഭാരമുള്ള ഒരു പൂച്ചയാണത്. അവൻ വഴി കുറുകെ കടന്നു. ഞാൻ പെട്ടെന്ന് തന്നെ അതിനെ അധികം ദൂരത്തല്ലാതെ വെടിവെക്കുന്നതിന് വേണ്ടി തോക്ക് ശരിയാക്കി. നിങ്ങൾക്കറിയാമോ, ഈ കോകാറിനെ വേട്ടയാടിക്കൊണ്ട് എവിടെയാണ് അത് ഒളിച്ചതെന്ന് കാട്ടിൽ തെരഞ്ഞുകൊണ്ട് ഞാൻ ആ മലയുടെ മുകളിലായി കഴിഞ്ഞിരുന്നു. എനിക്കതിനെ കേൾക്കുവാൻ കഴിഞ്ഞിരുന്നു. അവൻ 4 കാലിയായിരുന്നു. ഇത് 2 കാലിയായ മൃഗമാണെന്ന് എനിക്കറിയാമായിരുന്നു. അതൊരു മാനല്ലായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു, കാരണം അതിന്റെ കാലുകൾ പതിഞ്ഞിരുന്നു. കൂടാതെ ഒരു പൂച്ച, നിങ്ങൾക്കറിയാമോ, ഇതുപോലെ പെട്ടെന്ന് വഴുതി മാറിക്കളയും. ഒരു കരടി അത് നടക്കുമ്പോൾ അതിന്റെ കാലുകൾ തമ്മിൽ ഉരുട്ടുന്നു. അതുകൊണ്ട് എനിക്കറിയാമായിരുന്നു ഇതൊരു കോകാറായിരുന്നിരിക്കണം. അവനൊരു തടിയുടെ പിറകിലായിരുന്നു. ഞാനതിനെ കണ്ടിരുന്നില്ല. എന്റെ ദൃഷ്ടി അവനിൽ നിന്ന് തെറ്റുകയും അത് പോയി കഴിഞ്ഞുമിരുന്നു. അത് പോയിരുന്ന വഴിയെ ശ്രദ്ധിച്ചുകൊണ്ട് മലയുടെ മുകളിലേക്കും ഇതുപോലെ താഴേക്കും പോയിരുന്നു. നിങ്ങൾക്കറിയാമോ, ആ കാർമേഘം, ആ മൂടൽ മഞ്ഞ് അപ്പോൾ കടന്നു വന്നുകൊണ്ടിരുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഈ കോകാറിനെയും പിന്തുടർന്നുകൊണ്ട് ഒരു വലിയ താഴ്വരയിൽ കൂടി വലിയ കാടുകളിലേക്ക് ഞാൻ കയറിയിരുന്നു. ഞാൻ വിചാരിച്ചു കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ ഞാൻ അവനെ പിടിക്കും. ഞാൻ കുറച്ച് ഉയർന്ന സ്ഥലത്ത് ഓടിക്കയറുകയും ചുറ്റുപാട് നോക്കുകയും പൊളിഞ്ഞിരുന്നിട്ട് എനിക്ക് അവനെ കാണാൻ കഴിയുമോ എന്ന് നോക്കും. എന്നിട്ട് താഴെ ഇറങ്ങും, വീണ്ടും കയറും. വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. അവൻ മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് കുറ്റിക്കാടുകൾ ഇളക്കുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അവൻ വൻ കാടുകളിലേക്ക് വഴി കണ്ടുപിടിക്കുകയായിരുന്നു. അതിനാൽ എനിക്ക് പിന്നെ ഇതിനെ തുടരുവാൻ കഴിയുകയില്ല. അവൻ വളരെ മിടുക്കനായിരുന്നു. അവൻ വൻ കാടുകളിലേക്ക് കയറുകയും ഒരു മരത്തിൽ നിന്ന് വേറൊന്നിലേക്ക് ചാടി പോകാനും കഴിഞ്ഞു. അതിനുശേഷം അവൻ അറിയാം എനിക്കിനിയും അവനെ അവിടെ തുടരുവാൻ കഴിയുകയില്ല എന്ന്. ഞാൻ ഓർത്തു, ശരി, എങ്ങനെയെങ്കിലും ഞാൻ തിരിച്ച് ഒരു മലയിടുക്കിലേക്ക് കയറി. അവിടെ ഒരു ആൺകരടിയെ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ ഓർത്തു, ഞാനതിനെ ഇപ്പോൾ പിടിക്കും, അത് നല്ല ഒന്നാണ്. ഞാൻ വീണ്ടും നോക്കി. ഞാൻ കുറച്ചുകൂടി മുമ്പോട്ട് നോക്കിയിട്ട് എല്ലാ തരത്തിലുള്ള അടയാളങ്ങളും മറ്റെല്ലാം ശ്രദ്ധിച്ചു. എനിക്ക് യാതൊരു കാര്യവും കിട്ടിയില്ല. ഞാൻ തിരിഞ്ഞിട്ട് മലയുടെ മറ്റേ വശത്തേക്ക് നടന്നു. അതിനുശേഷം ചെറുതായിട്ട് മഞ്ഞ് മൂടാൻ തുടങ്ങിയിരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ വീണ്ടും വിളിക്കാൻ തുടങ്ങി. അവൻ എവിടെയോ അവിടെ ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്നാൽ, കാറ്റ് ഈ വഴിക്ക് കൂടെയും കരടിയുടെ ചീറ്റൽ മറ്റൊരു വഴിക്ക് കൂടെയുമായിട്ട് ഞാൻ അതിന് കുറുകെ ചുറ്റി നടന്നിരുന്നു. ഇപ്പോൾ കാറ്റ് വേറൊരു ദിശയിൽ നിന്നും വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ ആ കരടിയെ ആദ്യം മണത്ത സ്ഥലത്തേക്ക് എനിക്ക് തിരിച്ചു പോകേണ്ടി വന്നു. അവിടെ നിന്നും തുടങ്ങേണ്ടിയിരുന്നു. ഞാൻ തിരികെ പോകുന്നതിന് വേണ്ടി ആ മലയിടുക്കിൽ കൂടെ ഞാൻ നോക്കി. ആ കുറ്റിക്കാടുകൾ ഇളകുന്നതായിട്ട് ഞാൻ കണ്ടു. ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എന്തോ കറുത്ത ഒന്ന് അങ്ങോട്ട് നീങ്ങി. ഞാൻ ഓർത്ത് അവിടെയാകുന്നു അവൻ. ഞാൻ പെട്ടെന്ന് തന്നെ തോക്കിലേക്ക് ഒരു ഷെല്ലിട്ടിട്ട് അനങ്ങാതെ നിന്നു. അതവിടെ നിന്ന് വിളകിയപ്പോൾ അതൊരു വലിയ ആൺമുയലായിരുന്നു, ഒരു വലിയ ഒരെണ്ണം. ഞാൻ ഓർത്ത് എന്തായിരുന്നാലും ഇത് തന്നെയായിരുന്നു എനിക്ക് ആവശ്യം. അങ്ങനെ ഞാൻ എന്നെ വെടിവെച്ചു. ഞാൻ ഓർത്ത്, ശരി, കൊള്ളാം. ഞാൻ ഒരിക്കലും ശ്രദ്ധിച്ചിരുന്നില്ല. അതൊരു രീതിയിലുള്ള അതിനെ കിട്ടുന്നതിന് വേണ്ടി എടുത്ത സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. എന്റെ കൈയെല്ലാം വൃത്തിയാക്കിയിട്ട് കത്തിയെല്ലാം തിരികെ യഥാസ്ഥാനത്ത് വെച്ചു. എന്നിട്ട് ഞാൻ ഓർത്ത്, ദൈവമേ സ്തോത്രം, കർത്താവായ യേശുവേ നിനക്ക് നന്ദി ഉണ്ടാകട്ടെ. നീ എനിക്ക് എന്റെ തണുപ്പ് കാലത്തേക്കുള്ള ഇറച്ചി തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ എന്റെ തോക്കെടുത്തു. തിരികെ ആ മലയിടുക്കിലേക്ക് ഇപ്പോൾ എത്തിച്ചെല്ലാമെന്ന് ഞാൻ ഓർത്തു. ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് നോക്കൂ, കൊടുങ്കാറ്റ് വരുന്നു. എനിക്ക് ഇവിടെ നിന്നും കടന്നിട്ട് മേടയുടെ അടുത്ത് ചെന്നെത്തുന്ന ഇപ്പോൾ ഏറ്റവും നല്ലത്. എനിക്ക് ധൃതി വെക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ആ മലയിടുക്കിലേക്ക് ചെന്നിട്ട് എന്റെ വലിയ ചുവന്ന കോട്ട് ഊരിയിട്ട് ഞാൻ ആ മലയിടുക്കിന് ചുറ്റും ഇതുപോലെ ഓടുകയായിരുന്നു. ആദ്യത്തെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ ഓർത്ത്, ഞാൻ എവിടെ നിന്നാണ് തിരിഞ്ഞത്? കാറ്റ് താഴെ വന്നു കഴിഞ്ഞിരുന്നു. മരങ്ങൾ തമ്മിൽ കൂട്ടിയെടുക്കാൻ തുടങ്ങിയിരുന്നു. എവിടെ നിന്നാണ് ഞാൻ തിരിഞ്ഞതെന്ന് ഞാൻ ഓർത്തു. ഞാൻ ചുറ്റുപാടും പോയി നോക്കി. ഞാൻ നേരെ ഹുറിക്കെയിൻ മൗണ്ടനിലേക്കാണ് പോയിക്കൊണ്ടിരുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. എന്നാൽ എനിക്ക് നിൽക്കുവാനിടയായി. കൂടാതെ ഞാൻ വേർക്കുകയായിരുന്നു. ഞാൻ ഓർത്ത്, എന്താണ് കാര്യം ഇവിടെ? ഞാൻ അരമണിക്കൂറോളം അല്ലെങ്കിൽ 3/4 മണിക്കൂറോളം മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ തിരിഞ്ഞതായ സ്ഥലം എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയാതെയായിരിക്കുന്നു. ഞാൻ മുകളിലേക്ക് നോക്കി. അവിടെ ആ മാൻ തൂങ്ങിക്കിടക്കുന്നു. ഞാൻ അതേ സ്ഥലത്ത് തന്നെയായിരിക്കുന്നു. ഞാൻ ഓർത്ത്, എന്താണ് ഞാൻ ചെയ്യുക?
ഞാൻ വീണ്ടും യാത്ര തുടങ്ങി. ഞാൻ ഓർത്ത് ഈ പ്രാവശ്യം ഞാനത് കണ്ടുപിടിക്കും. ഞാനതിനെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. എല്ലാ ചെറിയ മാറ്റത്തെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയിരുന്നു. ഞാൻ തെരഞ്ഞുകൊണ്ടേയിരുന്നു. ആ കാർമേഘങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ആ ഹിമവർഷം അത് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. മഞ്ഞ് താണു വന്നു കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ ഓർത്തു കുറച്ചുകൂടി മുമ്പോട്ട് പോകാമെന്ന്. അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ഞാൻ ഓർത്ത് ഇത് കൊള്ളാം, ഇത് വളരെ അപരിചിതമാകുന്നു. കണ്ടിട്ട് ഈ സ്ഥലം ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുള്ളത് പോലെ തന്നെ തോന്നി. ഞാൻ വീണ്ടും നോക്കിയപ്പോൾ എന്റെ മാൻ അവിടെ തന്നെ തൂങ്ങിക്കിടക്കുന്നു. നോക്കൂ, നിങ്ങൾക്കറിയാമോ എനിക്ക് എന്ത് സംഭവിക്കാൻ തുടങ്ങിയിരുന്നെന്ന്? ഇന്ത്യക്കാർ അതിനെ മരണം നടത്തുമെന്ന് വിളിക്കുന്നു. നിങ്ങളൊരു വട്ടത്തിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നു, ചുറ്റിക്കൊണ്ടുകൊണ്ടിരിക്കുക. ഞാൻ ഓർത്തു ഞാൻ എപ്പോഴും നഷ്ടപ്പെട്ടിരുന്നവർക്ക് ഒരു നല്ല വഴികാട്ടിയായിരുന്നുവെന്ന്. കാടുകളെക്കുറിച്ച് യാതൊന്നും എന്നോട് പറയേണ്ടതില്ലായിരുന്നു. എന്റെ ചുറ്റുപാടുമുള്ള വഴി എനിക്കറിയാമായിരുന്നു. നോക്കൂ, ഞാൻ വീണ്ടും യാത്ര തുടങ്ങി. എനിക്കിങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ കഴിയുകയില്ല. ഞാൻ വീണ്ടും തിരികെ വന്നു. ഞാൻ മലയിടുക്കിലേക്ക് കുറച്ചുകൂടി നീങ്ങി. കാറ്റ് ആഞ്ഞടിക്കുവാൻ തുടങ്ങിയിരുന്നു. മഞ്ഞ് എല്ലായിടത്തും ആയി കഴിഞ്ഞിരിക്കുന്നു. എല്ലായിടത്തും ഇരുട്ടാവാൻ തുടങ്ങിയിരുന്നു. എനിക്കറിയാമായിരുന്നു മേട ഈ കാട്ടിനുള്ളിൽ കിടന്ന് ഇന്ന് രാത്രിയിൽ മരിച്ചു പോകും. അവൾക്ക് എങ്ങനെ സ്വയം സംരക്ഷിക്കണമെന്നറിയില്ല. കൂടാതെ ബില്ലി 4 വർഷം പ്രായമുള്ള അല്ലെങ്കിൽ 3 വർഷം പ്രായമുള്ള തീരെ ചെറിയ കുഞ്ഞായിരുന്നു. ഞാൻ ഓർത്ത് അവർ എന്ത് ചെയ്യും? ഞാൻ ഇത്രയും ദൂരെ എത്തിയിരിക്കുന്നു. പായല് പിടിച്ച എന്തോ ഒന്നിൽ എന്റെ കാൽ തട്ടി. ഞാൻ ഓർത്തു ഞാൻ എവിടെയോ പരന്ന സ്ഥലത്തായിരിക്കുന്നു. എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. അത് മുഴുവനും മഞ്ഞു മൂടിയിരുന്നു. ഞാനിപ്പോൾ ചുറ്റി നടന്നുകൊണ്ടേയിരുന്നു. സാധാരണയായി ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ പിടിച്ചു നിൽക്കും. ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ ആ മഞ്ഞുകാറ്റ് തീരുന്നത് വരെ ഞാൻ അവിടെ പിടിച്ചു നിൽക്കും. ഒരു കഷ്ണം മാനിന്റെ ഇറച്ചി അറുത്തെടുത്തിട്ട് അകത്ത് കയറിയിട്ട് തിന്നിട്ട് അതിനെക്കുറിച്ച് മറന്നുപോകും. എന്നാൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുകയില്ല. നിന്റെ ഭാര്യയും കുഞ്ഞും അവിടെ കാട്ടിൽ കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കൂ, ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ ഓർക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കുറച്ചുകൂടി മുമ്പോട്ട് പോയി. ഞാൻ ഓർത്തു ഇപ്പോൾ ഒന്ന് നിൽക്കാം. ഞാൻ ആദ്യത്തെ താഴ്വര കുറുകെ കിടന്നപ്പോൾ കാറ്റിന്റെ മുഖത്തേക്ക് അടിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ വഴിയായിരിക്കണം വന്നിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ വഴി തന്നെ വരേണ്ടിയിരിക്കുന്നു. ഞാൻ ആ വൻ കാടുകളിൽ കൂടി ചുറ്റി തിരിഞ്ഞു നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ഞാൻ എവിടെയായിരുന്നു എന്ന് എനിക്കറിയാൻ പറ്റിയിരുന്നില്ല. ഞാൻ പരിഭ്രമിക്കാൻ തുടങ്ങിയിരുന്നു. എന്നിട്ട് ഞാൻ ഓർത്തു, ബിൽ, ഒരു നിമിഷം നിൽക്കൂ. നീ നഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ എന്നെ തന്നെ കബളിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. നിങ്ങൾക്കതിനെ കബളിപ്പിക്കാൻ കഴിയുകയില്ല. ഇല്ല, ആ ആന്തരിക ബോധം നിങ്ങളോട് പറയും നിങ്ങൾ തെറ്റാണെന്ന്. നിങ്ങൾ പറഞ്ഞേക്കാം, നിങ്ങൾ പറയാൻ ശ്രമിച്ചേക്കാം, ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. ആ മരണക്കടക്ക വരുന്നതുവരെ കാത്തിരിക്കൂ. അപ്പോൾ നിങ്ങൾ കറിക്കാൻ പറ്റും അതിന്റെ വ്യത്യാസം എന്താണെന്ന്. നിങ്ങളുടെ സുബോധം നിങ്ങളോട് പറയും. എന്തോന്ന് നിങ്ങളുടെ ഉള്ളിലുള്ളത് നിങ്ങളോട് പറയും നിങ്ങൾ തെറ്റാണെന്ന്. നോക്കൂ, നിങ്ങൾക്കറിയാമോ, നിങ്ങൾ മരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പരിശുദ്ധ ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയുകയില്ല. നാം അവനെ കഴിഞ്ഞ രാത്രിയിൽ കണ്ടിരുന്നു. വിശുദ്ധ ദൂതന്മാർക്ക് പോലും അവന്റെ മുമ്പിൽ നിൽക്കുന്നതിന് അവരുടെ മുഖം മറയ്ക്കേണ്ടിയിരുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തം നിങ്ങളെ മറയ്ക്കാതെ നിങ്ങൾ എങ്ങനെയാണ് അവിടെ നിൽക്കാൻ പോകുന്നത്? ഞാൻ ഓർത്തു ഞാനത് കണ്ടുപിടിക്കും. അങ്ങനെ ഞാൻ യാത്ര തുടങ്ങി. ഞാൻ എന്തോ തുടർച്ചയായി കേൾക്കാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ പരിഭ്രമിക്കാൻ തുടങ്ങി. ഞാൻ ഓർത്ത് ഞാനിപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ ഞാൻ തകരാൻ പോവുകയാണ്. അതാണ് സാധാരണ ഒരു നഷ്ടപ്പെട്ട മനുഷ്യൻ ചെയ്യുന്നത്. അവൻ ആ കാടുകളിൽ തകർന്ന് കഷ്ണമായി പോകുന്നു. അതിനുശേഷം അവൻ തന്റെ തോക്കെടുത്തിട്ട് സ്വയം വെടിവെച്ച് മരിക്കും. അല്ലെങ്കിൽ കിടങ്ങിൽ വീണിട്ട് തന്റെ കാലൊടിഞ്ഞ് അവിടെ കിടക്കും. അങ്ങനെ അവിടെ കിടന്ന് മരിക്കും. അതുകൊണ്ട് ഞാൻ ഓർത്ത് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു. എന്തോന്ന് എന്നോട് തുടർച്ചയായി കഷ്ടങ്ങളിൽ ഞാൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന് പറയാൻ തുടങ്ങി. ഞാൻ മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ എനിക്കറിയാം ഞാനിപ്പോൾ കുറച്ച് ദൂരെ ആയിക്കൊണ്ടിരിക്കുന്നുവെന്ന് എന്ന് ഞാൻ ഓർത്തു. ആ ശബ്ദം എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. നിങ്ങൾക്കറിയാം അത് എന്ന് ചൂളം വിളിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ഓർത്ത് ഞാനിപ്പോൾ നഷ്ടപ്പെട്ടിട്ടില്ല. നീ എവിടെയാണെന്ന് നിനക്കറിയാമോ മകനെ? നിനക്ക് എന്ത് പറ്റിയിരിക്കുന്നു? നിനക്ക് നഷ്ടപ്പെടാൻ കഴിയുകയില്ല. നീ ഒരു ഏറ്റവും നല്ല വേട്ടക്കാരനാണ്. നിനക്ക് നഷ്ടപ്പെട്ടു പോകാൻ കഴിയുകയില്ല. ഇപ്രകാരം തന്നെ വാഴ്ത്തുവാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമോ, എന്നെ തന്നെ സ്വയം കബളിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. നിങ്ങൾക്കതിനെ കബളിപ്പിക്കാൻ കഴിയുകയില്ല. ഇവിടെ നിങ്ങളുടെ ഉള്ളിലായിട്ട് ഒരു ചെറിയ ചക്രം കറങ്ങിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു, മകനെ, നീ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നിനക്കറിയാം അതങ്ങനെയെന്ന് നോക്കൂ, നീ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നടന്നുകൊണ്ടേയിരുന്നു. ഞാൻ നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാം ശരിയായിക്കൊള്ളും. ഞാൻ എന്റെ വഴിയെ കണ്ടുപിടിക്കും. കാര്യങ്ങളെല്ലാം വിചിത്രമായി കാണാൻ തുടങ്ങി. കാറ്റ് അടുത്തുകൊണ്ടിരുന്നു. മഞ്ഞ് പറക്കാൻ തുടങ്ങിയിരുന്നു. ആ കട്ടിയായ പാല് പോലെയുള്ള മഞ്ഞിനെ സ്പിറ്റിംഗ് ഡൗൺ എന്ന് വിളിക്കാറുണ്ട്. ഞാൻ ഭാര്യയും കുഞ്ഞിനെയും ഓർക്കാൻ തുടങ്ങി. എനിക്കതിന് ഞാൻ ഓർത്തു, ദൈവമേ, അത് വീണ്ടും നേരെ എന്നോടായിട്ട് പറയുന്നത് ഞാൻ കേട്ടു. കഷ്ടങ്ങളിൽ ഞാൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഞാൻ അപ്പോൾ ഒരു സുവിശേഷ പ്രസംഗിയനായി കഴിഞ്ഞിരുന്നു. ഈ ടാബർനക്കിളിൽ വെച്ച് തന്നെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ ഓർത്തു, ശരി, എനിക്കെന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അവിടെ നിന്നിട്ട് എല്ലായിടത്തേക്ക് നോക്കി. മഞ്ഞ് വളരെ താണു വന്നു കഴിഞ്ഞിരുന്നു. അതായിരുന്നു അത്. ഇനി യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഞാൻ ഓർത്തു, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല. എനിക്ക് ആത്മവിശ്വാസം വളരെ കൂടുതലായിരിക്കുന്നു എന്ന് ഞാൻ ഓർത്തു. ഞാനൊരു വേട്ടക്കാരനാണ്. എന്നാൽ ഞാൻ അതങ്ങനെയല്ല. എന്നാൽ സഹോദര, ഞാൻ എല്ലായ്പ്പോഴും അവനിൽ വിശ്വസിച്ചിരുന്നു. വെടിവെക്കുന്നതിൽ എനിക്കൊരു കാടുകളുണ്ട്. ഒരു മീൻപിടുത്തക്കാരനായിട്ട് ഞാൻ വളരെ മോശപ്പെട്ടവനായിരുന്നു. എന്നാൽ എപ്പോഴും അവനിൽ വിശ്വസിച്ചിരുന്നു. വെടിവെക്കുന്നതിൽ ഞാൻ മോശമായ ഒന്നായിരുന്നു. എന്നാൽ ലോക റെക്കോർഡ് ഇടുന്നതിന് അവൻ എന്നെ ഇടയാക്കി. നോക്കൂ, 700-800 യാർഡിൽ മാനിനെ വെടിവെക്കും. ഒരു തോക്കെടുത്തിട്ട് ഒരു കളിയിൽ 35 തലകളെ ഒരെണ്ണം പോലും ഉന്നം പിഴയ്ക്കാതെ കൊന്നുകളയും.
നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എവിടെ വേണമെങ്കിലും അത് വായിച്ചുകൊള്ളൂ. ഞാനല്ല, അത് അവനായിരുന്നു. ഞാൻ അവനിൽ വിശ്വസിച്ചിരുന്നു. ഞാൻ അവിടെ ആയിക്കൊണ്ട് ഞാൻ ചിന്തിച്ചു, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും. അത് വളരെ അടുത്തുകൊണ്ടേയിരുന്നു. കഷ്ടങ്ങളിൽ ഞാൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു, ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അത് ദൈവമാണ് എന്നോട് സംസാരിക്കുന്നതെന്ന് ഞാൻ ഓർത്തു. ഞാൻ എന്റെ തൊപ്പി ഊരിയെടുത്തു. ഞാൻ എന്റെ പാറാവ് നടത്തുന്നതിന്റെ ചുവന്ന തുവാല ചുറ്റും കെട്ടിയിരുന്ന തൊപ്പി താഴെയിട്ടു. എന്റെ മേൽക്കുപ്പായം ഊരി, അത് നനഞ്ഞിരുന്നു. എന്റെ മേൽക്കുപ്പായം ഊരി ഞാൻ താഴെയിട്ടു. എന്റെ തോക്കെടുത്തിട്ട് ഒരു മരത്തിന്റെ വശത്ത് ഉയർത്തി വെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സ്വർഗീയ പിതാവേ, ഞാൻ എന്നിൽ നിന്ന് തന്നെ ദൂരത്തായിരിക്കുന്നു. ഒരു ശബ്ദം എന്നോട് സംസാരിക്കുന്നതായിട്ട് ഞാൻ കേൾക്കുന്നു. അത് നീയാണോ? ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നോട് ഏറ്റു പറയാൻ പോവുകയാണ്. അതായത് ഞാനൊരു വേട്ടക്കാരനെ അല്ല, ഞാൻ അങ്ങനെ ഒന്നല്ല. എനിക്ക് എന്റെ വഴി തിരഞ്ഞു കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. നിനക്കെന്നെ സഹായിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ജീവിക്കാൻ യോഗ്യനല്ല. കൂടാതെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് ഞാൻ ചിന്തിച്ചു, എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ എനിക്ക് അതിനെക്കുറിച്ച് നല്ലതുപോലെയും അധികമായും എല്ലാം അറിയാം. എന്നാൽ എനിക്ക് നിന്നെ ആവശ്യമായിരിക്കുന്നു കർത്താവേ. എന്റെ ഭാര്യ ഒരു നല്ല സ്ത്രീയാകുന്നു. എന്റെ കുഞ്ഞ്, ആ കൊച്ചുകുഞ്ഞ്, അവന്റെ അമ്മ പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവൾ അവനൊരു അമ്മയായിരിക്കാൻ ശ്രമിക്കുന്നു. കൂടാതെ ഞാൻ അവളെ ഇപ്പോൾ വിവാഹം കഴിച്ചതേ ഉള്ളൂ. ഇതാ അവൾ ഇവിടെ ആ കൊച്ചുകുഞ്ഞുമായിട്ട് ആ കാടുകളിൽ അവർ രണ്ടുപേരും ഇന്ന് രാത്രിയിൽ മരിച്ചു പോകും. ആ കാറ്റ് അത് 0-ൽ നിന്നും ഏകദേശം 10 ഡിഗ്രി താഴേക്കാകും. അവിടെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അവർക്കറിയില്ല. അവർ ഇന്ന് രാത്രിയിൽ മരിച്ചു പോകും. ദൈവമേ, അവരെ മരിക്കാനിടയാക്കരുതേ. എന്നെ അവരുടെ അടുക്കലെത്തിക്കൂ. അതിനാൽ അവർ മരിക്കാതെ എനിക്ക് അവരെ നോക്കാൻ കഴിയും. ഞാൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ദൈവമേ, ഞാൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. എനിക്ക് എന്റെ വഴി കണ്ടുപിടിക്കാൻ കഴിയാതെ ആയിരിക്കുന്നു. അവിടെ നിന്നെ ദയവ് ചെയ്ത് സഹായിക്കില്ലേ? എന്റെ സ്വന്തം അഹംബുദ്ധി ഭരിതമായ വഴിയെ എന്നോട് ക്ഷമിക്കൂ. നിന്നെ കൂടാതെ എനിക്ക് യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല. നീ എന്റെ വഴികാട്ടിയാകുന്നു. നീ എന്നെ സഹായിക്കൂ കർത്താവേ. ഞാൻ എഴുന്നേറ്റിട്ട് ആമേൻ പറഞ്ഞു. ഞാൻ എന്റെ തുവാലയും എന്റെ കോട്ടും എടുത്തു. തൊപ്പി ഊരി തിരികെ തലയിൽ വെച്ചിട്ട് എന്റെ തോക്കെടുത്തു. ഇനി ഞാൻ എന്നെ തന്നെ എനിക്കറിയാവുന്ന ഏറ്റവും നല്ല രീതിയിലുള്ള വഴിയിൽ എന്നെ ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകും. ഞാൻ നേരെയുള്ള ഒരു വഴിയിൽ തന്നെ പോകും. കാരണം ഞാൻ എവിടെയോ ഒരു വട്ടത്തിൽ ഇതുവരെ ചുറ്റി നടന്നുകൊണ്ടിരുന്നു. അതെവിടാണെന്ന് എനിക്കറിയില്ല. എന്നാൽ എന്റെ ദൈവമായ കർത്താവേ, എന്റെ വഴികാട്ടിയെ, നീ പറയുന്ന വഴിയിൽ ഞാൻ പോകും. ഞാൻ ഈ വഴിയിൽ കൂടെ നടക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഇതാകുന്നു അത്. കൂടാതെ എനിക്ക് എന്നെ തന്നെ അത് വിശ്വസിക്കേണ്ടിയിരുന്നു. ഞാൻ ഈ ഒരു വഴിയിൽ കൂടി പോകുന്നു. ഞാൻ നേരെ ഈ ഒരേ ഒരു വഴിയിൽ കൂടി പോകുന്നു. ഞാൻ മാറിപ്പോകാൻ പോകുന്നില്ല. ഞാൻ ഈ ഒരേ ഒരു വഴിയിൽ കൂടി പോകുന്നു. ഞാൻ ശരിയാണെന്ന് എനിക്കറിയാം. ഞാൻ ഈ ഒരേ ഒരു വഴിയിൽ കൂടി തന്നെ പോയിക്കൊണ്ടിരുന്നു. ഞാൻ ആ വഴിയിൽ കൂടി പോയിരുന്നെങ്കിൽ ഞാൻ കാനഡയിൽ എത്തിച്ചേർന്നിരുന്നേനെ. അവിടെ വെച്ച് തന്നെ എന്തോ ഒന്ന്, ഒരു കൈ എന്റെ തോളിൽ തൊട്ടതുപോലെ എനിക്ക് തോന്നി. ഒരു മനുഷ്യന്റെ കൈ പോലെ എനിക്ക് തോന്നി. ഞാൻ നോക്കുന്നതിന് വേണ്ടി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവിടെ ആരും നിൽക്കുന്നുണ്ടായിരുന്നില്ല. അതെന്തായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. ബൈബിൾ ഇതാ എന്റെ മുമ്പിൽ ഇവിടെ കിടക്കുന്നു. എന്റെ വഴികാട്ടി ന്യായമായ ദൈവം ഇതാ ഇവിടെ നിൽക്കുന്നു. ഞാൻ മുകളിലേക്ക് നോക്കി. ഈ ഒരു വഴിയിൽ തന്നെ നേരെ ആ ഹുരിക്കെയിൻ മൗണ്ടനിലേക്കും നേരെ മുകളിലേക്ക് നോക്കി. ആ ടവർ കാണത്തക്ക രീതിയിൽ മഞ്ഞും ചെറുതായൊന്ന് മാറിക്കഴിഞ്ഞിരുന്നു. എന്റെ ഏറ്റവും നല്ലതായ വേട്ടയുടെ കഴിവുകൊണ്ട് ഞാൻ അതിൽ നിന്നും ദൂരത്തായിക്കൊണ്ടേയിരുന്നു. ഞാൻ അതിൽ നിന്നും ദൂരത്തായിട്ട് നേരം വൈകി കഴിയാൻ തുടങ്ങിയിരുന്നു. ഞാൻ എളുപ്പം തന്നെ തിരിഞ്ഞ് എന്നെ തന്നെ ഇതുപോലെ നയിക്കാൻ തുടങ്ങി. എന്റെ തൊപ്പി എടുത്തിട്ട് എന്റെ കൈകളെ ഉയർത്തിയിട്ട് ഞാൻ പറഞ്ഞു, ദൈവമേ, എന്നെ വഴി നടത്തൂ. നീ എന്റെ വഴികാട്ടിയാകുന്നു. ഞാൻ യാത്ര തുടർന്നു. എനിക്ക് നേരെ മുകളിലേക്ക് പോകേണ്ടിയിരുന്നു. ആ ചെങ്കുത്തായതും മറ്റുമായ സ്ഥലങ്ങളിൽ എത്തേണ്ടിയിരുന്നു. നേരം വൈകിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഇരുട്ടായി. മാനുകളും മറ്റുമെല്ലാം എന്റെ മുമ്പിൽ കൂടെ ചാടിപ്പോയിക്കൊണ്ടിരുന്നു. എന്നാൽ എന്നെ തന്നെ ഒരു വഴിയിൽ സൂക്ഷിച്ചുകൊണ്ട് നേരെ ആ മലമുകളിലേക്ക് പോകും മാത്രമല്ലാതെ എനിക്ക് യാതൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ ടവറിൽ എങ്ങനെയെങ്കിലും എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, കാരണം എനിക്കറിയാമായിരുന്നു മിസ്റ്റർ ഡണ്ടനെ ഞാൻ ആ കമ്പി ഇടുന്നതിനായി സഹായിച്ചിരുന്നു. ഞങ്ങൾ ആ ടെലിഫോണിന്റെ കമ്പി ഹുരിക്കെയിൻ മൗണ്ടൻ തൊട്ട് താഴെയുള്ള ആ ക്യാമ്പ് വരെ ഏകദേശം 3.5 അല്ലെങ്കിൽ 4 മൈലോളം ദൂരം വരെ ഘടിപ്പിച്ചിരുന്നു. ആ ചെറിയ കമ്പി നേരെ താഴെ വഴി പോയിരുന്നു. എന്നാൽ അതിൽ മഞ്ഞായിരുന്നതിനാൽ അതെവിടെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുകയില്ല. നോക്കൂ, കൂടാതെ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയും ഇരുട്ടാക്കുകയും ഹിമവാദവുമായി കഴിഞ്ഞിരുന്നു. നിങ്ങൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുകയില്ല. ഇരുട്ടായി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരേ ഒരു കാര്യം, എനിക്കറിയില്ല, ഞാൻ ഒരു വഴിയിൽ തന്നെ ആ മലയുടെ മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു. കാരണം എനിക്ക് ആ മലയുടെ മുകളിൽ തന്നെയായിരുന്നു എത്തേണ്ടിയിരുന്നത്. കൂടാതെ ആ ഗോപുരം ആ മലയുടെ മുകളിലായിരുന്നു സ്ഥാപിച്ചിരുന്നത്. അവിടെ എത്തുന്നതിന് വേണ്ടി എനിക്ക് ഏകദേശം 6 മൈലോളം കടക്കേണ്ടിയിരുന്നു. എനിക്കതിനെ കാണാൻ പറ്റത്തക്ക വിധം 6 മൈൽ ദൂരത്തുള്ള ആ മഞ്ഞിനെ മാറ്റിക്കൊണ്ട് ഒരു ചെറിയ ദ്വാരം അവിടെ ഉണ്ടായി. അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അതിനുശേഷം ഞാൻ എന്റെ തോക്ക് ഈ കൈയിൽ പിടിക്കുകയും മറ്റേ കൈ ഉയർത്തിയും പിടിച്ചിരുന്നു. കാരണം ഞാൻ ആ കമ്പിയെ മരങ്ങളിൽ കൂടെ ഇതുപോലെ ഘടിപ്പിച്ചിരുന്നു. ആ ടെലിഫോണിന്റെ കമ്പികൾ താഴെയുള്ള ക്യാബിൻ വരെയും ഘടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് തന്റെ ഭാര്യയോട് സംസാരിക്കാനും ആ മലയുടെ മുകളിൽ നിന്ന് വിളിക്കുവാനും കഴിഞ്ഞിരുന്നു. ആ ശരത്കാലത്ത് അതിനെ എടുത്ത് മാറ്റുന്നതിനെ ഞാൻ അദ്ദേഹത്തെ സഹായിക്കാൻ പോവുകയായിരുന്നു. ഞാൻ എന്റെ കൈകളെ പ്രകാരം ഉയർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഓ ദൈവമേ, എന്നെ ആ കമ്പിയിൽ തൊടാൻ ഇടയാക്കണമേ. അങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. എന്റെ കൈ ക്ഷീണിച്ചിട്ടും വേദന കൊണ്ടും കഷ്ടിച്ച് ഉയർത്തി പിടിക്കാൻ കഴിയാതെ വന്നിട്ട് എനിക്ക് താഴ്ത്തിയിടേണ്ടി വന്നു. ഞാൻ തോക്ക് കയ്യിൽ മാറ്റി പിടിച്ചുകൊണ്ട് ഒരടി ചൂട് പിറകോട്ട് വെക്കും. അതിനല്ല കമ്പിയെ വിട്ടുപോയില്ലെന്ന് തീർച്ചയാക്കും. എന്നിട്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് നടന്നുകൊണ്ടേയിരുന്നു. വളരെ താമസിച്ചിട്ട് ഇരുട്ടായി കഴിഞ്ഞിരുന്നു. കാറ്റടിച്ചുകൊണ്ടിരുന്നു. ഞാൻ ആ മരത്തിന്റെ ശാഖയിൽ പിടിച്ചിട്ട് പറയും, ഇതാകുന്നു അത്. അല്ല, ഇതാ കമ്പി അല്ല. ഓ, അത് നീ ഒരു തെളിയാത്ത ശബ്ദം കൊടുക്കാൻ ഇടയാക്കരുത്.
കുറച്ചു നേരത്തിന് ശേഷം ഞാൻ എന്റെ കൈ വിട്ടുകളയുന്നതിന് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ കൈ എന്തിലൊന്ന് തട്ടി. ഓ ദൈവമേ, ഞാൻ നഷ്ടപ്പെട്ടു പോയിരിക്കുമ്പോൾ എന്നെ കണ്ടുകിട്ടിയിരിക്കുന്നു. ഞാൻ ആ കമ്പിയിൽ കടന്നു പിടിച്ചു. I dropped the rifle right down. എന്റെ തോക്ക് ഞാൻ താഴെയിട്ടു. എന്റെ തലയിൽ നിന്ന് തൊപ്പി ഊരിയിട്ട് ഞാൻ അവിടെ നിന്നു. I said, "Oh God, what a ഞാൻ feeling പറഞ്ഞു, ഓ it is." ദൈവമേ, നിങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുമ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നതിന്റെ എന്തൊരു അനുഭൂതിയാണ്. I said, "Right down to the end of this ഈ wire. കമ്പിയുടെ മറ്റേ അറ്റം വരെയും ഞാൻ ഒരിക്കലും ഇതിനെ വിടുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. I'll hold on to this wire. ഞാൻ ഇതിനെ വിടുകയില്ല. ഇതെന്നെ നേരെ അവിടം വരെ, അതായത് ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായവർ കിടക്കുന്ന അവിടം വരെയും വഴി നടത്തും. എന്റെ ഭാര്യയും എന്റെ കുഞ്ഞും ഞാൻ എവിടെയാണെന്ന് അറിയാൻ വയ്യാതെ, എങ്ങനെയാണ് തീ ഉണ്ടാക്കിയെന്നറിയാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാതെ ഭയപ്പെട്ടിട്ട്, കൂടാതെ കാറ്റ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയും മരത്തിന്റെ ശാഖകൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. എനിക്ക് ആ കമ്പിയെ വിട്ടിട്ട് പോകാനൊട്ടും ധൈര്യമില്ലായിരുന്നു. ഞാൻ ആ കമ്പിയെ, അതെന്നെ ഈ ഭൂമിയിൽ ഏറ്റവും എനിക്ക് പ്രിയമായിരുന്നവരുടെ അടുക്കൽ എത്തിക്കുന്നത് വരെയും ഞാൻ അതിനെ മുറുകെ പിടിച്ചിരുന്നു. അതൊരു ഭയാനകപരമായ അനുഭവമായിരുന്നു. എന്റെ പുറത്ത് കടന്നു വരാനുള്ള വഴി കണ്ടുപിടിക്കുന്നതിന്റെ ഒരു വലിയ അനുഭവമായിരുന്നു. എന്നാൽ അത് ഇതിന്റെ ഒരു പകുതി പോലുമില്ലായിരുന്നു. One day I was ഒരു ദിവസം ഞാൻ പാപത്തിൽ നഷ്ടപ്പെട്ടിരുന്നു. ഒരു സഭയിൽ നിന്നും വേറൊരു സഭയിലേക്ക് എന്തെങ്കിലും കിട്ടാൻ ശ്രമിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നു. ഞാൻ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റിന്റെ അടുക്കൽ പോയി. അവരെന്നോട് പറഞ്ഞു, ശബത്തിനെ സൂക്ഷിക്കുക, ഇറച്ചി തിന്നുന്നത് വിട്ടുകളയുക. ഞാൻ ബാപ്റ്റിസ്റ്റ് സഭയിൽ ചെന്നു. ആദ്യം ബാപ്റ്റിസ്റ്റ് സഭയിൽ ചെന്നു. അദ്ദേഹം പറഞ്ഞു, എഴുന്നേറ്റിട്ട് അവരോട് പറയൂ, അതായത് യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ നിന്നെ സ്നാനപ്പെടുത്താം, അത് മതി. അവിടെ യാതൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ദിവസം ഒരു കൽക്കരിയുടെ ഷെഡിന് വെച്ച് ഞാൻ എന്റെ കൈകളെ ഉയർത്തിപ്പിടിച്ചു. എന്തോ ഒന്നിൽ എനിക്ക് പിടികിട്ടി, അല്ലെങ്കിൽ ഞാൻ അതിനെ ഇപ്രകാരം പറയട്ടെ, എന്തോ ഒന്നിന് എന്റെ മേൽ പിടികിട്ടി. അതൊരു ജീവന്റെ കമ്പിയായിരുന്നു, ഒരു വഴികാട്ടി. അവൻ എന്നെ ഇവിടം വരെയും സുരക്ഷിതമായി കൊണ്ടുവന്നു. ഞാൻ ആ കമ്പിയിൽ നിന്ന് എന്റെ കൈയെടുക്കാൻ പോകുന്നില്ല. ഞാൻ എന്റെ കൈകളെ അവങ്കിലേക്ക് ഉയർത്തിയിരിക്കുന്നു. മതസംഹിതകളും സഭാ സംഘടനകളും എന്താണ് അവർക്ക് വേണ്ടിയത് അത് ചെയ്യട്ടെ. ഞാൻ എന്റെ വഴികാട്ടിയെ പിടിച്ചിരിക്കുന്നു. കാരണം ഈ ഭൂമിയിൽ എനിക്ക് എല്ലാമായിട്ടുള്ളതും എല്ലാമായിട്ട് സ്വർഗത്തിലുള്ളതും വിലയേറിയതായിട്ട് എന്തെങ്കിലും എനിക്ക് അർത്ഥമാക്കുന്നതായിട്ടുണ്ടെങ്കിൽ അത് ഈ കമ്പിയുടെ ഏറ്റവും അറ്റത്താകുന്നു. അവൻ എന്നെ ഇവിടം വരെയും സുരക്ഷിതമായി കൊണ്ടുവന്നു. ശേഷമുള്ള വഴിയിലും ഞാൻ അവനെ വിശ്വസിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവെന്ന് അവൻ വരുമ്പോൾ അവൻ നിങ്ങളെ വഴികാട്ടുകയും എല്ലാ പ്രകാശത്തിലേക്ക് നയിക്കുകയും ചെയ്യും. കൂട്ടുകാരെ, ഞാൻ ഇന്ന് എവിടെയായിരിക്കുന്നു അവിടെ വരെ എന്നെ അവൻ കൊണ്ടുവന്നിരിക്കുന്നു. അതെന്നെ ഞാനാക്കിയിരിക്കുന്നു. അതിനെ എനിക്ക് വളരെ സന്തോഷമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ കഴിയും. ഈ ഭൂമിയിലോ അല്ലെങ്കിൽ അവിടെയോ എനിക്ക് എന്തെങ്കിലും അറിയാവുന്നതായിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരൊറ്റ വഴികാട്ടി മാത്രമാണ്. ഞാൻ വേട്ടയ്ക്ക് പോകുമ്പോൾ അവൻ എന്റെ വഴികാട്ടിയാകുന്നു. ഞാൻ മീൻ പിടിക്കാൻ പോകുമ്പോൾ അവൻ എന്റെ വഴികാട്ടിയാകുന്നു. ഞാൻ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവൻ എന്റെ വഴികാട്ടിയാകുന്നു. ഞാൻ പ്രസംഗിക്കുമ്പോൾ അവൻ എന്റെ വഴികാട്ടിയാകുന്നു. ഞാൻ ഉറങ്ങുമ്പോൾ അവൻ എന്റെ വഴികാട്ടിയാകുന്നു. ഞാൻ മരണത്തിലേക്ക് വരുമ്പോൾ അവൻ ആ നദിയുടെ തീരത്ത് നിൽക്കുന്നുണ്ടായിരിക്കും. അവൻ എന്നെ മറികടത്തിയിട്ട് ആ വഴിയിൽ എന്നെ വഴി നടത്തും. ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും അതെന്നെ നേരെയാക്കിയിട്ട് ആ നദി കുറുകെ കടന്ന് എന്നെ വഴി നടത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. Heavenly Father, I'm so സ്വർഗീയ thankful പിതാവേ, for the God. എന്നെ നയിക്കുന്ന ഒരേ ഒരുവനായ വഴികാട്ടിക്ക് വേണ്ടി ഞാൻ നന്ദിയുള്ളവനാകുന്നു. Oh, sometimes, ഓ Father, ചിലപ്പോൾ I പിതാവേ, can't hear him around me. എനിക്ക് അവനെ എന്റെ ചുറ്റും കേൾക്കാൻ കഴിയാതെ വരികയും ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു. I want അവൻ to എന്നോട് go അടുത്തായിരിക്കാൻ ഞാൻ somewhere, ആഗ്രഹിക്കുന്നു. but I don't know what time I'm എന്തുകൊണ്ടെന്നാൽ going. എനിക്കറിയില്ല ഏത് സമയത്താണ് എനിക്ക് ആ നദി കടന്നു പോകേണ്ടിയെന്ന്. I want him to be അവൻ എന്റെ അടുത്തായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, എന്നെ ഒരിക്കലും കൈവിടരുതേ. എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, എനിക്ക് പ്രസംഗിക്കാൻ കഴിയില്ല, എനിക്ക് കാടുകളിൽ വേട്ടയാടാൻ കഴിയുകയില്ല, എനിക്ക് ആറ്റുതീരത്ത് മീൻ പിടിക്കാൻ കഴിയുകയില്ല, എനിക്ക് എന്റെ കാർ ഓടിക്കാൻ കഴിയുകയില്ല. നിന്നെ കൂടാതെ എനിക്ക് യാതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നീ എന്റെ വഴികാട്ടിയാകുന്നു. How happy നീ I എന്നെ am. ഈ കാര്യങ്ങളിലൊക്കെയും എങ്ങനെ വഴി നടത്തിയെന്നും How that you എങ്ങനെ have നീ എന്നെ ഇവിടെ guided me കൊണ്ടുവന്നെന്നും all these ഈ days. രാത്രിയിൽ ഈ സഭയോട് പറയുന്നതിൽ ഞാൻ എത്രമാത്രം സന്തോഷവാനായിരിക്കുന്നു. I was thinking the other day, no more than a few years ago, standing out here on the street. കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിക്കുകയായിരുന്നു, കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ തെരുവിൽ ഞാൻ നിൽക്കുമ്പോൾ എന്റെ കുടുംബം തെറ്റ് ചെയ്തിരുന്നുകൊണ്ട് ആരും എന്നോട് സംസാരിക്കുകയില്ലായിരുന്നു. I was lonesome for fellowship. ഞാൻ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒറ്റപ്പെട്ടവനായിരുന്നു. Nobody wanted anything ആരും to do എന്നോട് with കൂടെ me. ഒന്നും ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവർ പറഞ്ഞു, ഇവന്റെ ഡാഡി ഒരു മദ്യം ഒളിച്ചു കടത്തുന്നവനാണ്. And അതുകൊണ്ട് കർത്താവേ, ആരും എന്നോട് സംസാരിക്കുകയില്ലായിരുന്നു. എന്നാൽ ഞാൻ ജനങ്ങളെ സ്നേഹിച്ചിരുന്നു. one day, എന്നാൽ ഒരു ദിവസം എനിക്ക് ആ കമ്പിയിൽ പിടികിട്ടി. ഇപ്പോൾ ഞാൻ ഓർക്കുന്നു, കർത്താവേ, എനിക്ക് സ്വല്പം വിശ്രമത്തിന് വേണ്ടി അവിടുന്ന് മാറിയിട്ട് എനിക്ക് കാട്ടിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. എന്താണത് ചെയ്തത്? വ്യക്തിത്വമില്ല, വിദ്യാഭ്യാസമില്ല, എനിക്ക് യാതൊന്നുമില്ല. but it was you, Lord. എന്നാൽ അത് നീയായിരുന്നു കർത്താവേ, അത് നീയായിരുന്നു കർത്താവേ. You let me zero. നീ എന്നെ സീറോയിൽ ഉന്നം വെക്കാൻ ഇടയാക്കി. നീ എന്നെ മീൻ പിടിക്കാൻ ഇടയാക്കി. You know, I wanted to എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കറിയാമോ, ഞാനത് ആഗ്രഹിച്ചിരുന്നു. നീ എനിക്ക് മാതാക്കന്മാരെയും പിതാക്കന്മാരെയും തന്നിരിക്കുന്നു. നീ എനിക്ക് സഹോദരന്മാരെയും സഹോദരികളെയും തന്നിട്ടുണ്ട്. നീ എനിക്ക് ആരോഗ്യം നൽകിയിരിക്കുന്നു. നീ എനിക്കൊരു ഭാര്യയെ തന്നിരിക്കുന്നു. എനിക്കൊരു കുടുംബത്തെ നീ തന്നിരിക്കുന്നു. കർത്താവെ, നീ എന്റെ വഴികാട്ടിയാകുന്നു. ഞാൻ നിന്റെ കൈകളെ പിടിക്കട്ടെ. എന്റെ കൈകൾ അയഞ്ഞു പോകാൻ ഇടയാക്കരുതേ. എന്റെ ഒരു കൈ ക്ഷീണിക്കുമ്പോൾ ഞാൻ എന്റെ കൈകൾ മാറ്റിക്കൊണ്ടിരിക്കും. കർത്താവ്, എന്നെ സഹായിക്കണമേ.
Now may each one in your ഇപ്പോൾ ഇവിടെയായിരിക്കുന്ന ഓരോരുത്തരും അവരുടെ ജീവനും നിവൃത്തിയുമായ പരിശുദ്ധാത്മാവെന്ന ആ ജീവന്റെ കമ്പിയെ പിടിക്കുവാൻ ഇടയാക്കണമേ കർത്താവേ. അത് ഞങ്ങളെ അങ്ങ് ദൂരെയുള്ള ഭാഗ്യദേശത്തേക്ക്, അവിടെ ഈ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളും ഈ ഭൂമിയിലുള്ള ഞങ്ങളുടെ ജോലിയും തീർന്നിരിക്കും, ഞങ്ങളെ അവിടേക്ക് വഴി നടത്തണമേ. അതിനുശേഷം അവിടെ ഇനിയും മരണമുണ്ടാകുകയില്ല, ഇനിയും ദുർബലമായവരും ഉണ്ടായിരിക്കില്ല, ഇനിയും ക്ഷീണിച്ച രാത്രികൾ ഉണ്ടാകില്ല, ഇനിയും കരച്ചിലും പ്രാർത്ഥനയും ഉണ്ടായിരിക്കില്ല, ഇനിയും ആൾത്താരയിലേക്ക് വിളി ഉണ്ടാകുകയില്ല. എന്നാൽ നാം അവിടെ എന്നേക്കുമായി യൗവനക്കാരായിരിക്കും. രോഗവും ദുഃഖവും ഇനിയും ഉണ്ടാകുകയില്ല, ഇനിയും പാപം അവിടെ ഉണ്ടായിരിക്കില്ല. എന്നാൽ അന്തമില്ലാത്തതായ ആ നിത്യതയിൽ വരാനിരിക്കുന്നതായ യുഗങ്ങളിൽ കൂടിയും ദൈവത്തിന്റെ നീതിയിൽ നാം ജീവിക്കും. പിതാവേ, അതിനെ അനുവദിച്ചേരണമേ. ഇപ്പോൾ പിതാവേ, ഇവിടെ കൂടിയിരിക്കുന്നവരിൽ ആരെങ്കിലും ഒരിക്കലും ആ ജീവന്റെ കമ്പിയിൽ പിടിച്ചിട്ടില്ല എങ്കിൽ അവർക്കതിപ്പോൾ കിട്ടാനിടയാക്കണമേ. പരിശുദ്ധാത്മാവ് അവരെ നയിക്കണമേ. എന്റെ കൈകളെ നിന്റെ വചനത്തിൽ വെച്ചുകൊണ്ട് എനിക്ക് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പറയാൻ കഴിയും, അവൻ എല്ലായ്പ്പോഴും ശരിയായിരുന്നു. ഞാൻ പലവട്ടവും തെറ്റായിരുന്നു, എന്നാൽ അവൻ എല്ലായ്പ്പോഴും ശരിയായിരുന്നു. അവൻ എന്നോട് കൂടെ നിൽക്കാൻ ഇടയാകട്ടെ കർത്താവേ, ഞാൻ അവനോട് കൂടെ നിൽക്കാനും ഇടയാകട്ടെ. കൂടാതെ ഇവിടെ ആയിരിക്കുന്ന നിന്നെ അറിയില്ലാത്തവരായ മറ്റുള്ളവരെ ഇന്ന് രാത്രിയിൽ നിന്റെ മാറ്റമില്ലാത്ത കൈകളെ പിടിക്കുവാൻ ഇടയാക്കണമേ. അതിനാൽ അവർ നടത്തപ്പെടാനിടയാകുമല്ലോ. ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങൾ ആ നദിയിലേക്ക് വരും. ആ രാവിലെ സമയം മഞ്ഞു മൂടിയിരിക്കാൻ പോകുന്നതാണ്. ആ പഴയ സമുദ്രം ഇരമ്പെന്നുണ്ടായിരിക്കാം. ആ പഴയ യോർദാൻ തകർത്തുകൊണ്ട് പായുകയും മരണം ഞങ്ങളിൽ നിന്ന് ജീവനെ ശ്വാസം മുട്ടിക്കുമായിരിക്കാം. എന്നാൽ ദൈവമേ, ഞാൻ ഭയപ്പെടുകയില്ല. ഞാനതിനെ വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ശരിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഞാനൊരു യോദ്ധാവിനെ പോലെ എന്റെ ശിരസ്ത്രത്തെ എടുത്തു മാറ്റി നേരെ തിരിഞ്ഞ് ആ കമ്പി എന്നെ വഴി നടത്തിയിരിക്കുന്നതായ പാതയെ നോക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കടന്നു വന്നിരുന്നതായ എല്ലാ കാടുകളെയും കാണുവാനും മുൾച്ചെടി കൊണ്ടുണ്ടായ പൊരുവാടിന്റെ പാടിനെയും എന്നെ മുറിവേൽപ്പിച്ച എല്ലാ കല്ലിന്റെ കുമ്പാരത്തെ കാണുവാനും, എന്നിട്ടും ആ കമ്പിയെ ഞാൻ പിഴവിടാതെയിരുന്നു. നീ പറഞ്ഞതുപോലെ ആ കവി എഴുതിയിരിക്കുന്നു, ചിലർ വെള്ളത്തിൽ കൂടിയും ചിലർ പ്രളയത്തിൽ കൂടിയും ചിലർ ആഴമേറിയ പരീക്ഷകളിൽ കൂടിയും എന്നാൽ എല്ലാവരും രക്തത്തിൽ കൂടിയും. ഞങ്ങൾ ഈ പഴയ വാൾ, വഴിയിൽ ഞങ്ങളെ കാത്തുരക്ഷിച്ചിരുന്ന ഈ വാൾ എടുത്ത് അതിന്റെ ഉറയിൽ തിരിച്ചിട്ടിട്ട് ഞങ്ങൾ ഉച്ചത്തിൽ നിലവിളിക്കും, പിതാവേ, ആ വള്ളത്തെ ഇന്ന് രാവിലെ ഇങ്ങോട്ട് അയക്കൂ, ഞാൻ വീട്ടിലേക്ക് വരുന്നു. കർത്താവേ, നീ എവിടെ ഉണ്ടായിരിക്കുമല്ലോ. നീ അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, നിനക്കത് തെറ്റാൻ കഴിയില്ലല്ലോ. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഇപ്പോൾ അനുഗ്രഹിക്കണമേ. ആ കമ്പി എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് അവർക്കറിയില്ലെങ്കിൽ, ഒരിക്കലും അതിനെ തൊട്ടിട്ടില്ലെങ്കിൽ, ആ വിശുദ്ധ കരങ്ങളെ ഉയർത്തിയിട്ട്, ആവശ്യമുള്ള കരങ്ങൾ, ആഗ്രഹിക്കുന്ന കരങ്ങൾ, അത് ഉയർത്തിയിട്ട് ആ ജീവന്റെ കമ്പിയെ തൊടുക. അത് നിങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെയും സമ്പൂർണ്ണ ശാന്തിയും സംതൃപ്തിയും ക്രിസ്തുവിൽ വിശ്രാമവും നിങ്ങൾക്ക് നൽകും. നമ്മുടെ തലകളെ കുനിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഇനിയും ഒരു കരങ്ങൾ അത് ഉയർത്തിയിട്ട് എന്നെയും എന്റെ കൈകളെയും പിടിക്കൂ എന്ന് പറയാനായിട്ടുണ്ടോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വഴിയിലിരുട്ട് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, കർത്താവിന്റെ വരവ് വൈകുമ്പോൾ, എന്റെ ജീവൻ മിക്കവാറും പോയി കഴിയുമ്പോൾ, ആ നദിയുടെ തീരത്ത് ഞാൻ നിൽക്കും. എന്റെ കാലുകളെ നടത്തണമേ, എന്റെ കൈകളെ പിടിച്ച് പ്രിയ കർത്താവേ, എന്റെ കൈകളെ എടുത്ത് എന്നെ മുന്നോട്ട് നയിക്കണമേ. ഇനിയും വേറെ ആരെങ്കിലും അവരുടെ കൈകൾ ഉയർത്തിയിട്ട്, കർത്താവേ, ഇന്ന് രാത്രിയിൽ ആ ജീവന്റെ കമ്പിയിൽ തൊട്ട് അനുഭവപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ക്രിസ്തുവിന്റെ പാപങ്ങളെ ക്ഷമിച്ചിരിക്കുന്നു എന്ന് അനുഭവപ്പെടാനും ഈ നിമിഷം തൊട്ട് ഒരു പുതിയ സൃഷ്ടിയായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവിടെ ഇനിയും വേറെ ആരെങ്കിലും, കർത്താവേ, ഞാൻ നിന്നെ തൊടട്ടെ, ഞാൻ എന്നെ തന്നെ നഷ്ടപ്പെടട്ടെ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരി, ഞാൻ എന്നെ തന്നെ നഷ്ടപ്പെട്ടിട്ട് അങ്ങയിൽ അത് കണ്ടുപിടിക്കട്ടെ കർത്താവേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് ശരിയാണ്. എന്നെ തന്നെ സ്വയം ഞാൻ നഷ്ടപ്പെടട്ടെ, കർത്താവ് എന്നെ മറന്നു പോകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹോദര. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹോദരി. ഞാൻ എന്റെ സകല പരിജ്ഞാനത്തെ മറന്നു കളയട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹോദരി. മനുഷ്യനാൽ നിർമ്മിതമായ പദ്ധതികളിൽ വിശ്വസിക്കരുത്, എന്നാൽ വഴികാട്ടിയെ പിന്തുടരൂ. അവൻ നിങ്ങളെ എല്ലാ സത്യങ്ങളിലേക്കും വഴി നടത്തും. എന്നെ നയിക്കണമേ കർത്താവായ യേശുവേ, എന്നെ നയിക്കണമേ. അവിടെ പുറകിലായിരിക്കുന്ന നിങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓ, അവിടെ ധാരാളം കൈകൾ രക്ഷയ്ക്ക് വേണ്ടി ഉയർത്തപ്പെട്ടിരിക്കുന്നു. ആൾത്താര എവിടെയാകുന്നു? നിങ്ങളെ ആൾത്താരയിലേക്ക് വിളിക്കാൻ കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ ജനങ്ങൾ അതിന് മുകളിലെല്ലാമായിട്ട് തിങ്ങിയിരിക്കുന്നു. എന്നാൽ അവൻ ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കൈകളെ ഉയർത്തിയപ്പോൾ നല്ലതും ശരിയായിട്ടുള്ളതുമായ എന്തോ ഒന്ന് നിങ്ങളുടെ ഹൃദയത്തിലായെന്ന് നിങ്ങൾക്കറിയാം. യേശു പറഞ്ഞു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നീ അതിനെ അർത്ഥമാക്കുന്നുവോ? എങ്കിൽ വെള്ളത്താൽ നിറയപ്പെട്ട ഒരു കുളം ഇവിടെ ഉണ്ടായിരിക്കുന്നു. സ്നാനത്തിന് വേണ്ടി ധാരാളം സമയമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ചെറിയ തളർന്ന സന്ദേശം ഇന്ന് രാത്രിയിൽ ഒരു തൊണ്ടയടഞ്ഞ ശബ്ദത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് എവിടെയോ ചെന്നെത്തിയിട്ടുണ്ടാകാം. അതെവിടെ ഉദ്ദേശിച്ചിരിക്കുന്നു അവിടേക്ക് അത് പോയിട്ട് കർത്താവേ,
ഇന്ന് രാത്രിയിൽ ഇവിടെ ധാരാളം പേർ 15 അല്ലെങ്കിൽ 20 പേർ അവരുടെ കൈകളെ ഉയർത്തിയിരിക്കുന്നു. അവർക്ക് വഴികാട്ടി ആവശ്യമായിരിക്കുന്നു. അവർ അവരെ തന്നെ കളിപ്പിക്കുകയായിരുന്നെന്ന് അവർ തിരിച്ചറിയുന്നു. അവർ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാൻ ശ്രമിക്കുകയും എന്നാൽ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെയല്ലെന്ന് അവർ അറിയുകയും ചെയ്യുന്നു. കർത്താവെ, അവർ നിന്നെ അനുഭവപ്പെടാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് വഴികാട്ടി ആവശ്യമായിരിക്കുന്നു. അവർ ഒപ്പുവെക്കാൻ ആഗ്രഹിക്കുന്നു. നീ ഒരിക്കലും അധികം സംഭരിക്കുന്നില്ലല്ലോ. യാത്രയ്ക്ക് വേണ്ടി ഒപ്പിടാൻ അവർ ആഗ്രഹിക്കുന്നു. അവിടെ എങ്ങനെയാണ് ചെന്നെത്തേണ്ടതെന്ന് ആർക്കും അറിയില്ല. എങ്ങനെയാണ് അവിടെ എത്തിക്കേണ്ടതെന്നും അറിയില്ല. നീ ഒന്ന് മാത്രമാകുന്നു. അവർ ദൈവത്തിന്റെ നിയമിക്കപ്പെട്ട വഴികാട്ടിയായ പരിശുദ്ധാത്മാവിന് വേണ്ടി ഇതാ വരുന്നു. അവർ അവരുടെ കൈകളെ ഉയർത്തിയിരിക്കുന്നു. ഓ പരിശുദ്ധാത്മാവും വഴികാട്ടിയുമായവനെ, അവരുടെ മേലിറങ്ങി വരൂ. അവരുടെ എല്ലാ പാപങ്ങളെയും എല്ലാ അധർമ്മങ്ങളെയും ക്ഷമിക്കൂ. അവരെ ഇന്ന് രാത്രിയിൽ ക്രിസ്തുവിന്റെ ദേഹത്തിലേക്ക് എടുക്കുക. അവിടെ അവർക്ക് ദൈവത്തിന്റെ ഒഴുക്ക് ആ കമ്പിയിൽ കൂടെ ഒഴുകുന്നത് അനുഭവപ്പെടാനും അതവരെ യോർദാൻ വരെ എത്തിക്കുകയും അതിനെ മറികടത്തി വാഗ്ദത്ത ദേശത്ത് എത്തിക്കുകയും ചെയ്യാൻ ഇടയാക്കണമേ. അവരെ നിന്റെ വചനത്തിന്റെ നേരെ പിമ്പിലായി പിന്തുടരാൻ ഇടയാക്കണമേ. ആ വചനം പറയുന്ന മാനസാന്തരപ്പെട്ടിട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവീൻ. അവർ അതിനെ വേറൊരു വിധത്തിൽ ശ്രമിക്കാൻ ഇടയാകരുതേ. അവർ വചനത്തിന് തൊട്ടു പിന്നിലായി അതിനെ പിന്തുടരാൻ ഇടയാക്കണമേ. എന്തുകൊണ്ടെന്നാൽ അവനൊന്നു മാത്രമേ വഴി നടത്താൻ പറ്റുകയുള്ളൂ. ആ വഴികാട്ടി ഒരു വട്ടം പിടിക്കുന്നതിന് വേണ്ടി അവിടെ വരെ ചെന്നെത്താനുള്ള പടികളാകുന്നു അത്. കർത്താവെ, അനുവദിക്കണമേ. അവർ നിന്റേതായിരിക്കട്ടെ. ജയത്തിന്റെ ചിഹ്നം പോലെ അവർ നിന്റെ കൈകളിലായിരിക്കുന്നു. ആർക്കും അവരെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകാൻ കഴിയുകയില്ല. നീ അവരെ രക്ഷിക്കപ്പെട്ട ജനങ്ങളായിട്ട് എടുത്തുകൊള്ളുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ അവരുടെ കൈകളെ ഉയർത്തിയത് എന്തോന്ന് അവരോട് സംസാരിച്ചിട്ടല്ലാതെ അവർക്ക് സ്വയമായി അവരുടെ കൈകളെ ഉയർത്താൻ കഴിയുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പരിശുദ്ധാത്മാവും വഴികാട്ടിയുമായി നീ ആകുന്നു. മഞ്ഞ് ഈ ഭൂമിയിലേക്ക് വരുന്നതും സമയം തീർന്നുകൊണ്ടിരിക്കുന്നതും അവർ കാണുന്നു. വലിയ മതസംഹിതകളും മറ്റു കാര്യങ്ങളും തമ്മിൽ ഒത്തുകൂടി ചേർന്നുകൊണ്ടിരിക്കുന്നു. സഭകൾ തമ്മിൽ സംഘത്തിലാക്കിയിട്ട് ഒന്നിച്ചുകൂടി വരുന്നു. ഓ ദൈവമേ, അവർ എങ്ങനെ ഇത് പറയാൻ ശ്രമിക്കുന്നു. വിശേഷമുള്ളതായ എല്ലാവർക്കും ഇവിടം വിട്ടത് അലാസ്കയിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്ന്. അവരുടെ ഭീഷണിപ്പെടുത്തുന്നതിനുള്ള ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് പുതിയതല്ല. ആ മഹാനായ വഴികാട്ടിയ വചനത്തിന്റെ ആ പാതയിൽ ഞങ്ങളെ അത് കാണിച്ചു തന്നിരിക്കുന്നു. ഞങ്ങൾ അതിന്റെ ആ ഭാഗത്തുകൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. പിതാവായ ദൈവമേ, നീ അവരോട് ഇന്ന് രാത്രിയിൽ സംസാരിച്ചിരിക്കുന്നു. ഞാൻ അവരെ വചനത്തിന്റെ ജയത്തിന്റെ ചിഹ്നമായിട്ട് നിനക്ക് തരുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇപ്പോൾ പിതാവ്, ഈ മേശയുടെ മുകളിൽ സുഖമില്ലാത്തവർക്കായിട്ടുള്ള തുവാലകൾ കിടക്കുന്നു. അത് ചില കൊച്ചുകുട്ടിയോ ചില അമ്മമാരോ ചില സഹോദരിയോ ചില സഹോദരനോ ആയിരിക്കാം. ചെറിയ ഹെയർ പിന്നുകളും അതിൽ കുത്തിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ അവയെ എന്റെ അടുത്തേക്ക് ഉയർത്തി പിടിക്കുന്നു. വേദപുസ്തകത്തിൽ പൗലോസിന്റെ ശരീരത്തിൽ നിന്നും തുവാലകളും തുണികളും എടുക്കുകയും രോഗികളായവർ സുഖം പ്രാപിക്കുകയും അശുദ്ധാത്മാക്കൾ അവരെ വിട്ടു പോകുകയും ചെയ്തു എന്ന് ഞങ്ങൾ ബൈബിളിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ഇത് തിരിച്ചറിയുന്നു. കർത്താവേ, പൗലോസ് ഒരു മനുഷ്യനായിരുന്നു, വെറുമൊരു മനുഷ്യനായിരുന്നു. എന്നാൽ അവന്റെ മേലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും അവൻ നിന്റെ അപ്പോസ്തലനായിരുന്നു എന്നുള്ള ജനങ്ങളുടെ വിശ്വാസവുമായിരുന്നു ആ തുവാലകളെ അനുഗ്രഹിച്ചത്. ഇപ്പോൾ പൗലോസ് ഞങ്ങളിൽ നിന്നും എടുക്കപ്പെട്ടിരിക്കുന്നു, എന്നാൽ വഴികാട്ടി എടുക്കപ്പെട്ടിട്ടില്ല. അവൻ ഇപ്പോഴും ഇവിടെയുണ്ട്. അതുകൊണ്ട് ദൈവമേ, ഈ തുവാലകളെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവയെ ആ വഴികാട്ടി ആ സ്ഥലത്തേക്ക് നയിക്കുകയും പരിപൂർണമായി കീഴടങ്ങുവാനും ഇടയാക്കണമേ. ഞങ്ങൾ വീണ്ടും അറിയുന്നു, അതായത് ഇസ്രായേൽ അവരുടെ വഴികാട്ടിയെ പിന്തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ യോർദാനിൽ അല്ല ചെങ്കടലിലാണ് അവർ വന്നുചേർന്നത്. അവരുടെ വഴിയിൽ അവർ തടയപ്പെട്ടു. എന്നാൽ ആ വഴികാട്ടി അവരെ അവിടെ നിന്നും നേരെ താഴോട്ട് വഴി നടത്തി. എന്തിനായിരുന്നു അത്? അവന്റെ മഹിമയെ കാണിക്കുന്നതിന് വേണ്ടി. അങ്ങനെ എല്ലാ ആശകളും തീർന്നു കഴിഞ്ഞപ്പോൾ ദൈവമാഗ്നി സ്തംഭത്തിൽ കൂടെ നേരെ സമുദ്രത്തേക്ക് നോക്കി. ആ പഴയ ചെങ്കടൽ ഭയപ്പെട്ടിട്ട് രണ്ട് വശത്തേക്കുമായി ഉരുണ്ടു മാറിപ്പോവുകയും അവിടെ ഇസ്രായേലിന് വാഗ്ദത്ത ദേശത്തേക്ക് കടക്കാൻ ഒരു വഴി ഉണ്ടാക്കപ്പെടുകയും ചെയ്തു. സത്യമായിട്ടും കർത്താവേ, നീ ഇപ്പോഴും അതേ ദൈവമാകുന്നു. ഈ ജനങ്ങൾ അവർ ക്രിസ്ത്യാനികളായിരിക്കാം, ചിലപ്പോൾ അവർ അവരുടെ കർത്തവ്യത്തിന്റെ പാതയിലായിരിക്കാം. എന്നാൽ അവരെ ഈ സ്ഥലത്തുള്ള രോഗം ഒരു കോർണറിലാക്കിയിരിക്കുന്നു. ഓ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി ഇന്ന് രാത്രിയിൽ നോക്കൂ. സാത്താൻ ഭയപ്പെട്ടിട്ട് പിന്നോട്ട് മാറുകയും നിന്റെ മക്കൾ നല്ല ആരോഗ്യത്തിന്റെ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യട്ടെ. പിതാവേ, അത് അനുവദിക്കണമേ. ഞാൻ എന്റെ ശരീരത്തിൽ നിന്ന് അവരിലേക്ക് അയക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഈ സഭയെ ഞാൻ നിന്റെ മുമ്പിൽ ഉയർത്തുന്നു. ഞാൻ അവരെ അങ്ങകലെ സ്വർഗത്തിലുള്ള ദൈവത്തിന്റെ മഹത്വമേറിയ ആൾത്താരയിലേക്ക് ഉയർത്തുന്നു. അവിടെ എല്ലാ രോഗത്തിന്റെ ആഗ്രഹങ്ങളെയും അവർക്ക് തെറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നാലും, എവിടെയെങ്കിലും അവരുടെ ജീവനുകളിൽ എന്തെങ്കിലും തെറ്റായിട്ടുണ്ടായിരുന്നാലും, ദൈവമേ, അവരെ കഴുകണമേ, അവരെ നിന്റേതാക്കണമേ. പിതാവെ, അവരെ സുഖപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിനെ ചൗക്കുഴിയിൽ നിന്നും ഉയർത്തിയതായ അതേ ശക്തി അവരുടെ നശ്വരമായ ശരീരങ്ങളെ ഉയർത്തിയിട്ട്
അവരെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളാക്കണമേ. നിന്നെ സേവനം ചെയ്യുന്നതിന് അവർക്ക് നല്ല ആരോഗ്യവും ശക്തിയും കൊടുക്കണമേ. ഓ കർത്താവേ, നീ എന്നെ ഓർക്കണമേ. ഞാൻ നിന്റെ ദാസനാകുന്നു, എന്നെ സഹായിക്കണമേ. പ്രാർത്ഥനയുടെ ആവശ്യമായിട്ട് ഞാൻ നിൽക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ വഴി നടത്തുകയും ഞങ്ങളെ ഉപയോഗിക്കുകയും യേശുക്രിസ്തുവിനെ മുഖാമുഖം അവന്റെ മഹത്വമേറിയ വരവിങ്കിൽ ഞങ്ങൾ അവനെ ഉൽപ്രാവണത്തിൽ ആകാശത്ത് കണ്ടുമുട്ടുന്നതുവരെയും നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഇപ്പോൾ നിങ്ങൾ കാഴ്ചയിലുള്ളതായ മറ്റൊരുവനെ സ്നേഹിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവനായ അവനെ എങ്ങനെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയും? ഇപ്പോൾ നാം ആയിലാഭ്യം എന്ന ഗാനം പാടുമ്പോൾ നമ്മുടെ സമീപത്തിരിക്കുന്നവന് ഒരു സ്നേഹഹൃദയത്തോടെ കൈകുലുക്കു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കൈകളെ അവനിലേക്ക് ഉയർത്താം. ഒരു നല്ല പാട്ട് പാടി കേൾക്കുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇന്ത്യനാപോളിസിൽ നിന്നും ഒരു സുവിശേഷകനായ ഒരു സോങ് ലീഡർ ഇവിടെയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം കേഡൽ ടാബർനക്കലിലെ പാട്ടുകാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിയാണോ? ശരി, അത് കേഡൽ ടാബർനക്കലിൽ അദ്ദേഹത്തിന്റെ സ്ഥാനമാകുന്നു. എത്ര പേർ ഈ ഹോവാർഡ് കേഡലിനെ ഓർക്കുന്നുണ്ട്? ഓ ദൈവമേ, ദൈവം അദ്ദേഹത്തിന്റെ വിലയേറിയ പ്രാണന് വിശ്രമം കൊടുക്കട്ടെ. പരിഹസിക്കപ്പെട്ട ആകാശത്തിലെ പക്ഷി ഒരു സ്ത്രീ പാട്ട് പാടിയിട്ട് ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതിൽ മിസസ് കേഡലിനെക്കാളും നല്ലതായിട്ട് എന്റെ ജീവിതത്തിൽ ആരെയും ഞാൻ പാടിക്കേട്ടിട്ടില്ല. അവർ പാടിയിരുന്നു, ഇരേ നീ രാവിലെ നിന്റെ മുറി വിട്ടിരിക്കുന്നു. യേശുക്രിസ്തു എന്ന നമ്മുടെ രക്ഷിതാവിന്റെ നാമത്തിൽ അവൻ ഇന്ന് നിനക്കൊരു സങ്കേതമായിരിക്കുന്നതിന് വേണ്ടി നീ പ്രാർത്ഥിച്ചുവോ? ഈ തെരുവീതിക്കപ്പുറത്ത് 2 മുറിയുള്ള ഒരു കുടിലിൽ ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് തീ ഉണ്ടാക്കുവാൻ പോവുകയായിരുന്നു. സ്റ്റൗ കത്തുന്നുണ്ടായിരുന്നില്ല. ഞാൻ അതിനെ കത്തിക്കാൻ ശ്രമിച്ചു. കാറ്റടിച്ചിട്ട് അതെല്ലാം കൂടി എന്റെ മുഖത്തേക്ക് അടിച്ചു വന്നു. തണുപ്പ് സമയമായിരുന്നു. ഞാൻ തണുത്ത് മരവിക്കാൻ തുടങ്ങിയിരുന്നു. തറയിലെല്ലാം മഞ്ഞായി കഴിഞ്ഞിരുന്നു. എന്റെ കാലുകൾ നഗ്നമായിരുന്നു. ആ പഴയ പാട്ട കൊണ്ടുള്ള സ്റ്റൗ കത്തിക്കുന്നതിനായി ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്റെ മേടയുടെയും വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് സമയമേ ആയിരുന്നുള്ളൂ. ഞാൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആ പഴയ തടി കഷ്ണം നനഞ്ഞിരുന്നിട്ട് അത് കത്തിയിരുന്നില്ല. ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് ചിന്തിക്കാൻ തുടങ്ങി, ഓ ദൈവമേ, ഞാൻ എന്നിട്ട് വീണ്ടും ശ്രമിച്ചു നോക്കും. ജോലിക്ക് പോകേണ്ടിയിരുന്നു. കൂടാതെ ആ പഴയ സ്റ്റൗ ഇതുപോലെ ഇരുന്ന് വീശിക്കൊണ്ടേയിരുന്നു. ഞാൻ കൈയെടുത്തിട്ട് ആ റേഡിയോ ഓൺ ചെയ്തു. അവിടെ അവൾ പാടാൻ തുടങ്ങിയിരുന്നു, ഇറേ നീ രാവിലെ നിന്റെ മുറി വിട്ടിരിക്കുന്നു, നീ പ്രാർത്ഥിക്കാൻ ഓർത്തുവോ? ഞാൻ പെട്ടെന്ന് നിലത്ത് വീണിട്ട്, ഇന്ന് നിനക്കൊരു സങ്കേതമായിരിക്കാൻ നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു എന്ന പാട്ട് കേട്ടു. ഓ, ഞാൻ എത്രമാത്രം ആ സ്ത്രീയെ പാടി കേൾക്കുവാൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു. ഞാൻ ആ നദി മറികടന്ന് അവിടെ അപ്പുറത്തെത്തുമ്പോൾ ഞാൻ മിസ്സിസ് കേഡലിനെ അവിടെ ഇരുന്നുകൊണ്ട് കേൾക്കും. നിങ്ങൾക്കറിയാമോ, ഞാൻ എല്ലായ്പ്പോഴും ഒരു നിർണയം എടുത്തിരുന്നു. ആ നദിയുടെ ഈ വശത്ത് നിത്യഹരിതമായ വൃക്ഷവും നിങ്ങൾക്കറിയാമോ, അത് ജീവന്റെ വൃക്ഷമാകുന്നു. ആ നദിയുടെ മറ്റേ വശത്ത് മാലാഖമാരുടെ പാട്ടുസംഘം രാവും പകലും പാടിക്കൊണ്ടിരുന്നു. കാരണം അവിടെ രാത്രിയില്ല, മുഴുവൻ ദിവസവും പാടുക തന്നെ. നോക്കൂ, ഞാൻ അവിടെ ഒരു സ്ഥലം പിടിച്ചിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കും. ഞാൻ മിസസ് കേഡലിനെ അവിടെ പാടിക്കൊണ്ടിരിക്കുന്നത് കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. ദൈവം നമ്മുടെ സഹോദരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി. എന്താകുന്നു സഹോദരൻ നേഡ് ബുൾമാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പാടും. സഹോദരൻ ബുൾമാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളെ ഞങ്ങളോടുകൂടെ ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്.